ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാമ്നാന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവത്തെ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമസങ്കീർത്തനം. ഭാഗവതം ദ്വിതീയ സ്കന്ധം ആരംഭിക്കുകയാണ്. മുമ്പായിട്ട് ചെറിയ രണ്ട് കാര്യങ്ങൾ പറയാം. ചിലർ ചോദിച്ചു, ഇപ്പം കിട്ടാവുന്ന പുസ്തകം ഭാഗവതം പുസ്തകം ഏതാ വാങ്ങേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പം ഏത് പുസ്തകവും വാങ്ങാം. എന്നാലും ചോദിക്കുന്നതിലൊരു ധ്വനി ഉണ്ടാവുമല്ലോ. നമുക്ക് വെറുതെ വായിക്കുകയാണ് വേണ്ടത്. വലിയ തെറ്റൊന്നുമില്ലാത്തൊരു പുസ്തകമാണെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുസ്തകമാണ് സാധാരണ പറയുക. പക്ഷെ ഇപ്പോൾ അത് കിട്ടാനില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എളുപ്പം ഏതാ ചോദിച്ചാൽ അത് ഇപ്പോൾ ഒരു പുസ്തകം ഗീതാപ്രസ് ഇറക്കുന്നുണ്ട്. അത് മലയാള ലിപിയിൽ. സ്വതവേ അവർ സംസ്കൃതത്തിലാണ് അധികം ഉണ്ടാവാറ്. അത് വളരെ വില കുറച്ചിട്ടാണ് എല്ലാ പുസ്തകവും. ഈ അമ്മയുടെ കയ്യിലുണ്ട്, സുധ എന്ന് പറഞ്ഞ അമ്മയുടെ കയ്യിൽ ആ പുസ്തകം കാണാം. 3 വോളിയായിട്ടാണ്. അതിൽ ശ്ലോകമുണ്ട്, അർത്ഥമുണ്ട്. ശ്ലോകം താഴെ, അതിൻ്റെ അർത്ഥം, അതിൻ്റെ സാരം സാമാന്യം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പുസ്തകമാണ്, നല്ല പേജാണ്. ആ അക്ഷരങ്ങളൊക്കെ ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അക്ഷരത്തെറ്റില്ല പറയണില്ല, പക്ഷെ കുറച്ചേ ഉള്ളൂ. ഇല്ലാണ്ടിരിക്കില്ല, എല്ലാത്തിലും കുറച്ചൊക്കെ ഉണ്ടാവും, എന്നാലും കുറവാണ്. അപ്പോൾ ആ പുസ്തകം അർത്ഥം കൂടി മനസ്സിലാക്കണം എന്നുള്ള മട്ടിലാണെങ്കിൽ അത്യാവശ്യം കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടുമില്ല. 3 വോളിയേ ഉള്ളൂ. ഇനിയിപ്പോൾ കിട്ടുന്ന പുസ്തകം നോക്കുകയാണെങ്കിൽ ദേവസ്ഥൻ്റെ പുസ്തകം ഈ ശ്ലോകം മാത്രമേ അതിലുള്ളൂ. അതിപ്പോൾ കിട്ടാനുമില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് ഇതാവും നല്ലതെന്ന് തോന്നുക. ഇനി അതുകൊണ്ടും പറ്റില്ല. ചിലപ്പം അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ ചിലർക്ക്. ഇല്ലേ, എല്ലാവർക്കും ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് പേർക്ക് അർത്ഥമൊക്കെ പദങ്ങളൊക്കെ അർത്ഥം ഒന്ന് മനസ്സിലായ നന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലത് പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ പുസ്തകം. അത് ദേവസ്ഥന് ഇപ്പോഴും കിട്ടാനുണ്ട്. 1000 സംതിങ് കൃത്യം അറിയില്ല, 2000 ചുവടെയുള്ളൂ. എന്തായാലും മനസ്സിലാക്കാൻ വളരെ നല്ലതാണ്, പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ. അതിൻ്റെ ഒരു ഗുണം എന്താ ചോദിച്ചാൽ, ഇപ്പം പലരും ദിവസവും ഒരു 5-8 വിളി എനിക്ക് വരും ഓരോ പദങ്ങളുടെ. അതെങ്ങനെയാണ് പിരിക്കുക ചോദിച്ചിട്ട്. ആ പിരിക്കാനൊരു പ്രയാസം. ഇത് പുസ്തകം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിൽ താഴെയുള്ള അന്വയം നോക്കിയാൽ മുകളിലുള്ള ശ്ലോകത്തിൽ അതേ പദങ്ങളാണ് അന്വയം. ഇതിപ്പോൾ ഒരു പഠനമായതുകൊണ്ട് പറയുകയാണ്. പലരും കുറേ കാലമായിട്ട് ഇത് പഠിക്കുന്നുണ്ടെങ്കിൽ പലർക്കും അറിയണ കാര്യമാണെങ്കിൽ പലർക്കും അറിയില്ല. അന്വയം എന്ന് പറഞ്ഞാൽ പദ്യത്തെ എന്ത് ചെയ്യാണ്, ഗദ്യമാക്കുകയാണ്. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, ഇത് പദ്യമാണ്. കഥയാവുമ്പോഴോ ഇതാ മുല്ല പൂക്കുന്നു, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അല്ലാതെ നമുക്കിപ്പോൾ ആദ്യം ക്രിയാപദം പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ സാധാരണക്കാർക്ക് ഈ ചെറിയ കുട്ടികൾക്കൊക്കെ മനസ്സിലാവാൻ പാകത്തിന് കർത്താവ്, കർമ്മം, ക്രിയ ഈ മട്ടിൽ പറയുകയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിലെന്തുണ്ടാവും, പദം പിരിച്ചിട്ടാണ് പറയുക. അപ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. അപ്പം വരീയാനേഷ തേ പ്രശ്നഃ, തേ പ്രശ്നഃ വരീയാൻ, തേ അങ്ങയുടെ, പ്രശ്നഃ ചോദ്യം, വരീയാൻ കേമം. പക്ഷെ അവിടെ ശ്ലോകത്തിലാകുമ്പോൾ എങ്ങനെയാണ് വന്നത്, വരീയാൻ ഏഷ തേ പ്രശ്നഃ. അപ്പോൾ അതാണ് അതിൻ്റെ അന്വയം എന്ന് പറഞ്ഞാൽ. ഇതിലുള്ള അന്വയത്തിലുള്ള പദങ്ങളൊക്കെ പദ്യത്തിലുള്ളത് തന്നെയാണ്. പദം പിരിച്ച് എഴുതിയതുകൊണ്ട് നമുക്ക് ചിലപ്പം അതല്ലല്ലോ എന്ന് തോന്നാം. വരീയാൻ ഏഷ എന്ന് കാണുന്നില്ലല്ലോ, ഇല്ല, വരീയാൻ ഏഷ എന്നാണ് കാണുക. അപ്പോൾ വരീയാൻ ഏഷ എന്നുള്ള പദം അത് എങ്ങനെയാണ് പിരിക്കുക ചോദിച്ചാൽ താഴെ നോക്കിയാൽ മതി. അന്വയം നോക്കിയാൽ എന്ത് കാണാം, അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഏഷ എന്നും കാണാം, എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വരീയാൻ കൃത്യമായിക്കൊള്ളുന്നില്ല. ഏഷ പ്രശ്നഃ വരീയാൻ, അങ്ങയുടെ ഈ ചോദ്യം നന്നായി. അന്വയിക്കുക പലതരത്തിൽ അന്വയിക്കാം. അതാണ് വ്യാഖ്യാനത്തിൻ്റെ പ്രത്യേകത. അവനവൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഈ വ്യാസർ ഉദ്ദേശിച്ചതിന് വിരുദ്ധാവരുതെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഗോപാലൻ നായരുടെ പുസ്തകം നോക്കിയാൽ, നിവാരരുടെ പുസ്തകം നോക്കിയാൽ ഒക്കെ അന്വയിക്കുന്നത് വ്യത്യാസം ഉണ്ടാവും. ഞാൻ തന്നെ 2-3 പുസ്തകം നോക്കാറുണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ ചിലതിൻ്റെ അന്വയം നമുക്കൊന്നും കൂടി ഒരു ഹൃദ്യമായിട്ട് തോന്നും. ചിലതിൽ ഗോപാലൻ നായരുടേതാവും ഭംഗി, ചിലത് മറ്റ് ഗ്രന്ഥങ്ങളാവും. അപ്പോൾ അതിനനുസരിച്ച് അന്വയിച്ച് പറയും. അതുകൊണ്ടാണ് ചിലർ സംശയം ചോദിക്കണം, അവരുടെ പുസ്തകത്തിൽ ഉള്ളതുപോലെ അല്ലോ അന്വയിക്കണമെന്ന് ചോദിച്ചാൽ എളുപ്പത്തിന് പെട്ടെന്ന് മനസ്സിലാവാൻ പാകത്തിന് ആരന്വയിച്ചോ അതാണ് പറയണത്. പറഞ്ഞതിൻ്റെ സാരം എന്താ ചോദിച്ചാൽ, പദം മുറിച്ചത് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഗോപാലൻ നായരുടെ പുസ്തകം വാങ്ങിയിട്ട് നമുക്ക് സംശയമുള്ള ആ ഭാഗം ഒന്ന് നോക്കുക താഴെ. അതിൽ അന്വയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യം മനസ്സിലാവും എന്തൊക്കെയാണ് അതിലെ പദങ്ങളെന്ന് മനസ്സിലാവും കേട്ടോ. ആ പദങ്ങളൊക്കെ മുകളിലെ ശ്ലോകത്തിലില്ലേ നോക്കുക. അങ്ങനെയാണ് പിരിക്കേണ്ടത്. പദം മനസ്സിലാക്കി വായിക്കുമ്പോഴാണത് വേണ്ടതുപോലെ ആവുക. അല്ലെങ്കിൽ ഒരു ശബ്ദം തെറ്റൊന്നുമില്ല, അങ്ങനെ ഞാൻ പറയില്ല. കാരണം അതാണ് ആദ്യത്തെ ക്ലാസ് അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു പദപ്പലേശലേശം അങ്ങനെ മനസ്സിലാവണില്ലേ, അതങ്ങനെ തന്നെ മനസ്സിലാവും വേണം.
മെല്ലെ 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 മെല്ലെയാണ് അറിയുക. അപ്പോൾ അതുകൊണ്ട് അർത്ഥവും കൂടി മനസ്സിലാക്കി പദവും മനസ്സിലാക്കി അറിയണമെങ്കിൽ ഇങ്ങനെയൊരു പരിപാടി വെച്ചതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, എന്നാൽ ഒരാൾ ഈ 335 അധ്യായം നോക്കിയിട്ടില്ലെങ്കിലും അവർക്ക് കിട്ടിയ ഒരധ്യായത്തിൻ്റെയെങ്കിലും പദങ്ങളൊക്കെ നോക്കുകയായിരിക്കും. അത്ര വല്ല എന്തായാലും കിട്ടിയതല്ല, ആ അധ്യായം നോക്കാമെന്ന് അതിന് വലിയ സമയം ആവശ്യമില്ലല്ലോ. ഇപ്പോൾ 2 മാസം 1 മാസം 1.5 മാസം മുന്നേ പറഞ്ഞാൽ നോക്കി വെക്കാമല്ലോ. ആ ഒരു അധ്യായത്തിൻ്റെയെങ്കിലും നമ്മൾ പദങ്ങൾ നോക്കി വെച്ചാൽ എത്ര നന്ന് ആണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശമാണ്. അപ്പോൾ ആ അധ്യായങ്ങൾ നോക്കി, ഇനി അടുത്ത പ്രാവശ്യം അടുത്ത അധ്യായം നോക്കി, പല പല അധ്യായങ്ങൾ നോക്കി, അങ്ങനെ ആകുമ്പോഴോ പിന്നെ പരിപാടിയൊന്നും ഇല്ലെങ്കിലും നോക്കും, വീട്ടിലിരുന്ന് അങ്ങനെ നോക്കത്തൊരു ലഹരിയായിട്ട് മാറും. ഈ ലഹരി കൊണ്ട് ദോഷമില്ല, മറ്റെല്ലാ ലഹരി കൊണ്ടും ദോഷമുണ്ട് എന്നാണ്. അപ്പോൾ ഇതുകൊണ്ട് ദോഷമില്ലാത്ത സംഗതിയാണ്. ബാക്കി ആർക്കും ഉപദ്രവം. നമ്മളതിൻ്റെ അന്വയം വ്യാഖ്യാനം നോക്കിയിരുന്ന ബാക്കിയുള്ളവർക്ക് ഉപദ്രവമുണ്ടോ? ഉപകാരമുണ്ട് താനും, അത്ര ശല്യമില്ല എന്നാണ്. ഒന്നും പറയാൻ തോന്നില്ല, ഒരു കുറ്റവും പറയാൻ തോന്നില്ല, പരദൂഷണം പറയാൻ തോന്നില്ല. അതന്നെയല്ല വലിയ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ സാരമില്ല. ഇതൊരു മസ്തിഷ്ക വ്യായാമം ആയിക്കോട്ടെ, നീ എന്ത് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഗുണം എന്താ ചോദിച്ചാൽ ഇതാണ്. ഇപ്പോൾ ഓരോന്നിൻ്റെയും അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ശ്ലോകം നോക്കുക. അപ്പം ആദ്യത്തെ ഈ ഒരു ശ്ലോകം 2-ാമത്തെ സ്കന്ധം. വരീയാനേഷതേ പ്രശ്നഃ കൃതോ ലോകഹിതം നൃപ. കൃതോ എന്നുള്ള പദമില്ല, എങ്ങനെയത്? കൃതഃ എന്നാണ്. കൃതഃ ലോകഹിതം ഒരുമിച്ചാകുമ്പോൾ എന്തായി? കൃതോ ലോകഹിതം നൃപ. നൃപ എന്നുള്ള സംബോധനയാണ്. അവിടെ നൃപഹ എന്ന് പറഞ്ഞാൽ അർത്ഥം മാറി. എന്താണ് അർത്ഥം മാറി? നൃപഹ എന്ന് പറഞ്ഞാൽ രാജാവ്. ഇവിടെ നൃപാന്ന് വിളിച്ചതാ പരീക്ഷത്തിനെ, അല്ലെങ്കിൽ രാജാവേ എന്നാണ്. അതാണ് ചിലർ ചോദിക്കും വിസർഗം ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോ? എനിക്ക് അവിടെ ഇല്ല എന്നാലും എനിക്ക് ഇങ്ങനെ വേണം തോന്നുക. അങ്ങനെ പറ്റില്ല. സംസ്കൃതമാകുമ്പോൾ ഇങ്ങനെ അല്ല, അവിടെ വിസർഗം ഇല്ല എന്നാലും ഞാൻ അങ്ങോട്ട് ഇട്ടാലോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിടാവും. അഹാഹ എന്ന് പറഞ്ഞാൽ സംസ്കൃതമാവും. അങ്ങനെ ഒരു ധാരണയൊക്കെ പൊതുവേ സംസ്കൃതം അറിയാത്തവർക്കുണ്ട്. ഇല്ല, നൃപഹ എന്ന് ഇവിടെ പറഞ്ഞാൽ എന്തായി? രാജാവ് എന്നായി. നമുക്ക് രാജാവേ എന്നാണ് വേണ്ടത് എന്നാണ്. അപ്പോൾ നൃപ അത്രേ പാടുള്ളൂ. ഇനി അന്വയം നോക്കുന്ന സമയത്ത് ഇപ്പോഴും പലർക്കും അറിയാത്തൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു വരട്ടിട്ടുണ്ടാവും. ആ പുസ്തകത്തിൽ പിന്നെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. മുറിക്കാനല്ല, ചിലർ അവിടെ മുറിക്കും. അങ്ങനെ മുറിക്കരുത്. ആ വരട്ടത് എന്താ വെച്ചാൽ മുറിക്കരുതെന്ന് കാണിക്കാൻ. തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, അതും കൂടി ചേർത്ത് വായിക്കണം കേട്ടോ എന്ന് കാണിക്കാനാണ് ആ വരട്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സമസ്തപദം ഒരുമിച്ച് തന്നെ വായിക്കണം. അതറിയാനുള്ള വഴി എന്താ? സമസ്തപദമാണോ ചിലർ ചോദിക്കാറുണ്ട്. അതറിയാനുള്ള വഴി അന്വയം നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഗോപാലനാരുടെ പുസ്തകം നോക്കി അന്വയം നോക്കിയാൽ അതിൽ മുറിക്കാണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ സമസ്തപദമാണ്. സമസ്തപദം അല്ലെങ്കിൽ മുറിക്കും, പദച്ഛേദമായിട്ട് മുറിച്ചിട്ട് എഴുതുള്ളൂ. മുറിക്കാണ്ട് എഴുതിച്ച അർത്ഥം അത് അങ്ങനെ തന്നെ വായിക്കണം. തെറ്റാണ്ട് വായിക്കാൻ ഏറ്റവും നല്ലത് എന്താ? സംശയമൊക്കെ ഉണ്ടെങ്കിൽ, തെറ്റാണ്ട് വായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പുസ്തകത്തിൽ എന്ത് എഴുതിയോ അങ്ങനെ മുറിക്കാണ്ട് വായിക്കുകയാണ് ഏറ്റവും നല്ലത്. എന്താണ് അതിനെ നല്ലത്. അത് പറ്റാതെ വരുമ്പോഴാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? പിന്നെ അടുത്തടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. വരീയാൻ ഏഷ എന്ന് വായിക്കാൻ വയ്യ, എന്നാൽ വരീയാൻ ഏഷ വായിച്ചോളൂ. വരീയ നേഷ എന്ന് വായിക്കരുത്. എനിക്കതാ എളുപ്പമെന്ന് പറഞ്ഞാൽ എന്നാൽ വായിക്കണ്ട. അങ്ങനെ എന്തെങ്കിലും വായിച്ചാലും വയ്യല്ലോ. അതാ പ്രശ്നം. മുറിക്കണുണ്ടെങ്കിൽ കൃത്യമായിട്ട് മുറിക്കണം, അല്ലാണ്ട് അവിടെ ഇവിടെ മുറിച്ച ചോര വരും. അത് കരുതണം. അപ്പോൾ അത് അറിയാനാണ് നമ്മളിപ്പോൾ അന്വയം നോക്കാൻ പറഞ്ഞത്. ഇനി അർത്ഥമൊന്നും അറിയണമെന്നില്ലെങ്കിലും പദം മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? അന്വയം നോക്കാം. അപ്പോൾ ആ പുസ്തകമാണ് നല്ലത്. ഇനിയിപ്പം ചിലർക്ക് ഇതൊന്നും വേണ്ട, ഞാൻ വായിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ചില പുരുഷന്മാരൊക്കെ അങ്ങനെയാണ്. അതൊക്കെ വൈഫിനെ ഏൽപ്പിച്ചതാണ്, അത് വായിച്ചോളും. പിന്നെ കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്ന് ഇടയ്ക്കൊന്ന് വിചാരം ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുക വേണ്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഗ്രന്ഥം കൊണ്ടു നടക്കാൻ സൗകര്യത്തിന് ജി ബാലകൃഷ്ണൻ നായരുടെ ഭാഗവത ഹൃദയം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ചെറിയ പുസ്തകം. ഭാഗവതത്തിലെ വേദാന്തത്തിന് പ്രാധാന്യം കൊടുത്തുള്ള ഭാഗങ്ങൾ മാത്രമായിട്ടെടുത്ത് അതിന് ലളിതമായിട്ടുള്ള വ്യാഖ്യാനം, മനോഹരമായിട്ടുള്ള പുസ്തകമാണ്. എന്നും ഇങ്ങനെ വായിക്കുക. ഓരോ ദിവസം വായിച്ചു കഴിഞ്ഞാൽ പിന്നെയും വായിക്കുക. അതിൻ്റെ അർത്ഥം കൂടി മനനം ചെയ്യാൻ പറ്റിയ നല്ലൊരു ഗ്രന്ഥമാണ് ഭാഗവത ഹൃദയം. അപ്പോൾ ആ അത് ഇവിടെ കിട്ടുമോ എന്നുള്ളത് എനിക്ക് ചോദിച്ചു നോക്കാൻ അറിയില്ല. ഇത് നാരായണ ബുക്ക് സ്റ്റാൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത് ഗുരുവായൂരിൽ, ഇല്ലേ? അത് ഭാഗവത ഹൃദയം ജി ബാലകൃഷ്ണൻ നായർ. അദ്ദേഹം ഞാൻ കണ്ടിട്ടുണ്ട്, കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ജീവൻ മുക്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് ഇറക്കിയത്. സമ്പൂർണ്ണ കൃതികളുണ്ട്. അദ്ദേഹം ഭാഷ്യം രചിച്ച കുറേ, വ്യാഖ്യാനം രചിച്ച കുറേ പുസ്തകങ്ങളുണ്ട്. നാരായണ ഗുരുദേവൻ്റെ സകല കൃതികളും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുപോലെ ഭഗവത്ഗീതയ്ക്ക് മനോഹരമായിട്ടുള്ള വ്യാഖ്യാനമുണ്ട്. 10 ഉപനിഷത്തുകൾക്ക് മനോഹരമായിട്ടുള്ള വ്യാഖ്യാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ വാങ്ങിയതൊക്കെ അതിൽ പെടും. അത് വലിയൊരു സമ്പത്താണത്. അപ്പോൾ ഇത്രയാണ് ആ വിഷയത്തിൽ പറഞ്ഞതിൽ സംശയമൊന്നുമില്ലല്ലോ. ഉണ്ടോ? അപ്പോൾ ഗോപാലനാരുടെ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ അതിലെന്തുണ്ട്? നമുക്ക് പദങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഒരുമിച്ച് എഴുതിയതാണെങ്കിൽ ഒരുമിച്ച് തന്നെ വായിക്കണം. അന്വയത്തിൽ ഒരുമിച്ചാണ് എഴുതിയതെങ്കിൽ അത് സമസ്തപദമാണെന്ന അർത്ഥം. സുന്ദരപുരുഷൻ, ഇതാണ് ഒരു ഉദാഹരണം. എന്താണ് സുന്ദരപുരുഷൻ?
അത് സുന്ദര പുരുഷൻ എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. അതാ സുന്ദര എന്ന് പറഞ്ഞ പദമുണ്ട്, ഇല്ല എന്നല്ല, പുരുഷൻ എന്നുള്ള പദമുണ്ട്. പക്ഷേ സുന്ദര പുരുഷൻ എന്നാവണം വെച്ചാൽ അത് ഒരുമിച്ച് തന്നെ പറയണം. അല്ലെങ്കിൽ അത് ഒരു വയസ്സായ ഒക്കെ വ്യത്യാസമല്ലേ? കൊട്ടത്തേങ്ങ സമസ്തപദ. കൊട്ട തേങ്ങ പറഞ്ഞാലോ ഒരു കൊട്ട തേങ്ങ, ആ വ്യത്യാസം അതാ പറയുന്നത്. അത് രണ്ട് പദങ്ങളാണ്. അപ്പോൾ അർത്ഥം മാറി. ഒരു കൊട്ടത്തേങ്ങ പറഞ്ഞാൽ സമസ്തപദമാണ്. അപ്പോൾ അതാ പറഞ്ഞ വ്യത്യാസം. അപ്പോൾ അത് എങ്ങനെയെങ്കിലും വായിച്ചാൽ പോരെ ചോദിച്ചാൽ അതിനുള്ള ഉദാഹരണം അത് അല്ല, അങ്ങനെ പോരാന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഇതൊന്നും പറയാറില്ല. അതിപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു വെറും ഒരു ഉസ്താഹല്ലല്ലോ, വായിക്കുക എന്നുള്ളതല്ല, നമുക്ക് പഠിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഉദ്ദേശം കണ്ടതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് വിസ്തരിച്ചത്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് മനസ്സിലെത്താൻ ശ്രദ്ധിക്കാം. ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധം നമ്മൾ സമർപ്പിച്ചു. ദ്വിതീയ സ്കന്ധം അത് ആരംഭിക്കുകയാണ്. ദ്വിതീയ സ്കന്ധവും ഭാഗവതം ആരംഭിച്ചു എന്നും പറയാൻ വയ്യ, അത് തൃതീയ സ്കന്ധം മുതലേ ആരംഭിക്കുള്ളൂ. ഇതും പീഠിക തന്നെയാണ്. പക്ഷേ ശ്രീശുകർ മിണ്ടിത്തുടങ്ങി, ശ്രീശുകരെത്തി, അത് നമ്മൾ കണ്ടു. പരീക്ഷത്തിലെ ചോദ്യം മറന്നുപോയോ? എന്തായിരുന്നു ചോദ്യം? മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്താ കഴിക്കേണ്ടത്? എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണം, അതാണ് ചോദ്യം. അപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ, നമ്മളുടെ കഥയാണ് പറയണത്. നമ്മളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള തോന്നലുണ്ടായാൽ തന്നെ നമ്മളൊന്ന് ഒരു ഗൗരവത്തിൽ സമീപിക്കും പുസ്തകത്തെ, അല്ലെങ്കിൽ നേരം പോക്കായിട്ട്. പലരും അങ്ങനെയാണ്, പലരും നാട് വിട്ടു പോയാലാണ് ഭാഗവതവും നാരായണിയും ഒക്കെ വായിക്കുക. അപ്പം അതുകൊണ്ട് നമ്മളുടെ കഥ അത് മനസ്സിലാക്കാൻ വേണ്ടി വായിക്കുക, തനിക്കറിയാൻ വേണ്ടി വായിക്കുക, അതാണ് മുഖ്യം. ഇവിടെ പരീക്ഷത്തിൻ്റെ ചോദ്യം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്നാണ്. നമ്മൾ തന്നെയാണ് പരീക്ഷത്തുമാർ. നമ്മളുടെ കഥ പറയുകയാണ് ഇവിടെ. പരീക്ഷത്തിന് 7 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കാണ് 7 ദിവസം. 7 ദിവസമേ ഉള്ളൂ ആഴ്ചയിൽ. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി. ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി, അതുതന്നെയുള്ളൂ. നമ്മൾ മരിക്കുകയെന്ന് വെച്ചാൽ 7-ാം ദിവസം മരിക്കുക. തിങ്കളാഴ്ച മരിച്ചാലും ചൊവ്വാഴ്ച മരിച്ചാലും ബുധനാഴ്ച എന്ന് മരിച്ചാലും 7-ാം ദിവസം തന്നെയാണ്. അപ്പം തക്ഷകൻ നമ്മളെയും കടിക്കും. ആരാ തക്ഷകൻ? കാലവ്യാള മുഖഗ്രാസത്രാസ നിർണാശഹേതവേ എന്ന് മഹാത്മ്യത്തിൽ കാണാം. ഇനി ഭാഗവത്തിൽ അവസാനം സംസാര സർപ്പദഷ്ടം. എന്താണ് സംസാരമാകുന്ന സർപ്പം? അതാണ് സർപ്പം, അല്ലാണ്ട് ഒരു പാമ്പ് ഒന്ന് കടിക്കുന്ന കാര്യമല്ല പറയണത്. അതൊക്കെ നമുക്ക് ഓർത്തു വയ്ക്കാനും ഉറങ്ങിപ്പോകാണ്ടിരിക്കാനാണ് ആ രൂപത്തിൽ പറയണത്. സംസാരം എന്നൊക്കെ പറയുമ്പോൾ നമുക്കങ്ങനെ സംസാരം, തക്ഷകം പാമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് പഞ്ചതന്ത്രം കഥ പറയുമ്പോൾ ശ്രദ്ധിക്കുന്നില്ലേ? ഇതാണ് അതുപോലെയാണ്. കാർട്ടൂൺ അവർ ശ്രദ്ധിക്കും. കാരണം എന്താ? അതിൽ ജന്തുക്കൾ വർത്തമാനം പറയുന്നതൊക്കെ കാണുമ്പോൾ അവർക്ക് രസമാണ്. കാരണം അവർക്ക് അവരോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കഥാരൂപത്തിൽ വലിയ കാര്യം പറയുകയാണ്, അല്ലാണ്ട് കഥാപുസ്തകമായിട്ട് കണക്കാക്കരുത്. അപ്പോൾ സംസാരമാകുന്ന സർപ്പത്തിൻ്റെ പിടിയിലാണ് നമ്മളൊക്കെ. അതിന് രക്ഷപ്പെടാനുള്ള വഴിയാണ് പറയണത്. അപ്പോൾ പരീക്ഷത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കഥയാണ്. നമ്മൾ പരീക്ഷത്തുമാരാവണം. ദുഃഖാന്യാലോക്യ ജന്തുഷു അലമുദിത വിവേക. പട്ടരിപ്പാട് പറയും, തനിക്കെന്നെ ദുഃഖം വരണമെന്ന് വാശി പിടിക്കണ്ട. ലോകത്തിൽ ദുഃഖിക്കുന്നവരെ കണ്ടിട്ട് നമുക്ക് പഠിക്കാമല്ലോ. അപ്പം എനിക്ക് ദുഃഖമൊന്നും വന്നിട്ടില്ലെങ്കിലും പരീക്ഷത്തിൻ്റെ ദുഃഖം കണ്ടപ്പോൾ എന്തായി പഠിച്ചു. ബുദ്ധന് ദുഃഖമൊന്നും ഉണ്ടായില്ല, പക്ഷേ സിദ്ധാർത്ഥന് ബുദ്ധനാവാൻ കാരണം മറ്റുള്ളവർക്ക് വരുന്ന ആപത്ത് കണ്ടിട്ടാണ്. മതി, അങ്ങനെയാലും മതി. ഇതേപോലെ മറ്റുള്ളവരുടെ പ്രയാസം കാണുമ്പോൾ ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് എനിക്കും വരും, എനിക്കും രോഗം വരാം, ഇപ്പം വന്നോളന്നില്ല, വരാം, അതറിയണ്ടേ, പ്രായമാവും, അത് മുൻകൂട്ടി കാണുകയാണ്. ഒറ്റപ്പെടാം, ഈ കാണുന്ന സ്വത്ത് സമ്പത്തൊക്കെ നഷ്ടപ്പെടും, ഇപ്പോൾ സ്നേഹിക്കുന്നവരൊക്കെ നാളെ വഞ്ചിച്ചേക്കാം എന്നൊക്കെ ഒന്ന് ആദ്യം അറിഞ്ഞു വെച്ചാൽ എന്തുണ്ട്. അങ്ങനെ എല്ലാത്തിനും സംശയിക്കണം എന്നല്ല പറയണത്, സാധ്യത അവിടെ ഉണ്ട് ഒക്കെ വരും. ഇല്ലെങ്കിൽ നമ്മളത് വിട്ട് പോകണ്ടേ. ആദ്യം അറിഞ്ഞു വെച്ചാൽ കുറച്ച് എളുപ്പമുണ്ട്. അതിനാണ് ഇപ്പം ഒന്നാമത്തെ ഈ സ്കന്ധം തന്നെ. പരീക്ഷത്തെന്ന് പറഞ്ഞാൽ നമ്മളാണ്. പരീക്ഷത്തിന് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായി, നമുക്കൊന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെയൊക്കെയുള്ളൊരു അനുഭവം ഉണ്ടാവും. പരീക്ഷത്തിനെ പോലെ നമ്മളെന്ത് ചെയ്യണം? ഭഗവാനെ ആശ്രയിക്കണം. എല്ലാം വിട്ട് ആശ്രയിക്കണോ? ഒക്കെ അവിടെ ഇരിക്കട്ടെ, പക്ഷെ മനസ്സുകൊണ്ട് വിടുക. എന്നാൽ പിന്നെ പ്രത്യക്ഷത്തിൽ വിട്ടാലും വിഷമം ഉണ്ടാവില്ല. നമ്മളിപ്പം പുറമേക്ക് വിട്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഒരിക്കലും മനസ്സുകൊണ്ട് വിട്ടിട്ടൊന്നുമില്ല. നല്ല ഇങ്ങനെ കുറച്ചിരിക്കുക തന്നെയാണ്. അപ്പം അത് മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്യുക. മനസ്സുകൊണ്ട് മെല്ലെ മെല്ലെ ഇതെൻ്റെ അല്ല, ഒന്നും എൻ്റെ അല്ല, ഈ ശരീരം എൻ്റെ അല്ല, ഒന്നും എൻ്റെ കൺട്രോളിലല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരീരം എൻ്റെ എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ വളർച്ച എൻ്റെ കയ്യിലാണോ? ആണോ? അങ്ങനെ ആരെയും വളരണമെന്ന് വിചാരിച്ചു, ഇങ്ങനെ നിറാവട്ടെ വിചാരിച്ചു. കുറച്ചുകൂടി അതൊക്കെ തോന്നിയ പോലെ നടക്കുകയാണ്. ശരീരം ഇങ്ങനെ വലുതാവുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞ് നിന്നു, പിന്നെ മുടി നരയ്ക്കുന്നുണ്ട്. നരയ്ക്കേണ്ടെന്ന് മോഹമുണ്ട്, പക്ഷേ ഞാൻ ചെയ്യാൻ നമ്മൾ പറയും, എന്ത് ചെയ്യുക? അതൊന്നുമല്ല.
എന്തൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ആരും മരിക്കണമെന്ന് വിചാരിക്കണമില്ല, മരിച്ചു പോകും. അങ്ങനെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഇതൊന്നും അറിയാൻ വലിയ പ്രയാസമുള്ള കാര്യമല്ല, പുസ്തകമൊന്നും ആവശ്യമില്ല. പക്ഷേ അങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് പുസ്തകമൊക്കെ വേണ്ടി വരുന്നത്. അപ്പോൾ അതിനാണ് പരീക്ഷത്തിൻ്റെ കഥ. ഇപ്പോഴും എന്തേ ആയിട്ടുള്ളൂ, സർവസംഘ പരിത്യാഗിയായി ജിജ്ഞാസുവായിട്ടുള്ള ഒരാൾ എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ ഗുരുനാഥനെ ആശ്രയിച്ചു. ഇതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിനാണ് 19 അധ്യായം. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത്രയും അധ്യായങ്ങളൂടെ പറഞ്ഞു. സർവസംഘ പരിത്യാഗിയായി വിഷയങ്ങളുടെ നിസ്സാരത ബോധ്യപ്പെട്ടു. താൻ പ്രധാനെന്ന് കണക്കാക്കിയ വസ്തുവൊക്കെ തന്നെ ബുദ്ധിമുട്ടിക്കുമെന്ന് തിരിച്ചറിഞ്ഞു. ബുദ്ധിമുട്ടിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ തൊടുക. ഒന്ന് രസമാണെന്നുള്ളതുകൊണ്ടാണ് നമ്മളതിനെ ആശ്രയിക്കുന്നത്. അത് അപകടമെന്ന് കണ്ടാൽ പാൽപ്പായസത്തിൽ പല്ലി വീണാൽ കഴിക്കുമോ? പാൽപ്പായസം രസമായിട്ട് തോന്നുന്നത് പല്ലി വീണത് കാണാത്തതുകൊണ്ടാണ്. പല്ലി വീണത് കണ്ടാൽ നമ്മൾ കഴിക്കുമോ? പാൽപ്പായസം തിരുമേനി ഇപ്പം വേണ്ട, ഞാൻ മധുരമൊക്കെ ഒഴിവാക്കി, ഒന്നുമില്ല, എന്നാലും കണ്ട് പല്ലി വീണത് പിന്നെ പറയാൻ വയ്യാത്തതുകൊണ്ട് അത് പറയണില്ല എന്നേ ഉള്ളൂ. ഇത് നമ്മളിപ്പം കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അതിനോടൊക്കെ താല്പര്യം വരുന്നത്. ചിലർ കാണുമ്പോൾ അവരെല്ലാം വിടും. അവിടെ ഭാര്യയുണ്ട്, മക്കളുണ്ട് പരീക്ഷത്തിന്, പക്ഷേ വിട്ടു. കാരണം എന്താ കാരണം? അയാൾക്ക് മനസ്സിലായി ഇതൊന്നും 7 ദിവസം കഴിഞ്ഞാൽ ഉണ്ടാവില്ല, അതുകൊണ്ട് ഇപ്പം തന്നെ വേണ്ട. താൻ മരിക്കുന്നതിൻ്റെ മുമ്പ്, ഈ ശരീരം വീണതിൻ്റെ മുമ്പ് ഇതിനെ വേണ്ടതുപോലെ ഉപയോഗിക്കണം. മനസ്സ് തൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതിൻ്റെ മുമ്പ് ഇത് വേണ്ടതുപോലെ ഉപയോഗിക്കണം. മനസ്സൊക്കെ കയ്യിൽ നിന്ന് പോയിന്ന് വരും. പലതരത്തിലുള്ള ആളുകളെ കാണുന്നില്ലേ? ആ ആളെന്നെ മാറിപ്പോവാറുണ്ട്. ഞാനിപ്പോൾ പ്രധാനമന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. നല്ല മനുഷ്യരായിരുന്നു, നല്ല വിവരം ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ അടി കിട്ടിയപ്പോഴേക്കൊന്ന് വീണപ്പോഴേക്ക് ആൾ മാറി. അപ്പം മനസ്സും എന്തും സംഭവിക്കാം. ഇപ്പം നമ്മുടെ കൺട്രോളിലാണ് കുറേശ്ശൊക്കെ അല്ലേ? ആണോ? കുറച്ചൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അങ്ങോട്ടും. എന്നാലും പൂർണ്ണമായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മളെന്ത് ചെയ്യുക? നമുക്ക് സ്വാതന്ത്ര്യമുള്ള സമയത്ത് ഭാഗവതം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ വലിയ പ്രയാസമില്ലാണ്ട് കഴിയും. മനസ്സ് ശാന്തമായാൽ, ചിത്തം ശുദ്ധമായാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ അവിടെ തീരും. നമ്മുടെ മനസ്സ് തന്നെയാണ് എന്തായി മാറുന്നത്? രോഗമായി മാറുന്നത്, ക്ലേശമായി മാറുന്നതൊക്കെ. സൂക്ഷ്മമായിട്ടുള്ള മനസ്സ് സ്ഥൂലമായിട്ട് ഇങ്ങനെ പുറമേക്ക് ബുദ്ധിമുട്ടാക്കുകയാണ്. നല്ല ചിന്തയോട് കൂടി ഇരിക്കുകയാണെങ്കിൽ, ഈ പഴയതൊക്കെ കുറേ കാലമായിട്ട് ചിന്ത ഉണ്ടാവും, അതവിടെ ഇരിക്കട്ടെ. ഇനിയെങ്കിലും എന്ത് ചെയ്യുക? ഇനിയും അതിലേക്ക് പോകാണ്ട് നല്ല ചിന്തകൾ അങ്ങനെ വളർത്തുകയാണെങ്കിൽ മെല്ലെ മെല്ലെ തീർന്നോളും, ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ തീരും. അപ്പം അതാണ് ഇവിടെ പരീക്ഷിതന്മാരാണ് നമ്മളൊക്കെ എന്ന് വീണ്ടും പറയുകയാണ്. സർവസംഘ പരിത്യാഗിയായി ജിജ്ഞാസുവായിട്ടുള്ള ശിഷ്യൻ എന്നാണ്. ജീവിതത്തിന് അർത്ഥം എന്തിന് ഞാൻ ഇവിടെ ജനിച്ചു? അത് സാർത്ഥകമാവണം. വെറുതെ അങ്ങോട്ട് വന്ന് കുറച്ച് ദിവസം നിന്ന് അങ്ങോട്ട് മരിച്ചു പോകേണ്ട ആളല്ല ഞാൻ എന്ന് പരീക്ഷത്തിന് തോന്നുകയാണ്. അല്ലായിരുന്നെങ്കിൽ പരീക്ഷത്ത് ആ കൊട്ടാരത്തിലിരിക്കുകയായിരുന്നു, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുക. എന്തായാലും മരിക്കുകയാണ്, നല്ല മരണമായിക്കോട്ടെ എന്ന് കരുതിയിരിക്കുകയുള്ളൂ. നമ്മളെപ്പോലെ അല്ല. അദ്ദേഹം കാട്ടിലേക്ക് പോയി. 7 ദിവസമുണ്ട്, വേണ്ടതുപോലെ അത് ഉപയോഗിക്കണം, ഈശ്വരനെ അറിയണം എന്നുള്ള വിചാരം, സമാധാനമായിട്ടിരിക്കണം എപ്പോഴും എന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ട്. അതാണ് മുക്തി, ആ മോക്ഷേച്ഛ. അങ്ങനെ അദ്ദേഹം എല്ലാം വിട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത. അതാണ് അധികാരി. അധികാരം. എന്തിനുള്ള അധികാരം? ഭഗവാനെ കിട്ടാനുള്ള അധികാരം എന്താ? എല്ലാം ഉപേക്ഷിക്കാനുള്ളതാണ്. അപ്പോഴേക്ക് അവിടേക്ക് ശ്രീശുകരെത്തി. ശ്രീശുകരോട് ചോദിച്ച ചോദ്യം, എല്ലാ വിധത്തിലും മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യണം? നമ്മളെ കഥയാണെന്നർത്ഥം. എന്ത് ചെയ്യരുത്? ഇതാണ് ചോദ്യം. നമുക്ക് വേണ്ടി ചോദിച്ചു. നമ്മളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. മരണത്തെപ്പറ്റി അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ പേടിച്ചോ? ഇല്ല, അത്രയേ ഉള്ളൂ. നമ്മളാരും ജനിക്കണമെന്ന് കരുതി ജനിച്ചതല്ല. ജനിക്കുന്ന സമയത്ത് നമ്മൾ വിഷമിച്ചിരുന്നോ? നമുക്കറിയില്ല, ഉണ്ടാവില്ല. മരിക്കുമ്പോഴും അത്ര തന്നെയുള്ളൂ. നമ്മളെപ്പോഴും ഉണ്ട്, അതിനൊരു മാറ്റം ഒരിക്കലും ഉണ്ടാവില്ല. അതിൻ്റെ രൂപത്തിൽ മാറ്റം ഉണ്ടാവാം. ഗർഭത്തിലിരിക്കുമ്പോൾ ഈ രൂപമാവില്ല, ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ 7 വർഷം കഴിയുമ്പോൾ കോശങ്ങളൊക്കെ മാറുന്നുണ്ട് പൂർണ്ണമായിട്ടെന്നാണ്. അപ്പോൾ അങ്ങനെയാകുമ്പം എത്ര പ്രാവശ്യം നമ്മൾ മരിച്ചു, അപ്പോഴൊന്നും ദുഃഖിച്ചില്ല. മുടി നരയ്ക്കുമ്പോഴും ചെറിയ ദുഃഖമല്ലേ ഉള്ളൂ. വരിയാനേഷത്തെ പ്രശ്ന കൃതോ ലോകഹിതം നൃപ. പരീക്ഷത്ത് ചോദിക്കുകയാണ്. പരീക്ഷത്ത് ചോദിച്ചതിനുള്ള മറുപടി പറയുകയാണ് ശ്രീശുകർ. നമ്മളൊക്കെ മരണത്തെ ഭയപ്പെടുന്നുണ്ട്, ഭയപ്പെടേണ്ട കാര്യം ഇല്ല എന്നാണ് ഇനി അവസാനം ശ്രീശുകർ പറയണ ആ ഒരു ഭാഗം. പരീക്ഷത്തെ പശുബുദ്ധിമിമാം ജഹി. അവിടെ വിവരമുള്ളവരാരും മരണത്തെ ഭയപ്പെടില്ല. വിവരമില്ലാത്തവർക്കാണ് ഈ പേടി. എന്തിനാണ് ഭയപ്പെടുന്നത്? മരണം എന്നുള്ള വാസ്തവത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. മുടി നരയ്ക്കണത് നമ്മൾ ഭയപ്പെടുന്നുണ്ടോ? വിഷമമൊക്കെ ഉണ്ട്, അത്ര ഭയമൊന്നുമില്ല. പഴയ മുടി പോയി ദുഃഖമുണ്ടോ? പഴയ പല്ല് പോയി ദുഃഖമുണ്ടോ? ചെറിയൊരു ദുഃഖം, അത്രയൊക്കെ ദുഃഖിക്കണ്ടോ.
അതല്ലാതെ വസ്ത്രം മുഷിഞ്ഞു, അത് വലിച്ചെറിഞ്ഞു, അതിന് നമ്മളില്ലാണ്ടാവുണ്ടോ? ഇല്ല. നമ്മൾ വസ്ത്രം ഞാനാണെന്ന് വിചാരിക്കുക, അത്രയ്ക്ക് അതിൽ മമതയുള്ളപ്പോഴാണ് അയ്യോ എന്നാൽ ആ സാരി 1964 വാങ്ങിയ ആ സാരി അത്രയ്ക്ക് മമത വെച്ചോണ്ടാ. അല്ല ഞാൻ എന്താ ആ മമത വെക്കുന്നതനുസരിച്ചാണ് ഈ പ്രശ്നം. ആ സാരിയിൽ പോലും എന്ത് ചെയ്തു, ഞാൻ എന്ന് കണക്കാക്കി. നമ്മളതാണ് ബുദ്ധിമുട്ട്. ഈ ശരീരത്തിൽ മാത്രമല്ല, അടുത്തുള്ള ആളുടെ ശരീരത്തിൽ ഞാൻ. അങ്ങനെയുണ്ട്. ഭാര്യയിൽ, മക്കളിൽ, അതൊന്നും ഞാനല്ലല്ലോ. എന്നാൽ പോലും ഭാര്യ ഒന്ന് വിടാൻ പുറപ്പെടുമ്പോഴേക്കും നമ്മൾ വേണം, കുറച്ച് സ്നേഹമൊക്കെ വേണം, വേണ്ടെന്നല്ല. മക്കളുടെ കാര്യത്തിലും ഇനി അതും പോരായിട്ട് വേറുള്ളവരുടെ കാര്യത്തിലും ഇരിക്കുന്ന കസേരയുടെ കാര്യത്തിൽ വരെ അത് ജഡമായൊരു വസ്തുവാണ്. പക്ഷേ 10 മിനിറ്റ് ഇരുന്നപ്പോഴേക്കും നമ്മളൊന്ന് പോയി തിരിച്ചു വരുമ്പോഴേക്കും ആരെങ്കിലും ഇരുന്നാൽ നമുക്ക് ദേഷ്യം. എൻ്റെ കസേര ഒന്നല്ല, എന്ത് കസേര ആരുടെ. പക്ഷെ നമുക്ക് ചെറിയൊരു വിഷയത്തിൽ പോലും ഇങ്ങനെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിൽ എനിക്കുള്ള മമത, എൻ്റെ ദേശത്തോട്, എൻ്റെ കുടുംബത്തോട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ജഡമായ വസ്തുവിൽ പോലും ഞാൻ എന്ന് കണക്കാക്കിയിട്ടാണ് ഈ വിഷമം മുഴുവൻ ഉണ്ടാവുന്നത്. അത് പ്രധാനമായിട്ടുള്ളത് ശരീരത്തിലാണ്. പിന്നെ മറ്റുള്ളവരിലും, ഭാര്യയിലും മക്കളും ഇതൊക്കെ എപ്പോഴേ ഉണ്ടായി. ജനിക്കുമ്പോൾ ഭാര്യയുടെ കൂടിയ അല്ലല്ല, അത് കുറേ കഴിഞ്ഞു, അങ്ങനെ ഒന്നിനെ കിട്ടി, അതുവരെയും അതിന് തലവേദന വന്നൊരു കുഴപ്പമില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ തലവേദന വരുമ്പോൾ വിഷമമുണ്ട്. അത് തന്നെ മനസ്സിലായിക്കൂടെ? ഞാൻ കൽപ്പിച്ചു, അതിൽ ഞാൻ കൽപ്പിക്കുമ്പോഴാണ് വിഷമം. അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ പറയുമ്പം എളുപ്പമാണെങ്കിലും ഇത് അനുഭവത്തിൽ പ്രയാസമാണ്. ഇതൊക്കെ നമ്മൾ ഉത്തരം പറയുന്നതാണ്. പ്രഭാഷണമൊക്കെ ചില പറയാറുണ്ട്, പറയാനൊക്കെ എളുപ്പം തന്നെ. ഇതൊന്നും നടക്കണ കാര്യമല്ല. എന്നാ വേണ്ട, അത് നടക്കണ കാര്യമല്ല പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിത് നടന്നവരൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയൊന്നും നമ്മൾ ലോകത്ത് തന്നെയല്ലേ അധികം വ്യവഹരിക്കുന്നത്, ശ്രദ്ധിക്കുന്നത് ലൗകികന്മാരായിട്ടുള്ള ആളുകളുടെ കൂടെ തന്നെയാണെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള മഹാപുരുഷന്മാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നും നടക്കാത്ത കാര്യമൊന്നുമല്ല, പക്ഷെ നമുക്കതിൽ താല്പര്യമില്ല എന്നുള്ളതാണ്. ഇനി നമ്മുടെ കാര്യം തന്നെ നോക്കിയാൽ ഇതൊക്കെ കേൾക്കും തോറും പൂർണ്ണമായിട്ട് സന്യസിക്കാനും തോന്നണില്ലെങ്കിലും കുറേയൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവണില്ലേ? അപ്പോൾ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആശ്വാസമുണ്ട്. ഇതിപ്പൊന്നും അനുഭവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ബുദ്ധിതലത്തിൽ അറിയുമ്പോൾ തന്നെ എന്തുണ്ട്, കുറച്ചൊക്കെ ഒരു സമാധാനമുണ്ട്. കുറച്ച് മുന്നോട്ട് പോയാൽ അത് പൂർണ്ണമാവും എന്നർത്ഥം. ഇവിടെ പരീക്ഷത്തിൻ്റെ ചോദ്യം അതാണ്. മരണഭയം ഇപ്പം പരീക്ഷത്തിനുണ്ട്. അതിനി അവസാനം ശ്രീശുകർ പറയാണ്, പശുബുദ്ധി ഒഴിവാക്കൂ, അതൊക്കെ വിവരമില്ലാത്തവരുടെ ബുദ്ധിയാണ്. മനുഷ്യനായാൽ എന്ത് ചെയ്യരുത്, ആ ഭയം പാടില്ല. അങ്ങയെ തക്ഷകൻ എന്നല്ല, ഒന്നും കടിക്കില്ല. അങ്ങയെ കടിക്കില്ല പറഞ്ഞാൽ ശരീരത്തെ കടിക്കും. അതിപ്പോൾ കടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, എന്തൊക്കെ അസുഖം വരുന്നുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അങ്ങയെ കടിക്കില്ല എന്നാണ്. അങ്ങ് ശരീരം എന്ന് വിചാരിക്കുമ്പോഴേ കുഴപ്പമില്ല, അങ്ങ് ശരീരമല്ല. ഇനി തക്ഷകനിലും അങ്ങയിലും എന്നിലുള്ളതാരാ? അതാ ഞാനാണ്. ഏത് ഞാൻ? അഹം ബ്രഹ്മാസ്മി ആണ്. അഹന്തല്ല, ഭഗവാൻ. അതെങ്ങോട്ട് പോവാൻ, എന്തില്ലാണ്ടാവാൻ? അതുകൊണ്ട് അങ്ങ് ദുഃഖം ഒഴിവാക്കൂ എന്ന് പറയുന്ന സമയത്ത് ഉടനെ തന്നെ അത് അനുഭവത്തിൽ വന്നു. പരീക്ഷത്ത് പറയുകയാണ്, എനിക്കിപ്പോൾ ഒന്നിനും പേടില്ല എന്നാണ്. അഭയം ദർശിതം ത്വയാ സിദ്ധോസ്മി അനുഗൃഹീതോസ്മി. ഇതാണ് അനുഭൂതി. ഞാൻ സിദ്ധനായിരിക്കുന്നു, അനുഗ്രഹീതനായിരിക്കുന്നു, എനിക്ക് തക്ഷകനെയും പേടില്ല, അടുത്തത് മരണത്തെയും പേടില്ല. മരണമാണ് തക്ഷകൻ എന്ന് പറഞ്ഞത്. മരണഭയം എനിക്ക് നീങ്ങി എന്ന് പറഞ്ഞു. ഇതാണ് ഭാഗവതം കേട്ടാലുള്ള ഫലം. പണ്ടൊരിക്കൽ കഥ പറഞ്ഞപ്പം പരീക്ഷത്തിനെ തക്ഷകം കടിച്ചു പറഞ്ഞപ്പം ആ കേട്ടാൾ അങ്ങോട്ട് നീറ്റു എന്ന് ചോദിച്ചു. അവസാനം ഒരു കടിച്ചുവോ? ഇയാൾ കരുതുന്നത് വെച്ചാൽ 7 ദിവസം മൊത്തം ഭാഗവതം കേട്ടപ്പോൾ തക്ഷകം വന്ന് പിന്നെ ലജ്ജിച്ച് തിരിച്ചു പോയി, കടിച്ചില്ല. പരീക്ഷത്ത് ഇങ്ങനെ എല്ലാ കാലവും സിനിമയിലൊക്കെ കഥ അങ്ങനെ ആയിരിക്കും, മരിക്കാണ്ടിരിക്കുക. അങ്ങനെ ഉണ്ടാവില്ല. തക്ഷകൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നാലും മരിക്കും. അത്രയേ ഉള്ളൂ. നമ്മളിപ്പം മരിക്കാണ്ടിരിക്കൊന്നുമില്ല. ആരായാലും എത്ര വലിയ കേമന്മാർ എന്തൊക്കെ ചെയ്തു എന്നിട്ടോ അവർ മരിക്കാണ്ടിരുന്നു. വലിയ കേമന്മാരാണ്, എന്തൊക്കെയോ മരിക്കാണ്ടിരിക്കാനൊക്കെ എത്രയോ ഓപ്പറേഷൻ ചെയ്തു, പല മരുന്നും കഴിച്ചു, വളരെ ശ്രദ്ധിച്ചൊക്കെ കഴിഞ്ഞു, എന്നിട്ടോ മരിച്ചു. അവസാനം എന്താണെന്ന് ചോദ്യം. എന്നിട്ട് എന്തുണ്ടായി? അവസാനം മരിച്ചു. എല്ലാവരുടെ കഥ തന്നെയാണ്. അത് വിവരമുള്ളവനാണെങ്കിലും വിവരമില്ലാത്തവനാണെങ്കിലും സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും അതില്ലാണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പം അതുകൊണ്ട് മരിക്കാണ്ടിരിക്കൽ അത് ശരീരത്തിൻ്റെ കാര്യത്തിൽ സാധ്യമല്ല. പക്ഷേ ഞാൻ മരിക്കാത്തവനാണെന്നുള്ളത് അറിയാം എന്നാണ്. അതാണ് വേണ്ടത്. അതാണ് ശ്രീശുവർ ഇവിടെ ബോധിപ്പിച്ചു കൊടുക്കുകയാണ് പരീക്ഷത്തെ. വരീയാനേഷത്തെ പ്രശ്ന കൃതോ ലോകഹിതം നൃപ ആത്മവിത് സമ്മത പുംസാം ശ്രോതവ്യാദിഷു യഃ പരഃ. ആദ്യം ചോദിച്ച ആളെ ഒന്ന് നല്ലോണം പുകഴ്ത്തുകയാണ്. കാരണം നല്ല ചോദ്യമാണ് ചോദിച്ചു വെച്ചാൽ അവരെ പുകഴ്ത്തണം. കാരണം ആ വക ചോദ്യം, ഈ വക ചോദ്യം ആവശ്യമാണ്. ആരും ഇങ്ങനെയൊന്നും ചോദിക്കാറില്ല. അധികം പേരും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നേരെയാവാൻ എന്താ വഴി, മാർക്ക് കിട്ടാൻ എന്താ വഴി, മക്കൾ നേരെയാവാൻ എന്താ വഴി, ലോട്ടറി അടിക്കാൻ എന്താ വഴി, കല്യാണം കഴിഞ്ഞില്ല എന്താ പുഷ്പാഞ്ജലി, എന്താ മന്ത്രം ജപിക്കൊണ്ടു എന്നൊക്കെ ചോദിക്കുക.
തെറ്റൊന്നുമില്ല കേട്ടോ, ഇതൊന്നും തെറ്റല്ല. നമുക്കത്രയൊക്കെ ചിന്തിക്കാൻ തോന്നണുള്ളൂ. അതല്ലാതെ മനഃശാന്തി ഇല്ല. ഈ ജന്മം ലാഭമാവാൻ എന്താ വഴി, ഇങ്ങനെ ചോദിക്കാറുണ്ടോ? ഉണ്ടോ? ഇനിയിപ്പോൾ അനുഗ്രഹിക്കുകയാണെങ്കിലും എല്ലാവരും അനുഗ്രഹിക്കുക എങ്ങനെയാണ്? കല്യാണമൊക്കെ കഴിയട്ടെ, മക്കളൊക്കെ ഉണ്ടാവട്ടെ, കാരണം ജീവൻ മുക്തനാവട്ടെ, ആരെങ്കിലും അല്ലേ പോട്ടെ, ഭക്തി ഉണ്ടാവട്ടെ എന്നെങ്കിലും അനുഗ്രഹിക്കാറുണ്ടോ? അങ്ങനെ കാണാറില്ല. സമാധാനമായിട്ടിരിക്കാൻ പറ്റട്ടെ, ഏയ് ഒന്നുമില്ല. കുടുംബം കൂട്ടലൊക്കെ ആയിട്ട് അങ്ങനെ, അതാണ് അർത്ഥതാണ്. കാരണം അങ്ങനെ അനുഗ്രഹിക്കുള്ളൂ. അതാണ് അതിലത്തെ വിഷയം എന്ന് പറഞ്ഞ അർത്ഥം. അധികം പേർക്ക് അതിലപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള കഴിവൊന്നും സാധാരണക്കാർക്കില്ല. പക്ഷെ അങ്ങേക്കതുണ്ട്. അതാണ് എനിക്ക് അങ്ങയോട് ഇഷ്ടം തോന്നുന്നത്. വരിയാൻ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ചോദ്യം ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് ആണ്. ഗുഡ് എന്ന് പറഞ്ഞാൽ നന്നായി, ബെറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി കേമായി, ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് കേമാവല്ല. അങ്ങനെ ചോദ്യം അങ്ങ് ചോദിച്ചത്. കൃതോ ലോകഹിതം നൃപ. എന്തുകൊണ്ടാണ് കേമായി എന്ന് പറയാൻ കാരണം എന്നറിയോ? അവനവന് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും ഞാനത് കേമാന്ന് പറയില്ല. ലോകഹിതം നൃപ. എത്ര പേര് ഇപ്പം കേൾക്കും, നമ്മളൊക്കെ ഇരുന്ന് കേൾക്കാൻ കാരണക്കാരൻ ആ പരീക്ഷത്തിൽ ചോദിച്ചുകൊണ്ടാണ്. ലോകത്തിന് വേണ്ടിയുള്ളൊരു ചോദ്യം ചോദിച്ചു. ലോകന് നേരെയാവാൻ എന്താ വഴി, മനുഷ്യന് നേരെയാവാൻ എന്താ വഴി, മനുഷ്യൻ്റെ ജന്മം സഫലമാവാൻ എന്താ വഴി, തൃപ്തി ആണ്, പൂർണ്ണമായിട്ടൊരു തൃപ്തി, കൃതാർത്ഥനാവാൻ എന്താ വഴി. ഈ ഒരു ചോദ്യമല്ലേ ചോദിച്ചത്, നന്നായി. ഇവിടെ ലോകത്ത് കേൾക്കാൻ അനവധി കാര്യങ്ങളുണ്ട്. ശ്രോതവ്യാദീനി രാജേന്ദ്ര നൃണാം സന്ധി സഹസ്രശഃ. എത്ര ചാനലുകളുണ്ട്, എത്ര സീരിയലുണ്ട്, എത്ര സിനിമകളുണ്ട്. ഇതൊക്കെ കണ്ടു തീരലായിട്ടുണ്ടോ? ഉണ്ടാവില്ല. അതിപ്പോൾ നമ്മൾ മരിച്ചാൽ അത് തീരില്ല. ഇതൊക്കെ കാണലാണ് ലക്ഷ്യം, ധന്യ ജീവിതം എന്ന് പറഞ്ഞ് പുറപ്പെട്ടാൽ അവസാനം നിരാശനായിട്ട് കണ്ണടക്കേണ്ടി വരും. എന്തൊക്കെ കേൾക്കാണ്ട്, എന്തൊക്കെ കാണാണ്ട്, പുസ്തകങ്ങളാണെന്ന് വെച്ചാൽ അനവധിയുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയി അപശ്യതാം ആത്മതത്വം, തന്നെപ്പറ്റി അറിയാതെ മരിച്ചു പോവുകയാണ്. എല്ലാവരെ പറ്റി അറിയാം, അയാളാരാ, മറ്റാളാരാ നമുക്ക് ഇഷ്ടമുണ്ട്, അയാളെ അച്ഛനെ എവിടെയാണ്, അമ്മയെ എവിടെയാണ് ഒക്കെ അറിയാം. തന്നെ പറ്റി അറിയില്ല, ഞാനാരാ, അങ്ങനെ ഇവിടെ മരിച്ചു പോവുകയാണ്. ആത്മതത്വം തന്നെക്കുറിച്ചറിയാതെ അങ്ങോട്ട് പോവുക. ലോകവിഷയങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ച് എന്നെപ്പറ്റി അറിയാതെ, അല്ലെങ്കിൽ ആത്മാവിനെ പറ്റി അറിയാതെ, ഭഗവാനെ പറ്റി അറിയാതെ, താൻ എന്തിന് ജനിച്ചു എന്ന് ശ്രദ്ധിക്കാതെ മരിച്ചു പോവുകയാണ് അധിക പേരും പതിവ്. നിദ്രയാ ഹ്രിയതേ നക്തം. രാത്രി മുഴുവൻ കിടന്നുറങ്ങും. വ്യവായേന ച വാവയ ദിവാച അർത്ഥേഹയാ രാജൻ. രാത്രി കിടന്നുറങ്ങട്ടെ, സാരല്ല. എന്നാൽ പകലൊന്ന് ഈശ്വരനെ ധ്യാനിച്ചൂടെ? ഏയ് കാശുണ്ടാക്കാൻ ഓടി നടക്കുകയാണ്. ജീവിത ലക്ഷ്യം തന്നെ കുറേ കാശുണ്ടാക്കിയാൽ എന്തോ ആയി എന്ന് കരുതി അതിൻ്റെ പിന്നാലെ അങ്ങനെ ഓടുകയാണ്. കുറേ പണം ഉണ്ടായാൽ സുഖമായിട്ടിരിക്കാം എന്നുള്ള വിചാരത്തിൽ അങ്ങനെ കഷ്ടപ്പെടും. പണം ഉണ്ടാക്കുന്നതനുസരിച്ചിട്ട് വലിയ രോഗം വരുന്ന പറയുക. എന്താണ്? അത്രയേ ഉള്ളൂ. ആ ഭാഗത്തിന് കുറച്ച് പണം ഉണ്ടാക്കിയാൽ ആ രീതിയിലുള്ള രോഗം, കുറേ പണം ഉണ്ടാക്കിയാൽ അത് ചിലവാക്കാനുള്ള രോഗം വരിക. ഇങ്ങനെ ഓരോരുത്തരും കഷ്ടപ്പെടുകയാണ്. രാവിലെ മുഴുവൻ പണം ഉണ്ടാക്കാനായിട്ട് ഓടുന്നു, രാത്രി മുഴുവൻ കിടന്നുറങ്ങി കഴിയുന്നു. ജീവിതം രാവും പകലും അങ്ങനെ തീരല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഭഗവാനെ ധ്യാനിക്കാൻ, ഭഗവാൻ എന്നുള്ളത് പോട്ടെ, തന്നെപ്പറ്റിയൊന്ന് ചിന്തിക്കാൻ, തൻ്റെ ജീവിതം ഇപ്പോൾ നേരെയാവണമാണോ നടക്കുന്നത്, ഇപ്പോൾ എത്ര വയസ്സായി എനിക്ക്, ഞാൻ ഇത്രയും കാലം എന്തൊക്കെ ചെയ്തു, ഇതൊക്കെ വേണ്ടത് തന്നെയാണോ, ഇനിയിപ്പോൾ എത്ര ഉണ്ടാവും, ഇതെങ്ങനെയാണ് ഇപ്പോൾ കഴിയണ്ടു എന്നെങ്കിലും ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിക്കണുണ്ടോ ചോദിച്ചാൽ നമ്മളെ കാര്യമില്ല. നമ്മളിതേ ചിന്തിക്കുന്നുള്ളൂ, നമ്മളല്ലല്ലോ വിഷയം. പട്ടെ ഇത് ഭാഗവതം കേൾക്കാത്തവരുടെ കഥ പറയല്ലേ. ആര് ചിന്തിക്കുന്നു? പറഞ്ഞു കൊടുത്താൽ പോലും ലേശം പോലും വില വയ്ക്കില്ല. നിദ്രയാ ഹ്രിയതേ നക്തം വ്യവായേന ച വാവയ ദിവാചാർത്ഥേഹയാ രാജൻ. ജീവിത ലക്ഷ്യം ഇതാണ്. കുറേ കഴിക്കുക, കുറേ കുടിക്കുക. രോഗം വരുമ്പോൾ അത് അപ്പാലോചിക്കാമെന്ന്, അതൊക്കെ അപ്പാലോചിക്കാം. അവരൊക്കെ അപ്പം പോയി കാണണം. നിരാശരായി ദുഃഖിച്ച് വിഷമിച്ച് അന്ന് താൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എന്നവർ പറയും ചെയ്യും. ഈ ഇപ്പം പറയാണ്, ഇപ്പം കയ്യിൽ ഇന്ദ്രിയങ്ങൾക്ക് നല്ല ബലമുണ്ട്, കയ്യിൽ കാശുണ്ട്, ബന്ധുക്കളുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ തൻ്റെ ഇടം, ഈ അഹങ്കാരമൊക്കെ. അങ്ങനെ അഹങ്കാരം കാണിക്കുന്നവരുടെയൊക്കെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ അവരൊക്കെ എത്ര നിസ്സാരന്മാരാണ് നമുക്ക് മനസ്സിലാവും. അതാണ് ലോകത്തിൻ്റെ അവസ്ഥ. ജീവിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? കുറേ ഭോഗം അനുഭവിക്കലാണ് ജീവിതം എന്ന് വിചാരിക്കുകയാണ്. അല്ല, അതല്ല സത്യം. കുറേ എന്തൊക്കെ ഉണ്ടോ ലോകത്ത് അതൊക്കെ കഴിക്കുക, നടക്കും. അത് നടക്കില്ല. കുറേ പിന്നെയും ബാക്കിയുണ്ടാവും. എല്ലാ സ്ഥലങ്ങളും കാണുക, അതിനൊരു അവസാനം ഉണ്ടോ? കണ്ടു കഴിഞ്ഞാൽ സന്തോഷമാവുമോ? നമ്മളൊക്കെ എത്ര സ്ഥലം കണ്ടു എന്നിട്ടോ ഇപ്പോഴും കുറച്ചൊന്നൊക്കെ ബാക്കിയുണ്ടാവും ഇല്ലേ? സിംഗപ്പൂർ ഒന്ന് കാണണമായിരുന്നു. എനിക്ക് അതും കൂടി അതൊന്നല്ല. അത് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേക്കും ആസ്ട്രേലിയ ഗെയിമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിംഗപ്പൂർ കണ്ട സന്തോഷം പോയി, പിന്നെ ആസ്ട്രേലിയ കാണുന്നതായി. എത്ര പെട്ടെന്ന് കഴിഞ്ഞു. ഈ ലോകമൊന്നും കണ്ടു തീരുമില്ല. ഇനി കണ്ടാൽ തന്നെ അതുകൊണ്ടൊന്നും തൃപ്തിയാവുമൊന്നുമില്ല.
ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ജീവിതം എന്നാണ് നമ്മുടെ ധാരണ. പലർക്കും പലതാവും ധാരണ. എന്തെങ്കിലുമൊക്കെ ആകാശത്തിലൂടെ പറക്കുക, ഹെലികോപ്റ്ററിൽ കയറി താഴത്തേക്ക് ചാടുക, നമുക്ക് പേടിയാവും. ഓരോരുത്തർക്ക് ഓരോന്നാണ്. വെള്ളത്തിനുള്ളിൽ കൂടെ പോകും. ഇതൊന്നും തെറ്റെന്നല്ലോ പറയണത്. അവർ പറയും ഇയാൾ ഭാഗവതം വായിച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. അത് പരിഹസിക്കല്ല, ഓരോരുത്തർക്കും ഓരോന്നാണ്, അത്രയേ ഉള്ളൂ. ഇങ്ങനെ നടക്കുകയാണ്. പകല് മുഴുവൻ പണിയെടുക്കുന്നു. എന്തിനു ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം? ജീവിക്കാൻ. ജീവിക്കണുണ്ടോ? ഇല്ല. ഒരു പണിയെടുക്കാണ്ട് വെറുതെ ഇരിക്കലാണെന്ത്? അതാണ് എന്താ പറയാത്തത്? അത് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വെച്ചത് അത് ശരിയല്ല എന്നാണ്. അതല്ല, അതാണ് ശരി എന്നാണ്. ഒരു പണിയെടുക്കാണ്ട് അങ്ങനെ സമാധാനമായിട്ടിരിക്കണം. അതാണ് നമ്മൾ. ഒരു പണിയെടുക്കാണ്ടിരിക്കുക പറഞ്ഞാൽ എന്താ? ഉടനെ വിചാരിക്കുക എന്താ? മൊബൈൽ നോക്കിയിരിക്കുക. വിശ്രമിക്കുക പറഞ്ഞാൽ എന്താ? വിശ്രമിക്കുക പറഞ്ഞാൽ മൊബൈൽ നോക്കിയിരിക്കുക. വെറുതെ ഇരിക്കുക പറഞ്ഞാൽ കുറ്റം പറഞ്ഞിരിക്കുക. അതല്ല പറഞ്ഞത്. ഒന്നുമില്ല, ഒരു ചിന്തയും ഇല്ലാണ്ടിരിക്കുക. അതാണ് വേണ്ടത്. അത്രയേ വേണ്ടൂ. മനസ്സ് പൊന്താണ്ട് ഭഗവാനെ തന്നെ ചിന്തിച്ച് എന്ന് പറഞ്ഞാൽ ബോധത്തെ മാത്രം ശ്രദ്ധിച്ച് ഒന്നിലേക്കും മനസ്സളകാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും ഒന്ന് വന്നാൽ അങ്ങോട്ട് പോവുകയും മനസ്സ് അത് പോവാതെ പോകുമ്പോഴേക്കും അത് താൻ തിരിച്ചറിയണം. നമ്മൾ അറിയണില്ല. നമ്മൾ പോയി ഒട്ടി അവസാനം ഒക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചറിയണത്. പോകുമ്പോഴേക്കും അറിയണം, ഉടനെ തിരിച്ച് വീണ്ടും കൊണ്ടുവരിക. പണ്ട് രമണ മഹർഷിയുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, മനസ്സിനെ അടക്കാൻ എന്താ വഴി? അടക്കാനായിട്ടൊക്കെ ഇരിക്കും. പിന്നെ മനസ്സങ്ങോട്ട് പോയി കുറേ 2 മണിക്കൂർ കഴിയുമ്പോഴേ മനസ്സിലാവും ആ മനസ്സൊക്കെ എവിടെയോ അടക്കായിരുന്ന ആളാണ്. ധ്യാനിക്കാന്നാണ് പറയണത്. എവിടെയോ പോയി എന്തൊക്കെയോ കണ്ടു പോരുകയാണ്. എന്താ വഴി ചോദിച്ചു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നപ്പോൾ അദ്ദേഹം ഒരു പെട്ടിയിൽ 2-3 അണ്ണാൻകുഞ്ഞുങ്ങളുണ്ട്. അത് പുറത്തേക്ക് ചാടി പോകും. ഇയാൾ പിടിച്ചുകൊണ്ട് വരും, വീണ്ടും അതിൽ വയ്ക്കും. അപ്പോഴേക്കും മറ്റത് പോയി. എന്നാലും കഷ്ടപ്പെട്ട് പോയി ഇതിനെടുത്ത് കൊണ്ടുവന്ന് വീണ്ടും അതിൽ വയ്ക്കുമ്പം നേരത്തെ ചോദ്യം ചോദിച്ച ആൾ അവിടെ എത്തി. അപ്പോൾ അവരോട് പറഞ്ഞു, താൻ ചോദിച്ചില്ലായിരുന്നോ എന്താ വഴിയെന്ന്? ഇതന്നെയാണ് വഴി. എന്തിനാ ഈ അണ്ണാൻകുഞ്ഞിനെ പിടിച്ചതിലിടണമെന്ന് ചോദിച്ചു. അത് പുറത്തേക്ക് പോകണമെന്ന് എന്താ വെച്ചാൽ അതിനറിയില്ലല്ലോ പുറത്ത് പൂച്ചണ്ടെന്ന്. ആണ്, അതെനിക്കല്ലേ അറിയുള്ളൂ. അണ്ണാൻകുഞ്ഞിനെ അറിയില്ല പുറത്ത് പൂച്ചണ്ടെന്ന്. ഇതുപോലെ മനസ്സ് പല ദിക്കിലും പോയി ഒട്ടിയാലുള്ള അപകടം നമ്മൾ അപ്പറിയില്ല. പൂച്ചണ്ടെന്നുള്ള കാര്യം അണ്ണാനറിയില്ല, പക്ഷേ മഹർഷിക്കറിയാം. അപ്പോൾ അതിന് ആപത്ത് വേണ്ടാച്ചിട്ട് അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ എന്നാലും മനസ്സെന്ത് ചെയ്യും? അതങ്ങനെ പോയി പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളെ പോലെ പെരുമാറുകയാണ്. പകൽ മുഴുവൻ പണിയെടുക്കുകയാണ്. ജീവിക്കാൻ എന്നാണ് പറയണത്. ജീവിക്കണമെന്നൊന്നും കാണുന്നില്ല. ഇനി അത് കഴിഞ്ഞാൽ റിട്ടയറായ വേറെ എവിടെയെങ്കിലും പോയി അവിടുത്തെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, അങ്ങനെ എന്നിട്ട് അതിൽ അവിടുന്ന് വിടണില്ല. ഒന്നും വേണ്ടാന്നല്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലൊന്നും. പക്ഷേ അതല്ല പറയണത്. അഹന്ത പോകണില്ല എന്നാണ് പറയണത്. കാരണം വെറുതെ ഇരിക്കാൻ പറ്റണില്ല. അങ്ങനെ ചെയ്ത് ഇപ്പം പറ്റണില്ല. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് വെറുതെ ഇരുന്ന് ശീലിക്കും. വെറുതെ ഇരിക്കുക പറഞ്ഞാൽ മടിയനായിട്ടിരിക്കുക എന്നുള്ളതല്ല കേട്ടോ പറയണത്. അതിലേക്ക് നമ്മൾ പോവുക. അതല്ല, അടങ്ങിയിരിക്കാൻ പറ്റണം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് അടങ്ങിയിരിക്കുകയാണ്. പലരും വായിക്കണു, നമ്മൾ അടങ്ങിയിരിക്കണില്ലേ? നമ്മുടെ കാര്യത്തിലും മനസ്സിങ്ങനെ പലതും കാണിക്കുക, അതിലിടപെടാണ്ട് മനസ്സിനെ തന്നെ നോക്കി നിൽക്കുക. അതാണെന്ത്? അതാണ് വിശ്രമം. അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഇരിക്കാൻ നമുക്ക് പറ്റണില്ല. അതാണ് ദുഃഖത്തിനൊക്കെ കാരണവും. സുഖമായിട്ടിരിക്കുക എന്ന് പറയുമെങ്കിലും ആരും സുഖിക്കുന്നില്ല. ഒരു കാര്യവും ആസ്വദിച്ച് ചെയ്യുന്നുമില്ല. ചോദിച്ചു നോക്കൂ, ജോലി ചെയ്യുന്നുണ്ട്, സുഖിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ അയാളോട് ചോദിച്ചു നോക്കൂ, ജോലി എന്താ? ഒന്നും പറയണ്ട, അവിടെ ഒരാളുണ്ട്, കണ്ടാമൃഗം. ഇയാളുടെ ഈ പുറപ്പെട്ട് പോണതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ആസ്വദിച്ച് വളരെ സന്തോഷമായിട്ട്. അല്ല, ഒട്ടും ഇഷ്ടമല്ല. ഒന്ന് VRS എടുത്താലോ എന്ന് ആലോചിക്കുക. ഞാൻ എടുക്കൊന്നുമില്ല, കുറേ ആലോചിക്കും. പിന്നെന്തിനത്? എന്നാലിത് കഴിഞ്ഞാൽ സുഖമാവും. എന്ത് സുഖം? അതൊന്നുമില്ല. എപ്പോഴും ദുഃഖം തന്നെയാണ്. ഒരാൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെട്ട് അങ്ങനെ പണിയെടുക്കുമ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ പണിയെടുക്കണം? ഒന്ന് ആസ്വദിച്ച് സാവധാനമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒരു അല്ലേ അങ്ങനെ ആയിക്കോട്ടെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും കഴിക്കണ്ടേ? എന്നായിക്കോട്ടെ. കഴിക്കുമ്പോൾ പോയി നോക്കി, ഇയാൾ വാരി വലിച്ച് കഴിക്കുകയാണ്. ആകെ പരിഭ്രമിച്ച് കഴിക്കണം. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിക്കണു? പണിയെടുക്കണ്ടേ? രണ്ടുമില്ല. പണിയെടുക്കണമില്ല, കഴിക്കണമില്ല. അയാളത് അറിയണില്ല, പക്ഷെ മറ്റയാൾ അറിയുന്നുണ്ട്. വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ടും നടക്കണില്ല. അയാളെ കാര്യം കഷ്ടമാണ്. രണ്ടുമില്ല. പണിയെടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ, കഴിക്കുമ്പം പണിയെടുക്കണ്ടേ. 2 പണി നേരാവണ്ണം നടക്കുന്നില്ല. ഇതാണ് നമ്മളുടെയൊക്കെ അവസ്ഥ. നിദ്രയാ ഹ്രിയതേ നക്തം വ്യവായേന ചവാവയഃ. പക്ഷെ ശ്രദ്ധിക്കണം, നമുക്ക് പോസ് ചെയ്യാൻ പറ്റില്ല. വയസ്സേ നിർത്താൻ പറ്റുമോ? അവിടെ 25 നിൽക്കട്ടെ. അതങ്ങനെ പോവുകയാണ്. അതങ്ങനെ പോവുക. അവിടെ വലിയ പ്രശ്നം. അതുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിക്കാം. പറ്റില്ല, കാരണം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിദ്രയാ ഹ്രിയതേ നക്തം വ്യവായേന ചവാവയഃ
ദിവാചാർത്ഥേ ഹയാരാജൻ കുടുംബഭരണേനവാ. കുടുംബം ഭരിക്കലാണ് കേമത്തെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ഭാഗവതമൊന്നും വായിക്കുന്നില്ലെങ്കിൽ കുടുംബം നോക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം കുടുംബം നോക്കണ്ടെന്നല്ലേ. ഇനിയിപ്പോൾ ഇതിൽ കുഴപ്പം എന്താ വെച്ചാൽ ഇതങ്ങോട്ട് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളെങ്ങോട്ട് പോകും, നമ്മളത് വിമർശിക്കാൻ അങ്ങോട്ട് പോകും. പണ്ട് നമ്മളത് ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ പല ചോദ്യം കാണുമ്പോൾ നമ്മളിപ്പോൾ എന്തായി എന്ത് പറയുമ്പോൾ എനിക്ക് ഉടനത് വരും. എങ്ങനെയൊക്കെയാണ് ഒരാൾ ഇതിനെ കാണുക എന്നുള്ളത് വന്ന് അതിൻ്റെ മറുപടിയും കൂടി പറയേണ്ടി വരികയാണ്. അപ്പോൾ കുടുംബം നോക്കണ്ടാന്നല്ലേ, തിരുമേനി ഡൈവേഴ്സ് ചെയ്യാനല്ലേ പറയണത്. ഞാൻ അങ്ങനെയൊന്നും അതൊന്നുമല്ല പറയണത്. ഇനി അങ്ങനെ വിചാരിച്ചാൽ നടക്കൊന്നുമില്ല, നടക്കേണ്ടത് ഇനി നടക്കുള്ളൂ. കുടുംബം നോക്കേണ്ട ഇതാണെങ്കിൽ നോക്കേണ്ടി വരും, ഇനി അതല്ലെങ്കിൽ ഉണ്ടാവില്ല. പക്ഷെ അത് തന്നെയാണ് താൻ, അതില്ലെങ്കിൽ താനില്ല എന്നുള്ള വിചാരം. കുടുംബഭരണേനവാ, കുടുംബം ഭരിക്കുന്നു, ഞാൻ ജീവിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും. അവരോട് ചോദിച്ചു നോക്കും, ഇങ്ങനെ ഒരു മനുഷ്യൻ എവിടേക്കും കൊണ്ടുപോകില്ല. അല്ല, എൻ്റെ കാര്യമല്ല പറയണത്, നീ അങ്ങോട്ട് നോക്കണ്ട. അല്ല, അങ്ങനെ ചോദിച്ചു നോക്കും, വെറുതെ ചോദിച്ചു നോക്കും, ഒന്നുമില്ല. ആ പരാതി തീർന്ന സമയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ വിചാരിക്കണത് അവർക്ക് വേണ്ടി ഒന്നുമില്ല, അവനവന് വേണ്ടി ജീവിക്കുക. അങ്ങനെ വേണ്ട, ഭാര്യയ്ക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ ഒന്നും, അവനവന് വേണ്ടി ജീവിക്കുക. അത് തന്നെയാണ് മുഖ്യം. സ്വാർത്ഥരാവണം. എന്താവണം? നമ്മളൊക്കെ സ്വാർത്ഥം എന്ന് പറയുന്നത് നമ്മളാരും സ്വാർത്ഥരല്ല. സ്വാർത്ഥത പറഞ്ഞാൽ എന്താ? തനിക്ക് വേണ്ടി താൻ സമാധാനമായിട്ടിരിക്കുക. അതാണ്. താൻ സമാധാനമായിട്ടിരുന്നാൽ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ എന്തായി? അപ്പോഴേ ആവുള്ളൂ. താൻ സുഖമായിട്ടിരുന്നാൽ എല്ലാവർക്കും സുഖമാണ്. അത് തിരിച്ചറിയില്ല. നമ്മൾ ബാക്കിയുള്ളവർക്കൊക്കെ സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. താൻ സമാധാനമായിട്ടിരുന്നാൽ എല്ലാവർക്കും എന്താണ്? എല്ലാവർക്കും അത് സുഖമാണ്, സമാധാനമാണ്. അതാണ് വേണ്ടത്. ദേഹാപത്യകളത്രാദിഷു ആത്മസൈന്യേഷു അസത്സ്വപി. ദേഹം അപത്യം, കളത്രം, ദേഹം ശരീരം, അതാണ് ആദ്യത്തെ പ്രയാസം. പിന്നെ ഭാര്യ, കുട്ടി, പിന്നെ ബന്ധുക്കൾ, ഇതൊക്കെ സൈന്യങ്ങളായിട്ടാണ് പറയുന്നത്. അവരായിട്ട് സൈന്യം. ഇയാൾ മുന്നിൽ നടക്കണു, ബാക്കിയുള്ളവർ പിന്നാലെ അങ്ങനെ നടക്കുകയാണ്. അസത്സ്വപി തേഷാം പ്രമത്തോ നിധനം പശ്യന്നപി ന പശ്യതി. അതിലൊക്കെ ഭ്രമിക്കുക. അവർക്ക് നഷ്ടം വരുമ്പോൾ തനിക്ക് നഷ്ടം വന്നെന്ന് വിചാരിക്കുക. അവർ വീഴുമ്പോൾ താനും വീണു പോവുക. വീണ്ടും 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 പ്രശ്നങ്ങളിലേക്ക് തന്നെ. കർമ്മം ചെയ്താൽ പ്രശ്നം നിശ്ചയുണ്ട്. ഇപ്പോഴുള്ളത് ഒഴിവാക്കണ്ട, അതങ്ങനെ പോട്ടെ. അത് മെല്ലെ മെല്ലെ ഒഴിവാകുമ്പോൾ അങ്ങോട്ട് പോയിക്കോട്ടെ വെച്ചാൽ മതി. അതുകൊണ്ട് ഉള്ള കർമ്മം ഒഴിവാക്കണം എന്നല്ല, അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്ത് അതങ്ങോട്ട് നിൽക്കട്ടെ. പുതുതായിട്ടൊന്നും തുടങ്ങാണ്ടിരിക്കുക ആണ്. മനസ്സതിൽ തുടങ്ങണ്ടെന്നല്ലോ പറഞ്ഞത്. അതല്ല അർത്ഥം. തുടങ്ങിയാലും മനസ്സതിൽ പെടാണ്ട നോക്കുക. നമ്മുടെ മനസ്സമാധാനമല്ലേ വേണ്ടി അവരത്. നിധനം പശ്യൻ അഭി ന പശ്യതി. പലരും വീഴ്ച സംഭവിക്കുമ്പോഴും തനിക്ക് വീഴ്ച ഉണ്ടാവുമെന്ന് വിചാരിക്കാണ്ടിരിക്കുക. അതാണ് വലിയ വിഷമം. മരണം കണ്ടാലും തനിക്കുണ്ടാവില്ല വിചാരിക്കുക. നമ്മുടെ ഉള്ളിലുണ്ടത്. മരിക്കുമ്പോഴും നമുക്ക് ഞാൻ മരിക്കും തോന്നുന്നുണ്ടോ? ഞാൻ എന്തായാലും 10-300 കൊല്ലം, അത്രയൊന്നും ഇല്ലെങ്കിൽ 100 കൊല്ലം എന്തായാലും ഞാനങ്ങനെയൊന്നും. ചിലരൊക്കെ പറയാറുണ്ട്, എത്ര ചെറുപ്പക്കാരനാണ്, എത്ര വയസ്സായി? 72 വയസ്സേ ഉള്ളൂ. ഈ വല്യമ്മയ്ക്ക് 88 അപ്പോൾ അയാളാരായി? അപ്പോൾ ഏറെക്കുറെ തൻ്റെ പ്രായം വെച്ച് കണക്കാക്കാൻ ചെറു പ്രായം. രസം. മരിക്കുമ്പോഴും താൻ മരിക്കുന്നുള്ള ചിന്ത ഉണ്ടാവണില്ല. അതൊക്കെ പറയുന്നേ ഉള്ളൂ. താൻ മരിക്കുന്നുള്ള ചിന്ത ആർക്കും ഇല്ല. നല്ല കാര്യം അത്. എന്താ ചിന്ത വരാത്തതെന്നറിയോ? നമുക്കൊക്കെ ബോധത്തിന് ബോധ്യമുണ്ടെന്ത്? ഞാൻ മരിക്കാത്തവനാണ്. അത് ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. താൻ മരിക്കില്ലടോ. എന്താണ്? താൻ മരിക്കില്ല എന്നുള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. അതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ട്, നമുക്കറിയാം. അതായത് പക്ഷെ അത് നമുക്ക് അറിവോട് കൂടി അറിയല്ല. എന്താണ്? അങ്ങനെയല്ല. നമ്മളതൊരു പറഞ്ഞത് വ്യക്തമാവുണ്ടോ, മനസ്സിലാവുണ്ടോ? യക്ഷപ്രശ്നത്തിലൊരു ചോദ്യമാണ്. ധർമ്മപുത്രരോട് ചോദിച്ചു, ഏറ്റവും വലിയ അത്ഭുതം എന്താ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, താജ്മഹലൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത്, അഹന്യഹനി ഭൂതാനി ഗച്ഛന്തി ഹയമാലയേ ശേഷാഹ സ്ഥാവരമിച്ഛന്തി കിമാശ്ചര്യമതപ്പരം. ദിവസവും ഇവിടുന്ന് ഫ്ലൈറ്റ് പോകുന്നുണ്ട് ഈ മലോകത്തേക്ക്. എന്നും ആൾ മരിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരാൾ പോലും താൻ ഇങ്ങനെ മരിക്കും എന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. രണ്ടർത്ഥമാണ് അതിൽ. ഒന്ന്, രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കുക. വിവേകാനന്ദ സ്വാമി പറയും അത് ഒരർത്ഥത്തിൽ നല്ല കാര്യമായിട്ടാണ് പറഞ്ഞത്. കാരണം അവർക്കൊക്കെ ബോധമുണ്ട്, ബോധ്യമുണ്ട്, ഞാൻ മരിക്കാത്തവനാണ് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ഒരർത്ഥം. മറ്റൊരർത്ഥം, ഈ ലൗകിക വിഷയങ്ങളോടുള്ള ആ ചേർച്ച കൊണ്ട് ഞാനങ്ങനെ മരിക്കൊന്നുമില്ല, ഞാനിവിടെ ഉണ്ടാവും എന്തായാലും, ഈ ഒരു ചിന്ത. അതാണ് ദുഃഖം. തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി. അതുകൊണ്ട് പരീക്ഷത്തെ ചോദിച്ചത് എന്താ വെച്ചാൽ,
ഭരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യണം എന്നല്ലേ പറഞ്ഞുതരാം. തസ്മാത് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടതെന്നാണ് താല്പര്യം. തസ്മാത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടെന്ന് അർത്ഥം. അതുകൊണ്ടേന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പ് എന്തോ പറഞ്ഞാൽ അതുകൊണ്ടെന്ന് പറഞ്ഞ അർത്ഥം തന്നെ പറയുന്നത് ശ്രദ്ധിക്കണം എന്നാണ്. അങ്ങനെയൊക്കെയാണ് അതുകൊണ്ടേ എന്ന് പറഞ്ഞാൽ ഇനി ശ്രദ്ധിക്കണം. തസ്മാത് ഭാരത, നമ്മുടെ ഭാഗ്യമാണ് ഈ ഭാരതത്തിൽ ജനിക്കാൻ പറ്റിയതുകൊണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് ഇത്ര സുലഭമായിട്ട് ഇത്ര ഗ്രന്ഥങ്ങളൊന്നും മറ്റു രാജ്യങ്ങളിലില്ല. ഈ വക ചർച്ചകളൊന്നും അവിടെ അധികം നടക്കില്ല, വളരെ കുറച്ച് മാത്രം. അവിടെയൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ എന്നാൽ തന്നെ എല്ലാം നേടിക്കഴിഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്യുക. എന്താണ് ഇനിയിപ്പോൾ എന്താ വേണ്ട മരിക്കുക, അങ്ങനെയല്ല. എന്നാൽ പിന്നെ ഇരുന്നാലെന്താ, അത് പറ്റണില്ല. അതാണ് അവിടുത്തെയൊക്കെ പ്രശ്നം. തസ്മാത് ഭാരതവംശത്തിൽ ജനിച്ചവനെ സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി, സർവാത്മാവായിരിക്കുന്ന ഭഗവാൻ. അവിടെയും ശ്രദ്ധിക്കണം ഈ പദങ്ങളൊക്കെ. എവിടെയെങ്കിലും മുകളിൽ ആകാശത്തിൽ ഇങ്ങനെ ഇരിക്കുക, നമ്മളൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് അങ്ങനെയല്ല. സർവാത്മാ ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എല്ലാവരിലുള്ള ആ ഭഗവാനെ, ഈശ്വരോ ഹരിഹി, ആ ഭഗവാനെ അറിയുക. ഈശ്വരനാണ്, അദ്ദേഹമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഒരു വ്യക്തിയായിട്ട് കാണണമെന്നില്ല. അവിടെ പറയുമ്പോഴാണ് പലർക്കും നമ്മളോട് എതിരഭിപ്രായം ഉണ്ടാവുക. അങ്ങനെയാണോ, എന്നാൽ ഞങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഗുരുവായൂരപ്പനിലെ ഭക്തി തോന്നുന്നില്ലല്ലോ. തെറ്റല്ല അത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതൊക്കെ ഉള്ളിലാണ്, പുറമെയല്ല ഈ വിഷയം. അതുകൊണ്ട് സർവാത്മാ ഭഗവാൻ ഒരു വ്യക്തിയായിട്ടൊന്നും കാണണ്ട. സർവാത്മാവായ ഭഗവാൻ ഈശ്വരോ ഹരിഹി, ആ ഈശ്വരനെ പറ്റി, ആ ഹരിയെ പറ്റി. ഹരി എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടിയാക്കുന്നവൻ അർത്ഥം. നമ്മൾ ഭഗവാനെ ഭജിക്കണം തന്നെ കുറേ ഉണ്ടാവാനാ. ഭഗവാന്റെ പേരനെന്താ? വെള്ളമൊക്കെ ഇല്ലാണ്ടിയാക്കുന്ന ആളാണ് ഭഗവാൻ. ഹരി എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടിയാക്കുന്നവർ. എന്തില്ലാണ്ടിയാക്കുക? കാമം, ക്രോധം, ലോഭം, ഈർഷ്യ, അസൂയ, ഇതൊക്കെ ഇല്ലാണ്ടിയാക്കുക. ഒന്നും ഉണ്ടാക്കാൻ ആർക്കും സാധിക്കും. ഇല്ലാണ്ടിയാക്കാൻ പറ്റും. അജ്ഞാനം ഇല്ലാണ്ടിയാക്കാം. ജ്ഞാനം ഉണ്ടാക്കാൻ പറ്റുമോ? ജ്ഞാനം ഇവിടെ ഉണ്ട്, സമാധാനം ഇവിടെ ഉണ്ട്, പക്ഷെ നമുക്കത് അനുഭവിക്കാൻ പറ്റണില്ല. വെളിച്ചമുണ്ട്, പക്ഷേ അതിൻ്റെ പുകക്കുഴലേ, അതിൽ ഈ കരി വന്ന് പിടിച്ചിട്ട് വെളിച്ചം കാണുന്നില്ല, അനുഭവിക്കാൻ പറ്റണില്ല. വെളിച്ചം ഉണ്ട്. ആരം എത്ര വലിയ പാപിയാണ്, ഉള്ളിൽ ശുദ്ധ, പക്ഷെ പുറമെ എന്താവാണ്? ആ അന്ധക്കരണത്തിലാണ് കറ, മനസ്സിലാണ് എന്ത് ഈ അഴുക്ക്. അതൊഴിവാക്കിയാൽ മതി. അതാണ് ഇവിടെ പറയണത്. ഹരിഹി, ഇല്ലാണ്ടിയാക്കുന്നവൻ, അജ്ഞാനം ഇല്ലാണ്ടിയാക്കുന്നവൻ, ദുഃഖമില്ലാണ്ടിയാക്കുന്നവൻ. ആ ഭഗവാനെ പറ്റിയാണ് കേൾക്കേണ്ടത്. ഭഗവാനെ പറ്റി കേൾക്കണം, ഭഗവാനെ പറ്റി പറയണം, ഭഗവാനെ പറ്റി സ്മരിക്കണം എന്നാണ്. ഏതാവാൻ സാഖ്യയോഗാഭ്യാം, പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു കിട്ടും. അതാണ് ഏത് യോഗം കൊണ്ടാണെങ്കിലും അവസാനം ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ചിലപ്പം ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞോളന്നില്ല എന്ന് മാത്രം. ഓരോന്ന് ആദ്യം മൂക്ക് പിടിച്ചിരിക്കൂ, ഇനി മേപ്പോട്ട് നോക്കുമോ നോക്കാൻ ചിലപ്പോൾ പറയുമായിരിക്കും തുടക്കത്തിൽ. എന്ത് പേരിൽ പറഞ്ഞാലും, സാഖ്യം എന്ന പേരിലും യോഗം എന്ന പേരിലും, ഇനി കുണ്ടലിനി ശക്തി ഉണർത്തുക എന്നുള്ള പേരിലാണെങ്കിലും, ഇനി മറ്റ് പലതരത്തിൽ പ്രാണായാമാണെങ്കിലും, എന്ത് പേര് വിളിച്ചാലും അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? ഏതാവാൻ, ഇതാണ് സാഖ്യയോഗാഭ്യാം. ഇനി സ്വധർമ്മം അനുഷ്ഠിക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെയും താല്പര്യം എന്താ? ധർമ്മം അനുഷ്ഠിക്കുക, കർമ്മം യോഗമായിട്ട് ചെയ്യൂ, ചെയ്യണ കർമ്മം ഭഗവാനിൽ അർപ്പിച്ചും കൊണ്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ താല്പര്യം ഇതന്നെയാണ്. ജന്മലാഭ പരപുംസാം, ഈ ജന്മം ലാഭമാവാനുള്ള വഴി അന്തേ നാരായണ സ്മൃതി, അവസാനത്തിലെങ്കിലും എന്താ അർത്ഥം? അതിൻ്റെ അർത്ഥം നാരായണ സ്മൃതി എന്താ അർത്ഥം? അവസാനത്തിലെങ്കിലും ആ ഭഗവാന്റെ തിരുനാമം ഒന്ന് ജപിക്കാൻ സാധിച്ചാൽ അത് സാധാരണക്കാരോട് പറയുമ്പോൾ അങ്ങനെയാണ് പറയുക. ശരിക്കും പറഞ്ഞാൽ നാരായണ സ്മരണ, ഭഗവാനാണ് എല്ലാമായിരിക്കണതെന്ന് മരിക്കണതിൻ്റെ മുമ്പെങ്കിലും അറിയണം. അതാണ് ഇപ്പോൾ പറയേണ്ട താല്പര്യം. അതാണ് ശരിക്കും എന്താണ്. ഇപ്പോഴും നമ്മളത് പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടില്ല. എല്ലാവരിലും ഭഗവാനെ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? എല്ലാവരെയും അടുത്ത ഫ്ലാറ്റിലുള്ള അത് പറഞ്ഞു, അയാളെ വെച്ച് ബാക്കിയുള്ളവരിലൊക്കെ അയാൾക്ക് എന്താ പ്രശ്നം? ചിലരിൽ നമുക്ക് പറ്റണില്ല. അതാ അത് കുറച്ച് പേരിൽ പറ്റണുണ്ടല്ലോ. കുറച്ചുകൂടി അങ്ങോട്ട് കഴിയട്ടെ, നല്ലോണം അഭ്യസിക്കുക. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് മരിക്കണതിന് മുമ്പ് എല്ലാം എന്താണ്? നാരായണനായിട്ട് കാണണം. കാണണം എന്നല്ല, നാരായണനാണ് തിരിച്ചറിയണം. എന്താണ് കാണണം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അപ്പോൾ അതിലൊരു വിഷയം എന്താ ചോദിച്ചാൽ, നമുക്ക് നാരായണനായിട്ട് കാണുക പറയുമ്പോൾ നമ്മളെന്താ കാണുക? അപ്പം ഒരു അമ്മയെ കാണുമ്പോൾ ആ അമ്മ ചതുർബാഹുവായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് രൂപം മാറി ഗുരുവായൂർ, അങ്ങനെ നമ്മൾ വിചാരിക്കുക. അതല്ല താല്പര്യം. നാരായണനായിട്ട് കാണണം, ശിവനായിട്ട് കാണരുത്, അങ്ങനെയൊന്നുമല്ല. അങ്ങോട്ടൊന്നും പോകരുത്. ആരെ കാണുമ്പോഴും ഏത് ഒരു പിശാച് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ അതിനെ കാണുമ്പോഴും അതിലും നാരായണൻ. അത്രയും. നായയെ കാണുമ്പോൾ നായും നാരായണൻ, ആനയെ കാണുമ്പോൾ ആനയും. ആനയിൽ ആ സ്വഭാവം കാണിക്കുക, നായയിൽ ആ സ്വഭാവം കാണിക്കുക, മനുഷ്യരിൽ ആ സ്വഭാവം കാണിക്കുക. എല്ലാത്തിലും ഉള്ളതും തന്നെയാണ്, നാരായണൻ തന്നെയാണ്. അതറിയണം. അതാ പറഞ്ഞത്. ഫാനിലാവുമ്പം തിരിയും, വൈദ്യുതി തന്നെയാണ്.
ആ വൈദ്യുതി ഫാനിലൂടെ തിരിയുകയാണ് ചെയ്യുന്നത്. ബൾബിലോ കത്തും. ഉപാധി ഭേദമനുസരിച്ച് അതിൻ്റെ പ്രകടനം വ്യത്യാസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. വസ്തു തന്നെയാണല്ലോ, സംശയമുണ്ടോ? അതിൽ സംശയിക്കരുത്, അതറിയണം. പണ്ട് ജ്ഞാനേശ്വരനോട് ചോദിച്ചു, എല്ലാം ബ്രഹ്മമാണെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, അപ്പോൾ ഈ പോത്ത് ബ്രഹ്മാവൂലേ ചോദിച്ചു. അല്ല, എരുമ, പോത്തല്ല. എന്തായാലും ശരിക്കും പറയേണ്ടത് എന്താ, ഈ ഉദാഹരണം പറയേണ്ടത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എന്താ സംശയം എന്ന് ചോദിച്ചു. എന്നാൽ അത് വേദം ചൊല്ലുമോ ചോദിച്ചു. അതിലും സംശയമൊന്നുമില്ല. പോത്ത ഈ എരുമ അങ്ങോട്ട് വേദം ചൊല്ലാൻ തുടങ്ങി. സഹസ്രശീരുഷാ പുരുഷ എന്നൊക്കെ പറഞ്ഞു. അയാളുടെ ശക്തിയാണ്, അത് കാണിച്ചു കൊടുത്തതാണ്. അങ്ങനെ തനിക്ക് സംശയം ഉണ്ടെങ്കിൽ കാണിച്ചാൽ അയാൾക്കത് അങ്ങനെ ആയാലും ബോധ്യമുള്ളൂ വെച്ചാൽ പിന്നെ അങ്ങനെ. അവസാനം ആ എരുമയെ കൊണ്ടുവന്ന ആൾ പറഞ്ഞു, ഈ എരുമയെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വയ്യ, ഇത് വീട്ടിൽ നിന്നാൽ പ്രയാസമാണ്. അവസാനം ജ്ഞാനേശ്വരൻ കൊണ്ടുപോയി എന്നാണ് ആ എരുമയെ. എന്നിട്ട് താൻ വ്യാഖ്യാനമൊക്കെ രചിച്ച് അതിനെ ചൊല്ലി കേൾപ്പിക്കും, അതത് കേട്ട് മറുപടിയൊക്കെ പറയുന്നതാണ് എന്ന് പറഞ്ഞ അർത്ഥം. ഇതിലും കഥയിൽ ഭ്രമിക്കണ്ട. അപ്പോൾ പിന്നെ നമ്മളങ്ങോട്ട് പോകും, എരുമ വേദം ചൊല്ലി. മനുഷ്യൻ വേദം ചൊല്ലാത്തവരില്ലേ, അപ്പം എരുമ വേദം ചൊല്ലും ചെയ്യും, അത്രയേ ഉള്ളൂ. താല്പര്യം എന്താ വെച്ചാൽ എല്ലാത്തിലുള്ളതും തന്നെയാണ് ബ്രഹ്മം. അത് പലതരത്തിൽ പ്രകാശിക്കുന്നു, അതാണ് പറഞ്ഞത്. ഇത് മരിക്കുന്നതിൻ്റെ മുമ്പെങ്കിലും മനസ്സിലാക്കണം. ജന്മലാഭപരപുംസാം, അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ ജന്മം ലാഭമായി. അപ്പോൾ ഉടനെ നമ്മൾ അർത്ഥമെടുക്കണം, അങ്ങനെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജന്മം നഷ്ടം ആണ്. നഷ്ടപ്പെടുത്തണോ ലാഭാക്കണം, അതാണ് ചിന്തിക്കേണ്ടത്. ജന്മലാഭപരപുംസാം അന്തേ നാരായണ സ്മൃതി, അവസാനത്തിലെങ്കിലും ഇതറിയണം എന്നാണ്. അവസാനം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ കണക്കാക്കും, നീണ്ടല്ല സമയം, എത്രയല്ലേ ആയുള്ളൂ, ചെറുപ്രായം, ഇനി എത്ര ഉണ്ട്, എത്ര വയസ്സുണ്ട്. ഇപ്പം തന്നെ നമ്മളെ കഥ എന്താ, പഴയ പോലെ ഒന്നല്ല. പണ്ടുള്ള ആളുകൾക്ക് വലിയ ക്ഷീണമൊന്നും അങ്ങനെ അധികം കാണില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രഷറിൻ്റെ ഗുളിക, ഷുഗറിൻ്റെ ഗുളിക 12 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ തന്നെ ക്ഷീണം, ഡിപ്രഷൻ, LKG കുട്ടിക്ക്. അങ്ങനെയൊക്കെയാണ് ഇപ്പം, പണ്ടത്തെ പോലെയല്ല. നമുക്ക് പറയാൻ പറ്റുമോ എന്നായിരിക്കും അന്ത്യം, ഒന്നും പറയാൻ സാധിക്കില്ല. എങ്ങനെയായിരിക്കും ചിന്തിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുമോ, എന്തെങ്കിലും പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമോ, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അന്തേ എന്ന് പറഞ്ഞ് നിൽക്കണ്ട, ഒരു 10 കൊല്ലം കൂടി കഴിയട്ടെ, ഇപ്പോഴൊന്നും വേണ്ട. സ്വതവേ ഒരു ധാരണ തന്നെ ഉണ്ട്, സപ്താഹമൊക്കെ കേൾക്കാൻ പോവുക പറഞ്ഞാൽ അത് പ്രായമായിട്ടേ പറ്റുള്ളൂ എന്ന് തന്നെ ഉണ്ട്, ഇല്ലേ? അങ്ങോട്ടാ പോകണു സപ്താഹം കേൾക്കാൻ, അതിനത്രയൊക്കെ പ്രായമായോ അമ്മയ്ക്ക് ആണ്. അതൊരു പ്രായമായാൽ, ചെവി കേൾക്കാണ്ടായാൽ പോയിരിക്കേണ്ട സ്ഥലമാണ്. അങ്ങനെ ഒരു പൊതുവെ അങ്ങനെ ഒരു പൊതുവെ ഉണ്ട്. അങ്ങനെ ഇതൊന്നും ഇരിക്കുമ്പം സ്വസ്ഥമായിട്ട് സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഈ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയുള്ളപ്പം കേൾക്കരുത് എന്നൊരു ധാരണ ഉണ്ട്. അതുകൊണ്ട് അന്തേന്ന് പറഞ്ഞ അർത്ഥം എന്താ, ആദ്യേന്നർത്ഥം. ഇപ്പം തന്നെ ഇരിക്കുമ്പം ആദ്യ നാരായണ സ്മൃതി. ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. എപ്പോഴേ ഉള്ളൂ നമുക്ക് സ്വാതന്ത്ര്യം? ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഉറങ്ങുമ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടോ? ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുമ്പോൾ ഇന്ന സ്വപ്നം ആയിക്കോട്ടെ, അതൊന്നുമില്ല. അതിൻ്റെ ബാക്കി നാളെ കാണാം, അങ്ങനെയൊന്നുമില്ല. അത് സീരിയൽ കാണാം, അങ്ങനെ ഓരോന്നോരോന്ന് ബാക്കി. സ്വപ്നത്തിൽ നമുക്ക് പറ്റുമോ? ഉണർന്നിരിക്കുമ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടോ ചോദിച്ചാൽ അതിലും ശരിക്കും പറഞ്ഞാൽ വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല. എന്നാലും നമുക്ക് പണ്ട് തോന്നുന്ന സമയത്തെങ്കിലും എന്ത് ചെയ്യണം, അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ സമയത്ത് അതിൽ ശ്രദ്ധിക്കുക. അന്തേ നാരായണ സ്മൃതി, യാതൊന്നു കാണുമ്പോൾ തതു നാരായണ പ്രതിമ എന്ന് പറഞ്ഞാൽ പ്രതിമയായിട്ട് കാണുന്നല്ല, എന്ത് കാണുന്നു അത് ബ്രഹ്മം. മനസ്സ് എവിടെയെങ്കിലും പോയി ഒട്ടണുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പോയി തറക്കില്ല, എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ ഓരോ ദിക്കിൽ പോയി തട്ടുമല്ലോ, അതാരാണ്? അത് ഈശ്വരൻ അങ്ങോട്ട് കണക്കാക്കിയ പിന്നെ അവിടെ രാഗവും ദ്വേഷവും ഇല്ല. രാഗവും ദ്വേഷവും ഉണ്ടായാൽ നമ്മളെ ബന്ധിക്കും, അത് പ്രയാസമായിട്ട് മാറും. മമത ഉണ്ടാവും, ഒന്ന് വേണം തോന്നും, ചിലത് വേണ്ട തോന്നും, ഇയാൾ ഇവിടെ വന്നത് പ്രശ്നമായി തോന്നും, ചിലർ പോയാൽ മതിയായിരുന്നു തോന്നും. ഇതൊക്കെ പ്രശ്നമാണ്. ഇതൊക്കെ എൻ്റെ മനസ്സിനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് ഈശ്വരൻ അങ്ങോട്ട് കണക്കാക്കുമ്പോൾ പിന്നെ മനസ്സൊന്നില്ല, മനസ്സിളകില്ല. അത് നമ്മൾ ഭാവിച്ചെടുക്കൊന്നും വേണ്ട, അതാണ് സത്യം. ഇപ്പോൾ നമ്മൾ കുറച്ചൊരു ഭ്രാന്തുള്ളതാണ് പ്രശ്നം, അത് ഒഴിവാക്കേ വേണ്ടൂ. ഇതൊരു ഭ്രമാന്ന് വിചാരിക്കേണ്ട. ചില ധാരണ അതൊരു വിചാരമല്ലേ, തോന്നലല്ലേ? അല്ല, തോന്നലല്ല, അതാണ് സത്യം. നമുക്ക് തോന്നണില്ല, അതുകൊണ്ട് തൽക്കാലം ഇപ്പം കൃത്രിമമായിട്ടെങ്കിലും ഒന്ന് ചെയ്യൂ, ഭാവന ചെയ്യൂ. അതാണ് താല്പര്യം. അതാണ് അന്തേ നാരായണ സ്മൃതി. പ്രായമാവേണ്ടെന്നർത്ഥം. അവന് കാത്തു നിൽക്കണ്ട. അലാറടിയൊന്നുമില്ല, മരിക്കാറായ അലാറടിയോ? അങ്ങനെ സൗകര്യമായിരുന്നു. ഇത്രയും കൂടി പരീക്ഷത്തിന് കിട്ടിയ പോലെ നമ്മുടെ അടുത്ത് വന്ന് 7 ദിവസം കൂടി ആട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എന്നാൽ പിന്നെ അതില്ലല്ലോ, ഒന്നുമില്ല. വരും വിളിക്കും ഞാൻ പോകും, ഒന്നുമില്ല. വന്ന് വിളിച്ചാൽ പോകുക എന്നല്ലാതെ നമ്മൾ ഒരുങ്ങാതെ പോകണ ഒറ്റ പോക്കത് മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എടുത്തു വെച്ചു. എത്ര ഒരു സത്സംഗം കണ്ട് പറഞ്ഞ ബാഗ് എന്ന് എടുത്തു വെച്ചു.
ഓരോന്നോരോന്ന് പിന്നെ 2 വെക്കാൻ മറന്നുപോയി, പിന്നെ എടുത്ത് വയ്ക്കുന്നു ഒരുങ്ങുന്നു. എന്നാൽ ഈ യാത്രയ്ക്ക് എന്തില്ല, ഒന്നും ശരിയാക്കിയില്ല. വിളിച്ചു പോയി, നോട്ടീസ് തരില്ല. അങ്ങനെ കണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇന്ന ദിവസം ഞാൻ വരും, കാലം പറയുകയാണേ, ബുധനാഴ്ച 12:15 ഞാൻ വരികയാണ്. നമുക്കങ്ങനെ വരും. അതതില്ല, ഒന്നു പോയി. ഇതാണ് ഇന്ന ദിക്കിൽ മരിക്കാൻ പാടില്ല, അങ്ങനെ ഉണ്ടോ? ഇത് ശ്രീകോവിലാണ്, മരിക്കാൻ പാടില്ല ഉണ്ടോ? ഫോൺ വിളിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടാവും. ഇവിടെ ഫോൺ ഉപയോഗിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത് എന്നൊക്കെ ഉണ്ടാവും. മരിക്കരുതെന്ന് എഴുതി വയ്ക്കാൻ പറ്റില്ല. എവിടെ വേണമെങ്കിലും മരിക്കാം. അപ്പം അതുകൊണ്ട് മരണം വരെ കാത്തു നിൽക്കണ്ട, പ്രായമാവാൻ കാത്തു നിൽക്കണ്ട. ഇപ്പം ഉള്ളതുണ്ട്, ഇത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാളത്തെ കാര്യം അറിയില്ല. കഴിഞ്ഞത് നോക്കും വേണ്ട, കഴിഞ്ഞുവല്ലോ. അതുള്ളതല്ല, കഴിഞ്ഞു. ഓർമ്മയിൽ മാത്രമേ അതുള്ളൂ. അത് സത്യമല്ല. ഇപ്പോഴത് മാത്രം സത്യം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമല്ലാണ്ടായി, കഴിഞ്ഞു, ആ സമയം കഴിഞ്ഞില്ലേ. അതുകൊണ്ട് വളരെ കരുതി വേണം ജീവിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. പ്രായേണ മുനയോ രാജൻ നിവൃത്ത വിധിഷേതതഃ നൈർഗുണ്യസ്ഥാരമന്ദേ സ്മഗുണാനുകഥനേ ഹരേ ഇതം ഭാഗവതം നാമ പുരാണം. 2 തരത്തിൽ വ്യാഖ്യാനിക്കും. ഇതം ഭാഗവതം നാമ പുരാണം, അതാണ് അന്വയം. അങ്ങനെ 2 തരത്തിൽ അന്വയിക്കാം. ഇത് ഭാഗവതം എന്ന് പേരായ പുരാണമാണ്. നല്ല പരമവൈഷ്ണവന്മാരെങ്ങനെ പറയുവെച്ചാൽ ഇത് ഭാഗവതം നാമപുരാണം, ഇത് നാമപുരാണമാണ്. ഇതിൽ ഓരോ പദങ്ങളും ഭഗവാന്റെ നാമങ്ങളാണ്. പ്രത്യക്ഷ കൃഷ്ണയേ വഹി അങ്ങനെ പറയുന്നുണ്ടല്ലോ. പുസ്തകം കൃഷ്ണൻ തന്നെയാണ്. ഇതിൽ നാമങ്ങളെന്താ? ഭഗവാന്റെ നാമങ്ങളാണ്. സഹസ്രനാമം പോലെയാണ് എന്ത് ഭാഗവതം. ഏത് പദം എടുത്താലും അത് ഭഗവാന്റെ നാമം. ബ്രഹ്മസംഹിതം, ബ്രഹ്മ എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥം. ഇവിടെ ഇത് വൈദികമാണ്, വേദസംബന്ധമായതാണെന്നർത്ഥം. പ്രമാണമുണ്ടെന്ന് കാണിക്കാനാണ്, വേദപ്രാമാണ്യത്തെ എടുത്ത് പറയുകയാണ്. അധീതവാൻ ദ്വാപരാദൗ പിതൃദ്വൈപായനാദഹം, ഞാൻ എൻ്റെ അച്ഛനിൽ നിന്ന് പഠിച്ചു. ഞാൻ ആര് പറയാണ്? ശ്രീ ശിവർ പറയണം. ഇതൊന്നും പറയേണ്ട, നമ്മളാരും പറയാറുണ്ടോ പഠിച്ചത് ഇവിടെ നിന്നു? അപ്പോൾ അയാൾക്ക് വലിയ കേമത്തം. ഞാനങ്ങോട്ട് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പം, അതാണ് ഭാരതത്തിലെ നമ്മുടെ സമ്പ്രദായം. അതാണ്, ഒരിക്കലും അറിവെന്ത് ചെയ്യില്ല, തൻ്റെ ഒരിക്കലും പറയില്ല. അങ്ങനെയല്ല, അത് തിരിച്ചുണ്ട്. ഇതിങ്ങനെ ഇതി ശുശ്രുമപൂർവേഷാം, ഞാനങ്ങനെ കേട്ടു, പഴയ ആളുകൾ പറഞ്ഞത് കേട്ടു. ഭഗവാൻ പോലും ഗീതയിൽ അർജുനോട് പറഞ്ഞത്, അർജുന ഇങ്ങനെയൊക്കെ പഴയ ആളുകൾ പറയുന്നുണ്ട്. എന്താണ് ഋഷിഭിർ ബഹുധാ ഗീതം ഛന്ദോഭി വിവിധൈ പൃഥക്. ഋഷിമാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, വേദത്തിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. ആ കാര്യം ഞാൻ പറയാം. അങ്ങനെയൊന്നും ഭഗവാൻ പറയണ്ടേ, ഭഗവാനാണ് ഇതൊക്കെ ചെയ്തത്. എന്നിട്ടും ക്രെഡിറ്റ് കൊടുക്കുന്നത് അവർക്കാണ്. ഇതാണ് നമ്മുടെ സംസ്കാരം. അങ്ങനെ ഞാൻ പഠിച്ചു, അത് ഞാൻ ശ്രദ്ധിച്ചു, മനനം ചെയ്തു. അത് ഞാൻ എന്ത് ചെയ്യാം? തദഹം തേ അഭിധാസ്യാമി, അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം. അങ്ങേക്ക് പറഞ്ഞുതരാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ അങ്ങേക്കത് മനസ്സിലാവും. അങ്ങാരാണ്? മഹാപൗരുഷികോ ഭവാൻ യസ്യ ശ്രദ്ധതാമാശു സ്യാൻ മുകുന്ദേ മതിസതി. അങ്ങ് വിരക്തനാണ്, എല്ലാം ഒഴിവാക്കാനുള്ള മനസ്സങ്ങ് കാണിച്ചല്ലോ. അതാണ്. പുറമേക്കെങ്കിലും ഒഴിവാക്കില്ല, ഉള്ളിൽ ചിലപ്പം വിചാരം ഉണ്ടാവട്ടോ, രാജ്യം ഉണ്ടാവും, ഭാര്യ ഉണ്ടാവും. എന്നാൽ പുറമേക്കെങ്കിൽ നമ്മൾ പുറമേക്കും നമ്മൾ 2 ഒഴിവാക്കിയില്ലല്ലോ. അതാണ് അങ്ങയുടെ യോഗ്യത. ഇത്രയും കേട്ടപ്പം പരീക്ഷത്തിന് പെട്ടെന്നൊരു സംശയം തോന്നുകയാണ്. അല്ല, ഇത്രയും വലിയൊരു കാര്യം തനിക്ക് മനസ്സിലാക്കാൻ അതിന് മാത്രമുള്ള സമയമില്ലല്ലോ. ഭഗവാനെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു ഒരു മാസമൊക്കെ എടുക്കുമെങ്കിൽ തനിക്കാകെ ആയുസ് എത്രയേ ഉള്ളൂ? 7 ദിവസമല്ലേ ഉള്ളൂ. ഭഗവാനൊക്കെ വിദൂരത്തല്ലേ. മുക്തി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണാൻ കിട്ടും. എങ്ങനെയെങ്കിലും നമ്മൾ ചോദിക്കും, നമുക്കത് വേണ്ടാന്നുള്ളതുകൊണ്ടാണത്. എന്താണ് വേണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താ പറയുക? നമുക്കത് വേണ്ടാന്ന് ഉള്ളിലിങ്ങനെ പറഞ്ഞു. അതാ പറഞ്ഞു, അതിപ്പോൾ ഒരു 100 ജന്മം കിട്ടിയാൽ എനിക്കൊന്നും എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വേണ്ട. അതാണ് താല്പര്യം. നമ്മൾ അറിയണില്ല അത്. പരീക്ഷത്തിന് എന്താ വിഷമം വെച്ചാൽ വേണമെന്നുണ്ട്, പക്ഷേ സാധിക്കില്ല എന്നൊരു പരിഭ്രമം, ഒരു വിഷമം ഉള്ളിലുണ്ട്. ഉടനെ അതിന് മറുപടി പറയുകയാണ്. ഗുരുനാഥന് മനസ്സിലാവില്ല ശിഷ്യൻ്റെ ഭാവം. എന്തിനാപ്പം അങ്ങനെ വിഷമിക്കണം? വാച്ച് നോക്കിയാൽ എന്താ അർത്ഥം? നിർത്തണം എന്നർത്ഥം. അത് നമുക്കറിയില്ലേ. ഇതാണ് അങ്ങനെ നോക്കുക. നോക്കിയാൽ നിർത്തിക്കൂടോ അർത്ഥം. അതെ, ചുറ്റും നോക്കുക, അങ്ങനെയൊക്കെ ചെയ്ത അർത്ഥം ചിലങ്ങനെ അങ്ങനെയൊക്കെ ആക്കും. നിർത്താച്ച നിർത്തിക്കോളും. ഇതൊക്കെ ഒരു ഇതാണ്, അത് മനസ്സിലാവും. ഇതേപോലെ പരീക്ഷത്ത് ഇങ്ങനെ ആകെ തലതാഴ്ത്തി നിൽക്കുമ്പോൾ മനസ്സിലായി, ഓ അങ്ങയുടെ സംശയം എന്താ വെച്ചാൽ അങ്ങേക്കിത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇതറിയാൻ സമയമെടുക്കുന്നതാണോ? 7 ദിവസമേ ഉള്ളൂ എന്നുള്ള വിഷമമാണെങ്കിൽ ഞാൻ പറയട്ടെ, ഘട്വ അങ്കോ നാമരാജ ഋഷി ജ്ഞാത്വേയത്താമിഹായുഷ. പണ്ട് ഘട്വാങ്കൻ എന്ന പേരായിട്ടുള്ളൊരു രാജാവ് ഒരു മുഹൂർത്തം കൊണ്ട് ആരിലെത്തി? ഭഗവാനിലെത്തി എന്ന് പറഞ്ഞാൽ ജീവൻ മുക്തനായി എന്നർത്ഥം. ഭഗവാനിലെത്തുക പറഞ്ഞാൽ അതാണ് താല്പര്യം, അതാണ് ജീവൻ മുക്തനായി എന്നർത്ഥം. ഭൂമിയിലേക്ക് വന്നിട്ട് അദ്ദേഹം ഘട്വാങ്കൻ വലിയ കേമനാണ്. അദ്ദേഹം ഈ ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ സഹായിച്ചു.
ദേവന്മാർക്ക് വലിയ സന്തോഷമായി. ഘട്ടുവാങ്കന് സെൻഡ് ഓഫ് വിളക്ക് കൊടുക്കുമല്ലോ നമ്മൾ. ഇനി പോയി നാമം ചോദിച്ചിരിക്കണം കേട്ടോ, ഓഫീസൊക്കെ വിട്ട് പോയി, ഇനിയിപ്പോൾ ഒന്നും വേണ്ട, നാമം ചോദിച്ച് ഭാഗവതമൊക്കെ വായിക്കണം എന്ന് പറഞ്ഞ് വിളക്ക് കൊടുക്കും. അങ്ങനെ സെൻഡ് ഓഫ് സമയത്ത് ദേവേന്ദ്രൻ ചോദിച്ചു, അങ്ങേക്ക് എന്താ വേണ്ടത്, ഗിഫ്റ്റ് എന്താ വേണ്ടത് ചോദിച്ചു, സമ്മാനം വരം എന്താ വേണ്ടത് ചോദിച്ചു. ഘട്ടുവാങ്കൻ പറഞ്ഞു മോക്ഷ വേണ്ടത്, ഭാരതത്തിൽ നിന്ന് പോയ ആളാണേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് മുക്തനാവണം, മോക്ഷം തരാൻ പറ്റുമോ ചോദിച്ചു. മോക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ എപ്പോഴും സമാധാനമായിട്ടിരിക്കുക, എന്താണ് അത്രയേ ഉള്ളൂ. ചിലർക്ക് ഈ പേരൊക്കെയാണ് പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ നമുക്കും പലരും പരിചയം ഉണ്ടാവുമല്ലോ. അപ്പോൾ മക്കളൊന്നും കേൾക്കാത്തത് എന്താ ചോദിച്ചാൽ അവർക്ക് ഈ പേരാ പ്രശ്നം. മോക്ഷം എന്നൊക്കെ കേൾക്കുമ്പോഴാണ് എപ്പോഴും സമാധാനം അങ്ങനെ വെച്ചാൽ വേണമെന്നുണ്ട് ഇല്ലേ, എപ്പോഴും സുഖമായിട്ടിരിക്കുക, സമാധാനം പോട്ടെ, അത് വേണമെന്നില്ല, അതിനെ പറ്റിയാണ് പറയണതേ. അപ്പോൾ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മാത്രമേ സുഖാവനുള്ളൂ, ദുഃഖം ആവണുണ്ട്. ദുഃഖത്തിൻ്റെ ഇടവേളയ്ക്ക് നമ്മൾ സുഖം എന്ന് പേരിട്ടുന്നേ ഉള്ളൂ. എന്താണ് ദുഃഖം അങ്ങോട്ട് പോകുമ്പോൾ അതന്നേ ഉള്ളൂ, പിന്നെ അടുത്ത ദുഃഖമായി. അതിൻ്റെ ഇടവേള മാത്രം അതൊരു സുഖം എന്ന് പറയണമെന്ന് മാത്രം. എപ്പോഴും സമാധാനമായിട്ടിരിക്കാൻ എന്താ വഴി? ജീവൻ മുക്തി, മോക്ഷം, അതാണ് ആഗ്രഹിക്കുന്നത്. ദേവേന്ദ്രൻ പറഞ്ഞു അതെനിക്ക് തരാൻ പറ്റില്ല. കാരണം ദേവേന്ദ്രന് ടെൻഷനോട് ടെൻഷനാണ്. ഇയാൾക്ക് ആ കാണാനൊക്കെ ഒരു ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ദേവേന്ദ്രൻ്റെ കാര്യമൊക്കെ കഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് മോക്ഷം തരാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ വേണമെങ്കിൽ അപ്സര സ്ത്രീകളെ തരാം, പാരിജാതത്തിനൊരു കൊമ്പ് ഒടിച്ച് തരാം, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ അമൃത ലേശം ഗ്ലാസ്സിലാക്കിയിട്ട് തരാം. മരിക്കാണ്ടിരിക്കും. മരിക്കാണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? വെന്റിലേറ്ററല്ല, 36 വർഷമായി. അതാണ് അമൃത്. എന്താണ് നമ്മളെ വിചാരം അമൃത ലേശം കഷ്ടമാണ്. അതിൻ്റെയൊക്കെ കഥ മരിക്കണം തോന്നിയാലും മരിക്കില്ല, അങ്ങനെ കിടക്കുകയാണ്. സമാധാനമായിട്ടിരിക്കണ്ടേ, അതാ ചോദ്യം. അങ്ങനെ വെച്ചാൽ എത്ര വർഷം വേണമെങ്കിലും ഇരിക്കുക സമാധാനമാണെങ്കിൽ. അപ്പം അതില്ലല്ലേ ചോദിച്ചു. ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്താ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ എന്നെ വേഗം ഭൂമിയിലേക്ക് പറഞ്ഞയക്കുക, ബാക്കി ഞാൻ നോക്കിക്കോളാം. അങ്ങയുടെ ആയുസ് ഒരു മുഹൂർത്തമേ ഉള്ളൂ, എന്നാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യൂ, അങ്ങ് എൻ്റെ നാട്ടിലെത്തിച്ചാൽ മതി പറഞ്ഞു. അവിടെ എത്തിച്ചു. അദ്ദേഹം അവിടെ ഇരുന്ന് കണ്ണടച്ച് ഈശ്വരനെ ധ്യാനിച്ച് ഒരു മുഹൂർത്തം കൊണ്ട് താൻ ബോധമാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു. അപ്പം അങ്ങേക്ക് 7 ദിവസം അധികമല്ലേ? അത് വെച്ച് നോക്കുകയാണെങ്കിൽ അധികമല്ലേ? അധിക സമയമൊന്നും വേണ്ട, ആൾ മാറാൻ അധിക സമയമൊന്നും വേണ്ട. ചിലരുടെ വിചാരം എന്താ വെച്ചാൽ അങ്ങനെ പോയി ഞാൻ ആദ്യം ഭാഗവതം വായിച്ചു തുടങ്ങിയതാണ്, അതുകൊണ്ട് എനിക്ക് ആദ്യം മുക്തി. മറ്റേ അമ്മയെ ഞാനാണ് ആ സപ്താഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ആ അമ്മയ്ക്ക് ആദ്യം മുക്തി. വിഷമാവില്ലേ? അല്ല, നമ്മളെ ധാരണ അങ്ങനെയൊക്കെ ഉണ്ട്. ചേട്ടൊക്കെ അങ്ങനെ പറയാറുണ്ട്, ഞാനാണ് അയാളെ ആശുപത്രിക്ക് കൊണ്ടുപോയി, എന്നിട്ടോ അയാളിപ്പോൾ അന്വേഷിച്ചു. അത് അയാളുടെ യോഗം ആണ്. നമ്മളെ ധാരണ എന്താ വെച്ചാൽ നമ്മളത് എടുത്തു തുടങ്ങിയിട്ടൊന്നും കാര്യമില്ലല്ലോ, എങ്ങനെ സമീപിക്കുന്നു നോക്കണ്ടേ, അത് പ്രധാനമാണ്. കയ്യിലെടുത്തു എവിടെയും പോയിരുന്നു എന്നുള്ളതൊന്നല്ല വിഷയം, അതിനെ എങ്ങനെയാണ് നമ്മൾ എത്ര ഗൗരവത്തിൽ കാണുന്നു എന്നുള്ളതാണ് വിഷയം. ആ ഗൗരവമില്ലെങ്കിൽ തുടങ്ങിയിട്ടൊന്നും എത്ര തുടങ്ങിയിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ശ്രദ്ധയാണ് പ്രധാനം. അത്രയ്ക്ക് ശ്രദ്ധ ഘട്ടുവാങ്കനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ബോധിച്ചു. തവാപ്യതർഹി കൗരവ്യ സപ്താഹം ജീവിതാവധി. അങ്ങേക്ക് 7 ദിവസമുണ്ട്, ധാരാളമല്ലേ? അതങ്ങോട്ട് കേട്ടപ്പോഴേക്കും സന്തോഷം. പരിഷത്തൊന്ന് പുഞ്ചിരിച്ചു. തനിക്ക് സമയമുണ്ടല്ലോ എന്നറിഞ്ഞപ്പം ഒരു സന്തോഷം. അതുകൊണ്ട് അങ്ങ് പേടിക്കണ്ട, അങ്ങയുടെ മുന്നിൽ ഞാനിരിക്കണില്ലേ, ധൈര്യമായിട്ടിരിക്കൂ എന്ന് ഗുരുനാഥൻ്റെ ആ ഒരു പറച്ചിൽ, നല്ല ആത്മവിശ്വാസം അതാർക്കുണ്ടായി, അത് പരീക്ഷത്തിനുണ്ടായി. ഇനി വേണ്ടത് എന്താ വെച്ചാൽ മനസ്സ് അടക്കുക. അത് വളരെ പ്രധാനമാണ്. ശരീരത്തെ അടക്കൽ വലിയ പ്രയാസമുള്ള കാര്യമല്ല. കാരണം നമ്മളിപ്പോൾ ഇത്ര നേരം അടങ്ങിയിരുന്നുവല്ലോ, പ്രയാസമുള്ള കാര്യം. അപ്പോൾ പ്രയാസമുള്ളത് ഇരിക്കില്ലല്ലോ, എണീറ്റ് പോവില്ലേ? നമുക്ക് ഇടയ്ക്ക് എണീക്കാൻ തോന്നും. ഇതിപ്പോൾ എങ്ങനെയാണ്, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. എണീറ്റ് പോകുമ്പോൾ ഒരു മോശമല്ലേ? എണീറ്റ് ഇങ്ങനെ പോകും, പിന്നെയും പിന്നെയും വന്നിരിക്കും, പിന്നെ അങ്ങോട്ട് ഒരു പ്രയാസം, പിന്നെ അവരെന്താ വിചാരിക്കുക, മറ്റവരെന്താ വിചാരിക്കും, ഇനിയിപ്പോൾ എന്തേ ആയിക്കോട്ടെ, എന്നാലും ഇരുന്നുവല്ലോ. അപ്പം ശരീരത്തെ അടക്കൽ പ്രയാസമല്ല, മനസ്സ് ഇങ്ങനെ അടങ്ങിയിരിക്കണുണ്ടോ എന്നാണ് ചോദ്യം. മനസ്സ് ഇരുന്നു അവിടെ. ഞാനീ പറഞ്ഞതൊക്കെ പറയാൻ പറ്റുമോ? ഞാൻ മൈക്ക് തരാം. അപ്പോൾ പറഞ്ഞത് അങ്ങനെ പറ്റില്ല, അതിൻ്റെ ഇടയ്ക്കെന്തോ പറഞ്ഞു, ഇടയ്ക്കൊക്കെ ഉള്ളതൊക്കെ പറയാമെന്നല്ലാതെ ഈ പറഞ്ഞത് മുഴുവൻ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഒരു ശബ്ദം കേട്ടപ്പം പോയില്ലേ, അങ്ങോട്ട് പോവും. അങ്ങനെ പല ദിക്കിലേക്ക് മനസ്സ് വീട്ടിൽ പോയിണ്ടാവും, അടുക്കളയുടെ വാതിൽ കുറ്റിട്ടു അങ്ങോട്ട് പോയിട്ടുണ്ട്, അയൽവാസികൾ, ഈ വല്ല വിരുന്നുകാർ വന്നു ഉണ്ടോ, ഓർമ്മ അഴിച്ചു വെച്ച് ചെരുപ്പ് ആരെയും കൊണ്ടുപോയോ, എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. ഇവിടെ ഇരിക്കുന്നുണ്ട് പറയണുണ്ടെങ്കിൽ, ശരീരം ഇവിടെ ഉണ്ടെങ്കിലും മനസ്സങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെ പോലെ? കുരങ്ങനെ പോലെ എന്നാ പറയുക. ചഞ്ചലം ഹി മനഃകൃഷ്ണ. അർജുനൻ്റെ ചോദ്യ ഗീതയിലെ, കൃഷ്ണ മനസ്സിനെ അടക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഇതിങ്ങനെ ചഞ്ചലം ഹി മനഃകൃഷ്ണ, മനസ്സ് ചഞ്ചലമാണ്, അത് അടക്കാൻ സാധിക്കുന്നില്ല, അതങ്ങനെ പോവും. നമ്മൾ അടക്കാനായിട്ട് ശ്രമിക്കും, അത് അതിൻ്റെ വഴിക്ക് പോവും. കുരങ്ങനെ പോലെ. കുരങ്ങൻ എങ്ങനെയാണ്? ഇനി സാധാരണ കുരങ്ങൻ തന്നെ അപകടക്കാരനാണ്, ഒരു ഭാഗത്തിരിക്കില്ല, മനസ്സങ്ങനെയാണ്. ഇനി വെറും കുരങ്ങനല്ല,
കുരങ്ങൻ ലേശം കള്ളു കുടിച്ചു. കുരങ്ങനാണ്, മനുഷ്യൻ തന്നെ കുടിച്ചാൽ നമുക്കറിയാലോ. ഇത് ലേശം മദ്യം കുടിച്ചു, അതിന് തൂവ കടിച്ചു. തൂവ അതിൻ്റെ ചൊറിയുടെ ഒരു ചെടി ആണ്. ഒരു തേള് കുത്തി, ഭ്രാന്തും പിടിച്ചു. എങ്ങനെയായിരിക്കും? ഇതാണ് മനസ്സിൻ്റെ കഥ. അതങ്ങനെ പല അപകടങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിലല്ല, പറ്റണില്ല. ചഞ്ചലം ഹിമന കൃഷ്ണ കപാലിൻ ഭിക്ഷോമേ ഹൃദയ കപിമത്യന്ത ചപലം ദൃഢം ഭക്തിയാ ബദ്ധ്വാ ശിവഭവാധീനം കുരു വിഭോ. ആചാര്യസ്വാമികൾ പരമശിവനോട് പറയാണ്, മഹാദേവ, അങ്ങക്ക് എന്തായാലും ഭിക്ഷ യാചിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായി. പരമശിവന് ഭിക്ഷ യാചിക്കണം എന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ അദ്ദേഹം പറയാണ്, അങ്ങനെ അങ്ങേക്ക് എന്തായാലും ഭിക്ഷ യാചിക്കണം വെച്ചാലേ ഒന്നുമില്ലാണ്ട് നടന്നാൽ ഇപ്പോഴത്തെ കാലത്ത് ആരൊന്നും തരില്ല. വല്ല കുരങ്ങനെയും കൈ പിടിച്ചാൽ ഇപ്പോൾ 10 രൂപ തരും. നമ്മളങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ ഒരു വിക്രസ് കാണിച്ചാൽ നമ്മൾ ദേശം കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ പിന്നെ പണ്ട് അങ്ങനെ ഇപ്പം കാണാറില്ല. പണ്ട് ട്രൗസറും ഷർട്ടൊക്കെ ഇട്ട് കുരങ്ങനെയും കൊണ്ട് വരുമായിരുന്നു. എന്നിട്ട് എങ്ങനെയാണ് ഹനുമാൻ ലങ്കയ്ക്ക് ചാടി ചോദിച്ചാൽ ആ കുട്ടി കുരങ്ങ് എങ്ങനെയൊക്കെ നിൽക്കും, ഇയാൾ പറയും പോലെയൊക്കെ നിൽക്കും. അതേപോലെ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ അവർ 10 രൂപ കൊടുക്കാം. എന്തായാലും മഹാദേവ, അങ്ങയ്ക്ക് ഭിക്ഷ യാചിക്കണം. അപ്പോൾ അങ്ങയ്ക്ക് അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അങ്ങയ്ക്കൊരു 10 രൂപ അധികം കിട്ടും. ഞാനൊരു കുരങ്ങനെ തരാം. ഏത് കുരങ്ങൻ? എൻ്റെ മനസ്സാകുന്ന കുരങ്ങൻ എന്നാണ്. കപാലി പറഞ്ഞ ഭഗവാൻ. ഭിക്ഷോമേ ഹൃദയ കപിം അത്യന്ത ചപലം. അത്യന്ത ചപലമായ എൻ്റെ ഹൃദയമാകുന്ന കപിയെ, ഈ കുരങ്ങനെ ഞാൻ അങ്ങേക്ക് തരട്ടെ. നമുക്ക് 2 കൂട്ടർക്കും ലാഭമാണ്. എന്താണ്? എനിക്കേറ്റവും സമാധാനമായിട്ടിരിക്കുക, അങ്ങേ ഏൽപ്പിച്ചല്ലോ. അങ്ങയ്ക്കോ 10 രൂപ അധികം കിട്ടും ഇതിനും കൊണ്ടുപോയാൽ. അതുകൊണ്ട് ഭക്തിയാകുന്ന ചരട് കൊണ്ട് കെട്ടിയിട്ടേ ഞാൻ അങ്ങയുടെ കൂടെ ഈ മനസ്സിനെ അങ്ങോട്ട് വിടട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതുകൊണ്ട് മനസ്സിനെ അടക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, മനസ്സിനെ നിരീക്ഷിക്കുക. വേറൊരാൾ നമ്മൾ കാണുന്നത് പോലെ എന്നെ തന്നെ കാണുക, വേറെ വഴിയൊന്നുമില്ല. കണ്ണടച്ചിരിക്കുക പറഞ്ഞ താല്പര്യം അതാണ്, വെറുതെ ഇരിക്കുക. അതാണ് വെറുതെ ഇരിക്കുക. അല്ലാതെ സ്ക്രീനിൽ ഇങ്ങനെ നമ്മൾ കാണില്ല. അത് കണ്ണടച്ച് സ്വപ്നം കാണുകയാണ്. ഇത് സ്വാതന്ത്ര്യത്തോടു കൂടി കാണുന്നു, മറ്റേ സ്വാതന്ത്ര്യം ഇല്ലാണ്ട് കാണുന്നു. അത്രയേ ഉള്ളൂ. ഒന്നും വിചാരിക്കാണ്ടിരിക്കുക, അതാണ് വേണ്ടത്. തന്നെ നോക്കുക, അതാണ് ധ്യാനം. അതിവിടെ വർണ്ണിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിനെ അടക്കുക പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യം വിചാരിക്കേണ്ട. എളുപ്പമാണ്, പക്ഷേ നമുക്കത് ഈ ശീലം കൊണ്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് കരുതണം. ആദ്യം ശരീരം അടക്കുക, ഒരു ഭാഗത്തിരിക്കുക. മനസ്സിനെ അടക്കാൻ പ്രയാസമുണ്ടെങ്കിൽ മനസ്സും പ്രാണനും ഒരു ദിക്കിൽ നിന്നാണ് ഉദിക്കേണ്ടതെന്നുള്ള സത്യം തിരിച്ചറിയുക. എന്നിട്ട് പ്രാണനെ അടക്കുക. മെല്ലെ ശ്വാസം വലിക്കുക, അകത്തേക്ക് മെല്ലെ എടുക്കുക. അതിന് പൂരകമെന്ന് പറയും. കുറച്ച് നേരം അവിടെ വയ്ക്കുക. അതിന് കുംഭകമെന്ന് പറയും. മെല്ലെ പുറമേക്ക് വിടുക, അതിന് രേചകമെന്ന് പറയും. ആ പ്രാണനെ നിരീക്ഷിക്കുക, അതാണ് പ്രാണായാമം. ശ്വാസം വലിക്കണം നോക്കുക, എണ്ണ ഒഴിക്കണം നിരീക്ഷിക്കല്ല. അതാണ് മനസ്സിലായില്ലേ? പൊന്തും അങ്ങോട്ട് പിടിക്കണം. അപ്പോൾ നമ്മൾ നിരീക്ഷിക്കേണ്ടത് പ്രാണനെ നിരീക്ഷിക്കുക. അതെങ്ങനെ വരും, അത് പൊന്തും അല്ലേ, ശ്വാസം വലിക്കുന്നു ഇടുന്നു, അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ശ്രദ്ധിക്കുക, അത് പിടിച്ചു വയ്ക്കാൻ നോക്കണമെന്നല്ലോ. അങ്ങനെയൊക്കെ നന്നാൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട്, കുഴപ്പമില്ല. പക്ഷെ പ്രയാസമാവും. അങ്ങനെ അതൊന്നും വേറെ ആളുടെ ഉപദേശം ഇല്ലാണ്ടൊന്നും ചെയ്യരുത്. നേരെ മറിച്ച് നിരീക്ഷിക്കാൻ പ്രശ്നമൊന്നുമില്ല. ശ്വാസം വലിക്കും, വരട്ടെ, നിൽക്കണു, പോണു, അതാര് നിയന്ത്രിക്കണം, ഇതാരാ ചെയ്യണത്, എത്ര എണ്ണം വലിച്ചൊന്ന്, ഇതൊക്കെ എങ്ങനെ നടക്കണോ, അതാണ്. ഞാൻ ആഹാരം കഴിച്ചു, അകത്ത് പോയിട്ട് എന്ത് സംഭവിക്കണം, ഇത് എങ്ങനെ നടക്കണോ, എന്തൊരു വൈദ്യുതി ഇവിടെ ഒരു കറണ്ട് ഉണ്ടല്ലോ, എന്നെ അങ്ങനെ കൊണ്ടു നടത്തുന്നത് ഒരു ശക്തിയാണല്ലോ, അതെങ്ങനെ, ഇതാണ് ആത്മവിചാരം. ഇങ്ങനെ ചിന്തിക്കുക, അതാ വേണ്ടത്. അതാണ് നിരീക്ഷണം, നിരീക്ഷിക്കുക, അതാവശ്യമാണ്. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ മനസ്സ് താനേ അടങ്ങും. നമ്മളതിനെ താലോലിക്കുമ്പോഴാണ് അതിൻ്റെ വികൃതി കൂടുക. നമ്മളതിനെ മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ കുറച്ച് നേരമൊക്കെ ബുദ്ധിമുട്ടിക്കും, പിന്നെ അത് അയാളോട് പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞ് തോറ്റുപോകും. പക്ഷെ നമ്മളതിന് മുന്നേ അതിനെ പിടിച്ച് ലാളിക്കും, അതോടുകൂടി അതിന് വിളവ് കൂടും ചെയ്യും. അത് നിൽക്കരുത്. മൈൻഡ് ചെയ്യാണ്ടിരുന്ന് നമ്മളിപ്പോൾ ഒരാൾ വന്നു, അയാൾ ചിരിച്ചു, നമ്മൾ മിണ്ടാണ്ടിരുന്നാലോ, അയാൾ പിന്നെയും ചിരിക്കുമോ, പിന്നെയും മിണ്ടാണ്ടിരുന്നാലോ, വല്ലാത്തൊരു നമ്പൂരി ആയിക്കോട്ടെ പോയി. നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ പോയി കൂടും. നമ്മൾ പിന്നെ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ മനസ്സിനെ ശ്രദ്ധിക്കാണ്ടിരിക്കുക ആണ്. ബോധത്തെ ശ്രദ്ധിക്കുക. ആരെ ശ്രദ്ധിക്കുക? മനസ്സിൻ്റെയും പിന്നിലൊന്നുണ്ടല്ലോ, മനസ്സിൻ്റെ അടിസ്ഥാനം. മനസ്സ് എവിടെ നിന്നുണ്ടാവുന്നു? ഉറങ്ങുമ്പോൾ മനസ്സെവിടെ പോയി? എവിടെ പോയി? ഗുരുവാർക്കോ? മനസ്സ് നമ്മൾ ഉറങ്ങുമ്പോൾ എങ്ങോട്ടാണ് പോയത്? മനസ്സെവിടെ പോയി? അത് ശ്രദ്ധിക്കാം. ഉറങ്ങുമ്പോൾ മനസ്സില്ലല്ലോ, ഉണ്ടോ? ഉറങ്ങുമ്പോൾ മനസ്സ് അതിൻ്റെ എവിടെ നിന്ന് പൊന്തി വെച്ചാൽ അവിടെ പോയി അടങ്ങിയിരിക്കുകയാണ്. ഇല്ല പറയാൻ വയ്യ, അത് പ്രവർത്തിക്കാണ്ട് അങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളൂ. മനസ്സ് പോയിച്ചാൽ പിന്നെ പിറ്റേ ദിവസം നമ്മൾ എണീക്കുമ്പം സുഖമായിട്ട് ഉറങ്ങി നമുക്കറിയാം. അപ്പോൾ മനസ്സവിടെ ഉണ്ടായിരുന്നു, നടന്ന കാര്യങ്ങൾ നമുക്ക് ഓർമ്മയില്ല എന്നേ ഉള്ളൂ.
അതൊരു മറയായിട്ട് അവിടെ ഇരുന്നിരുന്നു. മനസ്സ് പൂർണ്ണമായിട്ട് പോയെങ്കിൽ നമുക്ക് പിന്നെ ഒന്ന് ഓർമ്മ ഇല്ലാണ്ടാവണം. അതൊന്നുമില്ലല്ലോ. ഉണ്ടോ? സ്വപ്നത്തിൽ മനസ്സുണ്ട്, അതുകൊണ്ടാണ് സ്വപ്നം കണ്ടത്. സ്വപ്നം കാണിക്കുന്നത് ആരാ? മനസ്സാണ്. എന്തൊക്കെയോ കാണാൻ കണ്ണൊന്നും വേണ്ട, സ്വപ്നം കാണാൻ കണ്ണ് വേണം. എന്തൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾക്കുണ്ടാവുന്ന അനുഭവം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി പുരാണമൊന്നും വായിക്കുന്നില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്ന് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നുണ്ട്, നടക്കുന്നത്, സ്വപ്നം കാണുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിനൊക്കെ അടിസ്ഥാനം എന്താണ്? ബോധം. അതിലാണ് നമ്മൾ എപ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നമ്മൾ ബോധത്തിലാണ്, ഉറങ്ങുമ്പോഴും നമ്മൾ ബോധത്തിലാണ്, സ്വപ്നം കാണുമ്പോഴും എവിടെയാണ്? ആ മൂന്നവസ്ഥയിൽ ആരുണ്ട്? ഞാനുണ്ട്. ആരാ സ്വപ്നം കാണുന്നത്? ഞാൻ. ആരാ ഉറങ്ങിയത്? ആരാ ഉണർന്നത്? അതിൽ സംശയമില്ലല്ലോ. അതിൽ സംശയമില്ല. അതിനൊരു മാറ്റം ഒരിക്കലും ഉണ്ടാവണില്ല. അത് ഉറങ്ങുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും. ഉറക്കം വരുമ്പോൾ നമുക്ക് പിന്നെയും മനസ്സിലാവണില്ലേ? നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തല അങ്ങോട്ട് വീഴും ഇല്ലേ? നമുക്ക് മനസ്സിലായി ഉറങ്ങിപ്പോയി ഇല്ലേ? മനസ്സിലാവണില്ലേ? രമണ മഹർഷിയുടെ ഒരാൾ ചോദിച്ചു, ഈ ഉറക്കം നമ്മളെ വന്ന് പിടിക്കുന്നത് വലിയ അത്ഭുതമല്ലേ ചോദിച്ചു. എന്താണ് അല്ലേ? നമ്മളാരും ഉറങ്ങണമെന്ന് കരുതിയിട്ടല്ലോ ഇത് കേൾക്കുമ്പോൾ ഉറങ്ങണമെന്ന് വിചാരിച്ചു ഇല്ല. പക്ഷെ എന്തുണ്ടാവുന്നുണ്ട്? എന്നിട്ടും നമ്മളോട് അനുവാദം ചോദിക്കാണ്ട് ഇത് വന്ന് പിടിക്കുന്നുണ്ടല്ലോ ബലമായിട്ട്, ഇത് അത്ഭുതമല്ലേ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ലോകത്ത് 90% ആളുകൾ അത്രേ അത്ഭുതമായിട്ട് കാണാറുള്ളൂ. പക്ഷെ ജ്ഞാനികൾ ഒന്നും കൂടി അത്ഭുതമായിട്ട് കാണും. എന്ത്? ഈ ജാഗ്രത വന്ന് പിടിക്കുന്നത്. എന്താണ്? ഉണരുന്നത് വന്ന് പിടിക്കുന്നത് എങ്ങനെയാണ്? എന്താണ്? മനസ്സിലാവുന്നുണ്ടോ? ഈ ഉണർന്നിരിക്കുമ്പം നമ്മൾ ഉറക്കത്തിലുണ്ടല്ലോ ഈ നല്ല ഉറക്കം, സ്വപ്നം കൂടി കാണാണ്ടുള്ള ഉറക്കം, ഉണരലും വന്ന് പിടിക്കൽ തന്നെയാണ്. എന്താണ്? നമ്മുടെ വിചാരം സ്വപ്നവും സുഷുപ്തിയും മാത്രമാണ് പ്രശ്നം എന്നാണ്. ജാഗ്രത നമ്മളെ വന്ന് പിടിക്കണില്ലേ? അതാണ് ഈ ഭൗതിക ലോകം നമ്മളെ വന്ന് പിടിക്കുകയാണ്. ഈ പറയുന്നത് ഞാനാന്നുള്ള വിചാരം അല്ല, ഈ പറയുന്നതിന് നോക്കിക്കൊണ്ട് ആരുണ്ട്? അതാണ് ഞാൻ. അഹന്തയ്ക്ക് പിന്നിലൊരു ബോധമുണ്ട്. എന്താണ്? അതിനെ അറിയണില്ല. ഈ അഹന്ത വന്ന് പിടിക്കണത് എങ്ങനെയാണ്? ആദ്യം മനസ്സ് വന്ന് പിടിച്ചു, പിന്നെ അത് പലതായി. അന്ധക്കരണം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, പിന്നെ ശരീരത്തിനോടുള്ള മമത. ഇങ്ങനെയാണ് ദുഃഖം ഉണ്ടാവുന്നത്. അതുകൊണ്ട് മനസ്സിനെ അടക്കുക പറഞ്ഞാൽ എളുപ്പമുള്ള വഴി പറയട്ടെ, പ്രാണനെ അടക്കിയാൽ മതി. അതിനെന്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മെല്ലെ മനസ്സ് അടങ്ങിക്കോളും. അതിനാണ് പ്രാണായാമം എന്ന് പറയുക. പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇനി ശ്രദ്ധിക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി അകത്തേക്ക് എടുക്കണതൊക്കെ കരുതിയിട്ട് വേണം എടുക്കുക. ഇതുവരെ ഒരു ശ്രദ്ധയില്ലാണ്ട് എല്ലാം നമ്മൾ അകത്തേക്ക് എടുത്തു. ഇനി എന്ത് ചെയ്യണം? നേരെയാവണം എന്നാണ് ചിന്തയെങ്കിൽ തനിക്ക് ഉയർച്ച ഉണ്ടാക്കുന്ന കാര്യം മാത്രമേ അകത്തേക്ക് കൊണ്ടുപോകാവൂ. അല്ലാത്തത് എന്ത് ചെയ്യരുത്? അതിനെ പുറത്തു നിർത്തണം. തനിക്ക് വിജയം ഉണ്ടാവണ കാര്യം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി നന്മ ഉണ്ടാവണ കാര്യം മാത്രമേ അകത്തേക്ക് വിടാവൂ. അതാണ് ആഹാരം. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ കാണുന്നത് കേൾക്കുന്നത് ഒക്കെ എന്താവണം? നല്ലതെന്ന് പറഞ്ഞ അർത്ഥം ഈശ്വരനിലേക്ക് നയിക്കുന്നത്. എൻ്റെ സമാധാനത്തെ ഇല്ലാണ്ടിയാക്കുന്ന ഒന്നും ഞാൻ അകത്തേക്ക് എടുക്കില്ല. കണ്ണുകൊണ്ടോ മൂക്കുകൊണ്ടോ നാക്കുകൊണ്ടോ ചെവി കൊണ്ടോ തൊക്ക് കൊണ്ടോ എടുക്കില്ല എന്ന് ഉറപ്പിക്കണം. അതാണ് പ്രത്യാഹാരം. ധാരണ പറഞ്ഞാൽ ധ്യാനിക്കാനുള്ള ശ്രമം. ധ്യാനം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് വരേണ്ടതാണ്. അത് കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം സമാധി. ഇതാണ് അഷ്ടാംഗ യോഗം. ഇത് സാധിക്കുമോ? അല്ലെങ്കിൽ സ്ഥൂലമായിട്ട് ധ്യാനിച്ചോളൂ, സൂക്ഷ്മമായിട്ട് ധ്യാനിച്ചോളൂ. കണ്ണടച്ചിരിക്കുമ്പം ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മളായിട്ടൊരു ചിന്ത കൊടുത്താൽ പിന്നെ അത് ഇരുന്നോളില്ല. ഇല്ലെങ്കിൽ വേണ്ടാത്ത ചിന്ത വരും. വെറുതെ ഇരിക്കുന്നവൻ്റെ മനസ്സ് ചെകുത്താൻ്റെ പണിശാലി എന്ന് പറയുക. എന്നാൽ നമ്മളൊരു ചിന്ത കൊടുത്തോളൂ. ഭഗവാന്റെ രൂപം ഒരു ചിന്തയാണ്. എന്താണ് അല്ലേ? അതൊരു സങ്കല്പമാണ്, ഭാവനയാണ്. ഭഗവാന്റെ രൂപം നീലമേഘ ശ്യാമളനായി. ഇപ്പം നമ്മളത് ശ്രദ്ധിക്കും. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയല്ല അത് പറയണത്, മറ്റത് ശ്രദ്ധിക്കാണ്ടിരിക്കാനാണ്. അതാണ് താല്പര്യം. നീലമേഘ ശ്യാമളൻ അതിലേക്ക് പോയി. ശംഖചക്ര ഗദാധാരി, ഭഗവാന്റെ പുഞ്ചിരി, മുല്ലമൊട്ട് പോലുള്ള മുത്തുപല്ല്, ചെന്താമര പോലുള്ള ഭഗവാന്റെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിലേക്ക് അങ്ങനെ ശ്രദ്ധിച്ച് മറ്റുള്ള പല ചിന്തകളും പോയല്ലോ. അതാണ് ഭഗവാന്റെ സൂക്ഷ്മമായിട്ടുള്ള ധ്യാനം. ഇനി സ്ഥൂലമായിട്ടുള്ള ധ്യാനം അതെന്താ? അത് ചിലപ്പോൾ ചിലർക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കിട്ടില്ല. കണ്ണൊക്കെ അടച്ചിരിക്കുന്നുണ്ട്, അങ്ങനെ വിചാരിച്ചു നീലമേഘ ശ്യാമളെന്ന് പറഞ്ഞ് പിന്നെ വേറെ എവിടെ പോയി. അവർ ഇതിവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരിങ്ങനെ പോയി ചിലപ്പോൾ ഉറങ്ങി വീഴും ചെയ്യും. കണ്ണടച്ച് അധികം ഉറങ്ങാൻ കണ്ണടക്കിയ പതിവ്. ഇതിപ്പം ശീലിച്ച് ചോദിച്ചപ്പോൾ കണ്ണടച്ചാൽ ഉറങ്ങും. എന്നാൽ ഉറങ്ങാൻ നോക്കിയാൽ ഉറക്കം വരില്ല. രാത്രി ഒന്നും ഉറങ്ങില്ല, അങ്ങനെ തിരിഞ്ഞും പറഞ്ഞ് കിടക്കും. ഭാഗവതം കേൾക്കുമ്പോൾ വേഗം അങ്ങനെയല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. അപ്പോൾ അത് ഉത്തരം പറഞ്ഞു, എന്നാൽ പിന്നെ കണ്ണ് തുറന്നിരുന്നോളൂ. ഈ ഉറങ്ങാണ്ടിരിക്കൽ വലിയ ദോഷമൊന്നുമല്ല. ചിലരുടെ വിചാരം ഈ ഉറക്കമില്ലെങ്കിൽ എന്തോ പറ്റിപ്പോയി എന്നാണ്. ഉറക്കമില്ലെങ്കിൽ സുഖമല്ലേ, ഭാഗവതം വായിച്ചാൽ പോരെ. നമുക്ക് ഈ സമയമില്ലാന്നുള്ള പരാതി. ഉറക്കമല്ലേ, ഒരു 10 അധ്യായം വായിക്കൂ, അതിനും സമയമില്ല. എന്നാൽ ഉറങ്ങാണ്ടങ്ങ് ഇരിക്കുമ്പോൾ വായിച്ചുകൂടെ? അപ്പോൾ ഉറക്കം വരും. അത്രേ വേണ്ടു.
ചിലരൊക്കെ ഇത് ഗുളിക പോലെ ഉപയോഗിക്കുക, ചിലവൊന്നുമില്ല, ഇതിങ്ങനെ ഇറക്കേണ്ട അദ്ദേഹം വായിച്ച പ്രഭാഷണമൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്. ലേശം കേട്ടാൽ മതി. എന്നും തിരുമേനിയുടെ പ്രഭാഷണം കേട്ടിട്ടാ ഞാൻ. അതങ്ങോട്ട് ഗുരുർ ബ്രഹ്മ കേൾക്കുമ്പോഴേക്കും ഒരു പ്രഭാഷണം ഇവർ മുഴുവനായിട്ട് കേട്ടിട്ടില്ല. നല്ല കാര്യമാണ്, അവരെ മക്കൾക്ക് പറ്റില്ല ഉറക്കാൻ. ഞാൻ എത്ര പേരെ സ്വസ്ഥമായിട്ട് ഉറക്കുന്നുണ്ടല്ലേ, എത്ര പുണ്യം എനിക്കുണ്ടാവും. അപ്പം അതുകൊണ്ട് അത്രയേ ഉള്ളൂ വിഷയം. അതാണ്. ഇനി അങ്ങനെയാണെങ്കിൽ കണ്ണ് തുറന്നിരിക്കുക നല്ലത്. കണ്ണ് തുറന്നിട്ട് ഈ കാണുന്നതിലൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ഭ്രമം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ പോയി മനസ്സ് പറ്റുന്നുണ്ടെങ്കിൽ അത് ഭഗവാനായിട്ട് ഭാവന ചെയ്യുക. അതാണ് സ്ഥൂലമായിട്ടുള്ള ധ്യാനം. കണ്ണ് ആകാശത്തിൽ പോയി പറ്റിയാൽ ആകാശം ഭഗവാന്റെ ശിരസ്സായിട്ട് കണക്കാക്കുക, ഭാവനയാണ്. ഇതിപ്പം വിഷ്ണു പുരാണം ആയതുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. നീ ദേവി ഭാവന വെച്ചാൽ ദേവിയായിട്ട് കണ്ടോളൂ, അങ്ങനെ പറയാം. നമുക്ക് എന്ത് കണ്ടാലും വിരോധമൊന്നുമില്ല. മനസ്സെന്ത് ചെയ്യരുത്, ഇളകരുത്, അത്രേ പറയാനുള്ളൂ. എങ്ങനെ വേണമെങ്കിൽ കാണാം, അവനവൻ്റെ ഇഷ്ടദേവനെ കാണാം. ഇതിപ്പം നീലമേഘശ്യാമൻ ഭഗവാനെ പറ്റി പറയുന്നതുകൊണ്ട് ഭഗവാന്റെ ശിരസ്സായിട്ട് ആ ആകാശത്തെ കാണാം. കാർമേഘ ഭഗവാന്റെ മുടിയായിക്കോട്ടെ, ചുരുണ്ട മുടി കൃഷ്ണൻ്റെ. അപ്പോൾ നക്ഷത്രങ്ങൾ ഭഗവാന്റെ മാലയായിക്കോട്ടെ, സൂര്യനും ചന്ദ്രനും അത് പ്രകാശമല്ലേ, ഭഗവാന്റെ കണ്ണാവട്ടെ. അപ്പം നദികളൊക്കെയോ ഭഗവാന്റെ നാഡി, വൃക്ഷങ്ങൾ ഭഗവാന്റെ രോമം. നമ്മൾ അങ്ങനെ കണക്കാക്കുകയാണ്. ഈ കാണുന്ന ഈ പ്രപഞ്ചം ഭഗവാന്റെ സ്ഥൂലമായ രൂപം. ഇങ്ങനെ സ്ഥൂലമായിട്ടുള്ള ധ്യാനം വർണ്ണിച്ചു. ഇത് രണ്ടും സാധിക്കുന്നില്ലെങ്കിലോ എന്നാൽ പിന്നെ ഈശ്വര കഥാശ്രവണം. എന്താണ് നമുക്കൊക്കെ പറ്റിയ പണിയാണ്. ഭാഗവത് അങ്ങനെ അത് പറ്റുന്നുണ്ട്. ഇപ്പം കുറേശ്ശെ അങ്ങനെ വായിക്കാനും ആരെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ നോക്കിയിരിക്കാനും ഒക്കെ ഒരു ഭ്രമമുണ്ട്. കഥ കേട്ടാൽ ഉറങ്ങെങ്കിലും വായന കേട്ടാൽ ഇപ്പോൾ ചിലർ ഉറങ്ങാത്തവരുണ്ട്. പുസ്തകം നോക്കിയിരുന്നാൽ ഉറങ്ങാത്തവരൊക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ഈശ്വര കഥ ശ്രവിക്കൂ, കേൾക്കൂ. പിബന്തിയേ ഭഗവത ആത്മനസ്സതാം കഥാമൃതം ശ്രവണപുടേഷു സംവൃതം. ഈശ്വര കഥകൾ കേൾക്കുമ്പോഴും എന്താ ഉണ്ടാവുന്നത്, ചിത്തം അടങ്ങുകയാണ്. മതി. നമ്മളെ ഉദ്ദേശം എന്താ, എല്ലാ പരിശ്രമവും ഇവിടെ മനസ്സിനെ അടക്കാനാണ്. അതിനാണ് എല്ലാ പ്രയത്നവും. അത് ഭാഗവതം കേട്ടാൽ അടങ്ങുമെങ്കിൽ ആയിക്കോട്ടെ, അത്രേ പറയണുള്ളൂ. എന്നാൽ ഈശ്വര കഥകൾ കേൾക്കൂ. ഏതെങ്കിലും ഒരു വിദ്യ എന്തായാലും അഭ്യസിക്കണം എന്നർത്ഥം. ഇത്രയും പറഞ്ഞു. അതുകൊണ്ട് തച്ചരണ സരോരുഹാന്തികം, ഭഗവാന്റെ കഥകൾ കേൾക്കണം, അതാണ് മുഖ്യം. ഈശ്വര കഥകൾ കേൾക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. എന്നാലും അതിന് തടസ്സമായിട്ട് നിൽക്കുക വാസനയാണ്. പലതും വേണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഈശ്വരനെ കേൾക്കാനൊന്നും പറ്റില്ല. ഈശ്വര കഥകൾ കേൾക്കുന്നത് പോലും പലതും വേണം ചിട്ടാണ്. ഭാഗവതം കേൾക്കുന്നത് തന്നെ ഫലശ്രുതി നോക്കിയിട്ടാണ്. എന്താ തിരുമേനി അധ്യായം വായിച്ചാൽ ഫലം എന്നാ അധ്യായം. അപ്പം ആ വാസന ഉള്ളിലുണ്ടെങ്കിൽ ആ തീരെ തന്നെ വേണം. കല്യാണം കഴിയുക നല്ലത്. കഴിഞ്ഞ ഉടനെ അയാൾ പറയും എന്നാൽ ഇനി ഭാഗവതം എടുക്കാം. ഇല്ലെങ്കിൽ ഇദ്ദേഹം വരണം വരെ ഭാഗവതം എടുക്കില്ല. കല്യാണം എന്ന് പറയും. അത് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, മനസ്സിലായല്ലോ. മക്കളില്ല വിഷമം. അപ്പോഴോ എത്ര കഥകൾ ഭാഗവതത്തിൽ കാണുന്നുണ്ട്. ഒന്നുണ്ടായി ഒരു കുരുത്തം കെട്ട മകൻ, ഈശ്വര. ബന്ധുകാരുടെ കഥയൊക്കെ അതല്ലേ. ഉണ്ടായി ഉടനെ മരിച്ചു. ആരുടെ കഥ? ചിത്രകേതുവിൻ്റെ കഥ അങ്ങനെയല്ലേ. ഒന്നെങ്കിൽ അത് ഉണ്ടായിട്ട് നമ്മളെ വിഷമിപ്പിക്കണം, അല്ലെങ്കിൽ ഉണ്ടായ ഉടനെ ഇല്ലാണ്ടിയാവും. അങ്ങനെയൊക്കെ ചെയ്യുമ്പം അതിൻ്റെ നിസ്സാരത ബോധ്യപ്പെടുകയാണ്. അപ്പോൾ അപ്പോൾ അവിടെ വാസന നശിച്ചു. ആ വേണമെന്നുള്ള ആ വാസന തീർന്നു. വാസന ഉള്ളിലുണ്ടെങ്കിൽ അത് അനുഭവിക്കേണ്ടത് തീരുമില്ല. പണ്ട് രാമകൃഷ്ണദേവന് ഹുക്ക വലിക്കണമെന്നൊരു മോഹം. ബംഗാളിലെല്ലാവരും ഇങ്ങനെ ഇതെന്താണെന്ന് അറിയാനോ മോഹം. അദ്ദേഹം മനസ്സിങ്ങനെ ഇളകുകയാണ്. അത് ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ധ്യാനിക്കാനോ സ്ഥിരിക്കാനോ പറ്റില്ല. അദ്ദേഹം ഒരു ദിവസം ഹുക്ക എടുത്തത് ഹുക്ക എന്ന് പറഞ്ഞു. ഒരു സിംഹാസനത്തിൽ ഇരുന്നിട്ട് അദ്ദേഹം ഒന്ന് വലിച്ചു, എന്നിട്ട് അത് ഒഴിവാക്കി. ഇനിയില്ല, കഴിഞ്ഞു. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ഇല്ലെങ്കിൽ അതിങ്ങനെ എപ്പോഴും മനസ്സിലാ ധ്യാനം ഹുക്കയെ പറ്റിയാവും ധ്യാനിക്കുക. അത് കഴിഞ്ഞല്ലോ. ആ ചിന്ത മനസ്സിൽ നിന്ന് പോകണം. അപ്പം അതുകൊണ്ട് ഇവിടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യൂ, അതിനായിട്ട് ഭഗവാനെ ആശ്രയിച്ചോളൂ. അതിനായിട്ട് ഇവിടെ പറയുകയാണ്, ബ്രഹ്മവർച്ചസകാമസ്തു യജേത ബ്രഹ്മണസ്പതിം. ഓരോ ആഗ്രഹങ്ങൾ നടക്കാനായിട്ട് ഓരോ ദേവതകളെ. പക്ഷെ ഒന്ന് മനസ്സിലായിക്കോളൂ, ആ ദേവതകളൊക്കെ ആയിട്ട് നിൽക്കുന്നത് ആരെന്നെയാണ്? ആ പരബ്രഹ്മം തന്നെയാണ്. ആ ഭഗവാൻ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നടത്തി തരുന്നത് എന്തിനാണ്? അതിൽ ഭ്രമിക്കാനല്ല, ഭഗവാനിലേക്ക് തിരിയാനാണ്. എന്നല്ലെങ്കിൽ നാളെ താൻ എന്നിലേക്ക് തിരിയണേ, തനിക്ക് ഭാര്യ തന്നതും കുട്ടിയെ തന്നതും ആഗ്രഹമൊക്കെ സാധിപ്പിച്ചു തന്നതൊക്കെ വിട്ടിട്ട് എന്നിലേക്ക് വരണേ എന്ന് കാണിക്കാനാണ് ഭഗവാൻ തരുന്നത്. ആ മട്ടിൽ അതിനെ മനസ്സിലാക്കണം. ദേവീമായാം തു ശ്രീകാമസ്തേജസ്കാമ വിഭാവസും വസുകാമോ വസൂൻ രുദ്രാൻ വീര്യകാമോ അഥ വീര്യവാൻ. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റൊക്കെ പറഞ്ഞ് അതിനെ ആരാധിക്കേണ്ട ദേവതമാരുടെ പേരും പറയുകയാണ്. പക്ഷെ ഇതാണ് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകം. അകാമ സർവകാമോ വ മോക്ഷകാമ ഉദാരധീഹി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം വരം. അകാമഹ, ഒരു കാമവും ഇല്ലാത്തവനാണെങ്കിലും സർവകാമോവ, എല്ലാ മോഹമുണ്ട്.
ഉള്ളവനാണെങ്കിലും ഒരാഗ്രഹം ഇല്ലാത്ത ആളാണെങ്കിലും എല്ലാ ആഗ്രഹം ഉള്ളവനാണെങ്കിലും തീവ്രേണ ഭക്തിയോഗേന തീവ്രമായ ഭക്തിയോടുകൂടി ആരെ ഭജിക്കൂ? ഭഗവാനെ ഭജിക്കൂ. തൃപ്തി ഉണ്ടാവും, ശാന്തി ഉണ്ടാവും. ഭഗവാന്റെ കഥകൾ കേൾക്കാത്തവരുടെ കഥ, ഭഗവാനെ ധ്യാനിക്കാത്തവരുടെ കഥ, ജീവിതത്തിൽ ശാന്തി വേണം, ആത്യന്തികമായ ദുഃഖനിവൃത്തി വേണമെന്ന് ലേശം പോലും ആഗ്രഹിക്കാത്തവരുടെ കഥ എന്തായിരിക്കും? കഷ്ടമായിരിക്കും. അതിനാണ് ആ ഒരു സംഗതിയും കൂടി വർണ്ണിച്ചു. ഭഗവാനെ പറ്റി പറയാത്തവരുടെ നാവ് എന്ന് പറഞ്ഞാൽ ലോക വിഷയങ്ങൾ പറയുന്നവരുടെ നാവ് അതെങ്ങനെയാണ്? മാളത്തിലുള്ള തവളയുടെ കരച്ചിൽ പോലെയാണ്. അവർ പുറമേക്ക് ഇനി എന്ത് പറഞ്ഞാലും അതൊക്കെ എന്താണ്? അത് ക്രോം 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 ക്രോം. അത് അത്രയേ ഉള്ളൂ. ജീവൻ മുക്തന്മാരെ സംബന്ധിച്ച് ഇനി ഭഗവാനെ പറ്റിയല്ലാത്ത എന്ത് പറച്ചിലും അവർക്ക് എന്ത് തോന്നുള്ളൂ? തവളയുടെ കരച്ചിൽ. അത്രയേ ഉള്ളൂ. ഒരു കാര്യമില്ല എന്നർത്ഥം. അങ്ങനെയുള്ള പറച്ചിൽ പാടില്ല. അതാണ് ജിഹ്വ ആസതി ദാർദുരിക്കേവ സൂത. ദർദുരെന്ന് പറഞ്ഞ തവള ദർദുരത്തിൻ്റെ പ്രഭാഷണം പോലെയാണ്. മഴക്കാലമായ അത് കരയും. അത് വലിയ പ്രഭാഷണമൊക്കെ ചെയ്യണതെങ്കിലും പുറമേക്ക് നമുക്ക് കേൾക്കുക ഒരു ശബ്ദം മാത്രമാണ്. അത്രയേ ഉള്ളൂ. ഭാരപ്പരം പട്ടകിരീടചുഷ്ടം. ഭഗവാനെ നമസ്കരിക്കാത്തവരുടെ ശിരസ് കഴുത്തിന് ഭാരം ആണ്. തല ഒന്നും പറയാൻ വയ്യ. ശാവൂ കരവുന്നു കുരുതസ്സപര്യാം. കൈകൊണ്ട് സൽക്കർമ്മം ചെയ്യണില്ല, ഈശ്വരപൂജ എന്ന് സങ്കല്പിച്ചും കൊണ്ട് കർമ്മം ചെയ്യണില്ലെങ്കിൽ അയാളുടെ ആ കൈ ശവത്തിൻ്റെ കയ്യാത്രയാണ്. ശവത്തിൻ്റെ കൈ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇത്രയേ ഉള്ളൂ. ബർഹായിതേ നയനേ നരാണാം. ഭഗവാനെ കാണാത്ത കണ്ണ് എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളെ കാണാത്ത കണ്ണ്, കാണുന്നവരിലൊക്കെ ഭഗവാനെ കാണാൻ സാധിക്കാത്ത കണ്ണ്. അതാണ് ശരിക്കുള്ള അർത്ഥം. അവരുടെ കണ്ണെന്ന് പറഞ്ഞാൽ അത് മയിൽപ്പീലിക്ക് കണ്ണുണ്ടല്ലോ അതുപോലെ ഒരു കണ്ണിൻ്റെ ആകൃതി. അത് കണ്ണൊന്നല്ല. മയിൽ കാണുന്നത് പീലിക്കണ്ണുകൊണ്ടാണോ? അല്ല, നമ്മളത് പീലിക്കണ്ണെന്ന് പറയുന്നേ ഉള്ളൂ. അത് കണ്ണുകൊണ്ട് കാണാനൊന്നും പറ്റില്ല. ഇതുപോലെ ഒരലങ്കാരം എന്നല്ലാണ്ട് എന്ത് കാര്യം? കാണാനൊന്നും സാധിക്കില്ല. തദശ്മസാരം ഹൃദയം ബതേതം. ഈശ്വര കഥകൾ കേൾക്കുമ്പം രോമാഞ്ചം ഉണ്ടാവുന്നില്ലെങ്കിൽ, ഇത് കേൾക്കണം എന്നുള്ളൊരു ത്വര ഉള്ളിലുണ്ടാവണില്ലെങ്കിൽ, ലേശം പോലും ഹൃദയം അലിയുന്നില്ലെങ്കിൽ അവരുടെ ഹൃദയം എന്താണ്? ഹൃദയത്തിന് പറയേണ്ട പേര് കല്ല് ആണ്. തദശ്മസാരം. അവരുടെ ഹൃദയം കരിങ്കല്ലാണ്. നേത്രേ ജലം ഗാത്ര രുഹേഷു ഹർഷ. കഥകൾ കേൾക്കുമ്പം എന്തുണ്ടാവണം? രോമാഞ്ചം ഉണ്ടാവുക. ഇതെൻ്റെ ഭഗവാനെ പറ്റിയല്ലേ പറയണത്, അല്ലെങ്കിൽ ഇതെന്നെ പറ്റിയല്ലേ പറയണത് എന്നുള്ള മട്ടിൽ പുതിയ ആശയങ്ങൾ ഉള്ളിലേക്ക് വരുമ്പം എന്തുണ്ടാവണം? ഹൃദയം അലിയണം, ആനന്ദം ഉണ്ടാവണം. അതാണ് വേണ്ടത് എന്നുള്ളത് ബോധിപ്പിക്കുകയാണ്. പിന്നെ വിശ്വസൃഷ്ടിയെ സംബന്ധിച്ച ചോദ്യം പരീക്ഷത്ത് ചോദിക്കുകയാണ്. ഇത്രയും കേട്ട സമയത്തെ ചോദ്യം ചോദിക്കുകയാണ്, ഭഗവാൻ എന്തിനീ ലോകത്തെ സൃഷ്ടിച്ചു? അപ്പം അതിന് ഉത്തരം എന്താ വെച്ചാൽ സൃഷ്ടിച്ചിട്ടില്ല എന്നാ ഉത്തരം. പക്ഷെ അങ്ങനെ പറയാൻ വയ്യല്ലോ. നമ്മൾ കാണുന്ന സംഗതി ഇല്ല പറയാൻ പറ്റുമോ? അപ്പം നമ്മൾ ആദ്യം സമ്മതിച്ചു തരികയാണ്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരിക്കലും അതില്ല തോന്നില്ല. തോന്നും? നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയോ ഇല്ലാത്തതാണ്? ഇല്ല. സ്വപ്നത്തിലൊരാൾ വന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇതില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല പറയും. തട്ടി വിളിച്ചാൽ വേറൊരു വഴിയില്ല. സ്വപ്നത്തിൽ കാണുന്ന വിഷമം തീർക്കണമെങ്കിൽ എന്താ വഴി? സ്വപ്നത്തെ പോയി പരിഹരിക്കുക അല്ല, ഒറ്റ വഴി. തട്ടി വിളിച്ചാൽ അയാൾ പേടിച്ച് കരയാണ്. സ്വപ്നത്തിൽ കരയുക. എന്നാൽ കരച്ചിൽ പുറമേ കേൾക്കണമുണ്ട്. അയ്യോ അയ്യോ എന്നൊക്കെ വിളിച്ച് കരയാണ്. ഒറ്റ വഴിയുള്ളൂ. എന്ത് ചെയ്യുക? വേഗം ഉണർത്തി രക്ഷപ്പെട്ടു. താൻ വിളിച്ചത് നന്നായിട്ടില്ല, ഇപ്പം കഥ കഴിഞ്ഞാനേ ഒറ്റ കത്തി വെച്ച് നിൽക്കണേ. അപ്പം എന്തോ ഭാഗ്യം എണീറ്റു. വേറെ വഴിയില്ല. ആ എണീപ്പിക്കുകയാണ് ആര് ചെയ്യണത്? ഭാഗവതം ചെയ്യണതാണ്. നിങ്ങൾ സ്വപ്നമാണ് ഈ കാണുന്നത്, ദുഃഖിക്കേണ്ട കാര്യമില്ല, അത് സ്വപ്നമാണ് എന്ന് പറയുമ്പം തട്ടി ഉണർത്താൻ ഒരാൾ വേണ്ടേ? അതാണ് ഗുരുനാഥൻ ചെയ്യണത്, പുരാണങ്ങളൊക്കെ ചെയ്യണത്. അതുകൊണ്ട് വാസ്തവത്തിൽ സൃഷ്ടിയെന്നൊന്നും ഇല്ല പറയുമ്പം ഇത് കണ്ടുകൊണ്ടിരിക്കണം നമുക്കത് പ്രയാസമായിട്ട് തോന്നും. ശരി, അതുകൊണ്ട് നമ്മൾ ഇരുന്ന് കേൾക്കും വേണ്ടേ? അതിനുവേണ്ടി അംഗീകരിക്കുകയാണ്. ഉണ്ട് കേട്ടോ. എന്താണ്? ഭൂതമില്ല പറഞ്ഞാൽ വിശ്വസിക്കില്ല. എന്നാൽ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ആദ്യം വെള്ളിയാഴ്ച രാത്രി 12 മണി എന്ന് പറഞ്ഞിരിക്കുക നമ്മൾ. അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എന്താ ചെയ്യുക? കേട്ട് ഉണ്ട് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒന്ന് സമ്മതിച്ചു കൊടുക്കുക. അതേപോലെ വെറുതെ ഒന്ന് പറയാനുള്ള തുടക്കത്തിന് വേണ്ടി അംഗീകരിക്കുകയാണ്. സൃഷ്ടിക്രമം തന്നെ വാസ്തവത്തിൽ പല പുസ്തകത്തിലും പല രീതിയിലാണ്. പുരാണങ്ങൾ തന്നെ വ്യത്യാസമുണ്ട്, ഓരോ ശാസ്ത്രത്തിൽ വ്യത്യാസമുണ്ട്. സാഖ്യശാസ്ത്രം പറയുന്ന സൃഷ്ടിയല്ല വേദാന്തത്തിലെ സൃഷ്ടി. ഉപനിഷത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. എന്താണ് സൃഷ്ടിയെ പറ്റി പറയുമ്പോഴേ പലതിലും പല രീതിയിലാണ്. പുരാണങ്ങൾ ദേവി ഭാഗവത്തിൽ പറയണ പോലെയല്ല ഭാഗവത്തിൽ പറയണത്. ഒക്കെ വ്യത്യാസമുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? എന്താ ഈ ചർച്ച? ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്. അതെന്നെ കാണിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? ഇത് വെറുതെ പറയുകയാണ്, ഉള്ളതല്ല. സൃഷ്ടി തന്നെ ഇല്ല എന്ന് പറയാൻ പോകുന്ന ആളാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് തുടക്കത്തിന് വേണ്ടി എന്ത് ചെയ്യാണ്? വെറുതെ ഒരു കഥ പറയുകയാണ്. ഇതുപോലെ ചോദിച്ചാൽ നമ്മുടെ മനസ്സ് നിൽക്കണം, അതിന് വേണ്ടി ഒരു കഥ പറയുക. അതൊരു ഉദാഹരണം പറയുകയാണ്. വന്ധ്യാപുത്രൻ ആരാണ്?
വന്ധ്യാപുത്രൻ കേട്ടോ. വന്ധ്യാപുത്രൻ മുയൽക്കൊമ്പുമായി എവിടെ മുയൽക്കൊമ്പുമായി ആകാശപുഷ്പം ചൂടി എന്ത് ചൂടിയിട്ട് മരുമരീചികയിൽ മുങ്ങി. എവിടെ മുങ്ങി? ഇതൊക്കെ ഇല്ലാത്തതാ പറഞ്ഞത്. എന്നാൽ എന്തോന്ന് കണ്ടില്ലേ? വന്ധ്യയ്ക്ക് പുത്രൻ ഉണ്ടാവില്ല. പക്ഷെ പറഞ്ഞത് എന്താ? വന്ധ്യാപുത്രൻ. മുയലിന് കൊമ്പുണ്ട്, ആകാശത്ത് പുഷ്പമുണ്ടോ? മരുമരീചികയിൽ മുങ്ങാൻ പറ്റുമോ? വെള്ളം ഉണ്ടെന്ന് തോന്നിയുള്ളൂ, മുങ്ങാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ എന്തോന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇതുപോലെ തൽക്കാലം ഒരു ഭ്രമിപ്പിക്കുക, ഒരു കാര്യം പറയാം നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി എന്നല്ലാതെ സൃഷ്ടിയിൽ എന്ത് ചെയ്യേണ്ട, വല്ലാതെ ഈ ക്രമത്തിൽ ഭ്രമിക്കേണ്ട. പക്ഷെ നമുക്ക് അധികം ഉണ്ടാവുക അങ്ങനത്തെ ഓരോ ഭ്രമമാണ്. എന്നാലും അഹന്തത്വം മഹത്തത്വം ഇതെന്താ ഈ തത്വം? ഒക്കെ മനസ്സ്. എന്താണ് ജീവാലക്ഷന്മാർ പറയും മനസ്സ്. എന്താണ് മനസ്സ്? ഇങ്ങനെ പലതായിട്ട് അഹന്തത്വം മഹത്തത്വം പല പേരിലിങ്ങനെ അറിയപ്പെടുന്നു. അല്ലാണ്ട് അതിനില്ലാണ്ടിയേക്കാം. മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കത്തിക്കാൻ പോവുകയാണ്. പിന്നെന്തായാലും എന്താ, മനസ്സിനെ ശുദ്ധമാക്കണോ അശുദ്ധമാക്കണോ? അല്ല, അശുദ്ധമായ മനസ്സിനെ ശുദ്ധമാക്കണോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മനസ്സിനെ തന്നെ ഇല്ലാണ്ടിയാക്കാൻ പോവുക. എന്താണ്? നമ്മളിപ്പോൾ ഒന്ന് വലിച്ചെറിയാൻ പോവുക. നമ്മൾ നന്നാക്കി വലിച്ചെറിയോ? ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് വലിച്ചെറിയാം. ഇല്ല, എന്തായാലും ഒഴിവാക്കുകയാണ്. പിന്നെ ഇത് ശുദ്ധമാക്കണം എന്തിനാ? അശുദ്ധം അതൊന്നും ശുദ്ധം അശുദ്ധം എന്നുള്ളതൊക്കെ അതൊക്കെ നമ്മൾ വിചാരിക്കുകയാണ്. എന്ത് ശുദ്ധം എന്താ ശുദ്ധം എങ്ങനെ കണക്കാക്കുക? നമ്മൾ ചിലത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും, അത് ശുദ്ധം ഇങ്ങനെയായ ശുദ്ധം എന്നൊക്കെ വിചാരിക്കുകയാണ്. ഒന്ന് അതന്നെ ഒഴിവാക്കുമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തൽക്കാലം ഒരു തുടക്കത്തിന് വേണ്ടി കഥാരൂപത്തിൽ വർണ്ണിക്കുകയാണ്. ഭഗവാന്റെ അവാച്യമായ മഹിമയാണ് സൃഷ്ടി എന്ന് പറയുക. അതൊന്നും പറയാൻ പറ്റുന്നതല്ല. അപ്പം പിന്നെ ഈ പരീക്ഷത്തിന് മനസ്സിലാവണത് പോലെ എന്നെക്കൊണ്ട് ഭഗവാനെ പറയിപ്പിക്കണേ എന്ന് ശ്രീശുവർ പറയുകയാണ്. അത്രയേ ഉള്ളൂ. ആർക്ക് മനസ്സിലാവും പോലെ? ഇയാളുടെ കഥ അപ്പോൾ നമുക്ക് നിശ്ചയില്ലല്ലോ. അപ്പം അദ്ദേഹത്തിന് മനസ്സിലാവണത് പോലെ ഭഗവാനെ എന്നെക്കൊണ്ട് പറയിപ്പിക്കണേ എന്ന് ശ്രീശുവർ പോലും പരമഹംസനാണ് ശ്രീശുവർ. അദ്ദേഹം പോലും ഭഗവാനെ ആശ്രയിക്കുകയാണ്, ഭജിക്കുകയാണ്. അതാണ് ശുഖസാരസ്വതം. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭു നിർമ്മായ ശേതേയതമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകസ്വലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭഗവാനെ സഹാ അലങ്കൃഷിഷ്ട, എൻ്റെ നാവിൽ വന്ന് അലങ്കരിക്കണേ. ഭഗവാൻ പറയുകയാണ്, ഞാൻ പറയല്ല എന്നർത്ഥം. തൻ്റെ ആ അഹന്തം കണ്ട് ഒഴിവാക്കിയാലൊക്കെ വേണ്ടതുപോലെ നടന്നോളൂ. നമ്മളതിൽ പോയി ഇരിക്കുമ്പോഴാണ് അപകടമാവുക. ഞാൻ ചെയ്യണമെന്നുള്ള വിചാരം ഉണ്ടാകുമ്പോഴാണ് പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. അതൊക്കെ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കുന്നു എന്ന് വിചാരിക്കുമ്പം നമ്മൾ സ്വസ്ഥായി. ഇനി ഭഗവാൻ എന്താ വെച്ചാൽ വേണ്ടതുപോലെ പരീക്ഷത്തിന് മനസ്സിലാവുന്നതുപോലെ എന്നെക്കൊണ്ട് പറയിക്കട്ടെ. അങ്ങനെ ഭഗവാനെ വന്ദിച്ചു പറയാനായിട്ട് തുടങ്ങുകയാണ്. അതാണ് 5-ാമത്തെ അധ്യായം, പ്രപഞ്ച വിവരണം. പണ്ട് ഈ ചോദ്യം പരീക്ഷത്തെ നാരദർ ചോദിച്ചിരുന്നു എന്നാണ് സംവാദമായിട്ട് പറയുകയാണ്. അങ്ങനെയാകുമ്പം നമുക്കത് എളുപ്പമുണ്ടാവും, ശ്രദ്ധ കിട്ടും. ഒരാൾ ചോദിച്ചു പറഞ്ഞു പറയുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. പണ്ട് ഈ ചോദ്യം നാരദർ ചോദിച്ചു. ആരോട് ചോദിച്ചു? ബ്രഹ്മാവിനോട്. നാരദർ ഒരിക്കൽ ബ്രഹ്മാവിനെ കാണാൻ പോയപ്പോൾ സമയത്ത് ബ്രഹ്മാവ് കേമായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ ഭവാൻ ചരദ്ഘോരം യത്തപസ്സു സമാഹിത തേന ഖേദയസേ നസ്ത്വം പരാശങ്കാം പ്രയച്ഛസി. അപ്പം നാരദർ ചോദിച്ചു, ബ്രഹ്മദേവൻ്റെ ആ ധ്യാനം കഴിയട്ടെ പറഞ്ഞ് കാത്തിരുന്നു. അതങ്ങോട്ട് കഴിഞ്ഞപ്പം അച്ഛനോട് ചോദിക്കുകയാണ്, അല്ല ഞാൻ കരുതി അങ്ങാണ് ഏറ്റവും പവർഫുൾ, ഏറ്റവും കേമൻ അങ്ങാണെന്നാണ് വിചാരിച്ചത്, സുപ്രീം. ഇനി അങ്ങോട്ടൊരാളില്ല എന്ന് കരുതിയിരിക്കുമ്പം ഞാൻ വരുന്ന സമയത്ത് അങ്ങ് ധ്യാനിച്ചിരിക്കുക. അപ്പോൾ അങ്ങയുടെയും മുകളിലൊരാളുണ്ടോ എന്ന് ചോദ്യം. നാരദർക്ക് അങ്ങനത്തെ ചോദ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണ്ടിയാണ് ഇതൊക്കെ. നമ്മളെ നേരെയാക്കാലോ ഉദ്ദേശം, എന്നിട്ട് നാരദരെ നേരെയാക്കാലോ ഒന്നുമല്ല. അവരൊക്കെ എന്ത് ചെയ്യാണ്? ആ കഥാപാത്രങ്ങളൊക്കെ നമുക്കുള്ള സംശയങ്ങളെ തീർത്തു തരികയാണ്. ഇനിയിപ്പം ദശമത്തിൽ കാണാമല്ലോ, നാരദർ അങ്ങോട്ട് പോയി ഭഗവാൻ എങ്ങനെയാണ് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് കഴിയുന്നത് നോക്കാൻ നാരദർക്ക് അറിയാത്ത കാര്യമാണ്. നമുക്ക് കാണിച്ച് നാരദർ പോയോണ്ടല്ലോ നമ്മൾ കണ്ടത്. നമ്മളുടെ ക്യാമറയും കൊണ്ട് ആര് പോവുകയാണ്? നാരദർ അതാ കണ്ടോളിട്ടോ ഇങ്ങനെയൊക്കെയാണ് കാണിച്ചു തരാൻ പോവുകയാണ്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നാരദർക്ക് അങ്ങനെ സംശയമൊന്നുമില്ല. പരാശങ്കാം ചോദിക്കുകയാണ്. നമുക്കൊരു ധാരണ ബ്രഹ്മാവാണ് ഏറ്റവും വലുത് ഇല്ലേ? അങ്ങനെ പറയണില്ലേ? ബ്രഹ്മാവിന് പോലും എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമുക്കതിലപ്പുറത്തേക്ക് നിശ്ചയില്ല. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ മനസ്സാണ്. എന്താണ്? നമുക്കത്രയും നിശ്ചയമുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ നമുക്കിപ്പോഴും അറിയണില്ല. മനസ്സിൻ്റെ അപ്പുറത്തേക്ക് പോകണം. അതാണെന്ത്? ബ്രഹ്മം, ബോധം. അതാണ് വിഷ്ണു ഭഗവാൻ. അങ്ങനെയാണ് ഇവിടെ പുരാണത്തിൽ കൽപ്പിക്കുക. അപ്പോൾ അവിടെ വെച്ച് ബ്രഹ്മദേവൻ പറയാണ്, എന്നാൽ വാസ്തവത്തിൽ മനസ്സിലായിക്കോളൂ നാരദരെ, എല്ലാവരും കരുതുന്നത് ഞാനാ കേമൻ എന്നാണ്. എല്ലാവരും പറയും മനസ്സാണ് കേമൻ, മനസ്സിനാണ് ഏറ്റവും ശക്തി. അല്ലല്ല, അതിൻ്റെ അപ്പുറത്തൊന്നുണ്ട്. അതാണ് വിഷ്ണു ഭഗവാൻ. അയാളുടെ കയ്യിലാണ് ഞാനൊക്കെ. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല. അദ്ദേഹം ഉണ്ടാക്കി വെച്ച സംഗതി എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിട്ട് പ്രൊപ്പോഷൻ മാറ്റിയിട്ട് മനുഷ്യൻ മൃഗം സസ്യമൊക്കെ ആക്കണമെന്നേ ഉള്ളൂ. പച്ചക്കറി എടുത്തിട്ട് അങ്ങോട്ട് കഷ്ണം മുറിച്ച് കൂട്ടാൻ ഉണ്ടാക്കുന്നത് പോലെ ദേഹണ്ണക്കാരനെ പോലെയാണ് ബ്രഹ്മാവ്.
നമ്മൾ ദേഹണ്ണക്കാരനെ തൊഴുതു. അദ്ദേഹം പറയുകയാണ് ഞാനല്ല, കൃഷിക്കാരാണ്, ഇതൊക്കെ എവിടുന്ന് കിട്ടി, ഈ വിഭവമൊക്കെ പച്ചക്കറിയൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം ചോദിക്കുക. അതുണ്ടാക്കിയ ഒരാളുണ്ടല്ലോ ഇല്ലേ? അതുകൊണ്ട് എന്നെ സ്രഷ്ടാവെന്ന് പറയണമെന്നല്ലാണ്ട് വാസ്തവത്തിൽ ഞാനൊന്നും സൃഷ്ടിച്ചിട്ടില്ല. പ്രകാശിപ്പിക്കുക മാത്രമേ ഉണ്ടായുള്ളൂ. ഇവിടെ ഉള്ളതിനെ പ്രകാശിപ്പിച്ചു, സൂര്യനെ പോലെ. സൂര്യൻ വല്ലതും സൃഷ്ടിച്ചോ? സൂര്യൻ ഉദിച്ചപ്പോൾ നമ്മളത് കാണുന്നു. നമുക്ക് വേണമെച്ചാൽ പറയാം സൂര്യനാണെന്ന്. സൂര്യൻ പറയാം അല്ലല്ലേ ഞാനല്ല, ഞാൻ വരുമ്പോൾ അതിങ്ങനെ പ്രകടമാവുന്നേ ഉള്ളൂ, ഞാനല്ല. ഇതുപോലെയാണ് ബ്രഹ്മാവല്ല ചെയ്യണത്. ബ്രഹ്മാവിന് പോലും ഒരു അടിസ്ഥാനമുണ്ട്, അത് ഭഗവാനാണ്, വിഷ്ണു ഭഗവാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ കഥ. പണ്ട് ബ്രഹ്മാവ് തപസ് ചെയ്യണു. ഭഗവാൻ കഥാരൂപത്തിൽ പറയുമ്പം പറയുക വിഷ്ണു ഭഗവാൻ അങ്ങനെ പാലാഴിൽ പള്ളി കൊള്ളുകയാണ്. ഇത് കഥാരൂപത്തിൽ പറയുകയാണ്. എന്ന് പറഞ്ഞ അർത്ഥം ബോധം, വേറെ ഒന്നുമില്ല. വ്യക്താവ്യക്തമിതം ന കിഞ്ചിത് അഭവത്, വ്യക്തമായോ അവ്യക്തമായോ ഒന്നുമില്ല. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും നിങ്ങളൊക്കെ ലേശം ഉറങ്ങാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഇതാണ് സൃഷ്ടിയുടെ പ്രശ്നം. കാരണം ഇത് മനസ്സിന് പിടികിട്ടണമെന്നല്ല. കാരണം നമ്മൾ സൃഷ്ടിയിൽപ്പെട്ടവരാ. സൃഷ്ടിയിൽപ്പെട്ടവർ നമുക്ക് സൃഷ്ടിയെപ്പറ്റി മനസ്സിലാവൂ. നമ്മൾ സൃഷ്ടിയിൽപ്പെട്ടതായതുകൊണ്ട് ഒരിക്കലും അതിനെപ്പറ്റി മനസ്സിലാവണതല്ല. മാറി നിന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഇതില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി തുടക്കം പറയുകയാണ്. പണ്ട് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭഗവാൻ ഒരു മാറ്റം ഒരു കാലത്തും ഉണ്ടാവില്ല. ഉണ്ടായി എന്ന് പറയരുത്, ഭഗവാൻ ഉണ്ടായി പറഞ്ഞവൻ ഇല്ലേണ്ടി എന്ന് പറയേണ്ടി വരും. ഭഗവാനേ ഉള്ളൂ. അതിലാദ്യം എന്ത് പ്രകടമായി? അതിൽ ബ്രഹ്മാവ് പ്രകടമായി. അത് പറയുകയാണ്. എന്താ കാരണമൊന്നുമില്ല. ഇനിയിപ്പം ബ്രഹ്മാവിനെ കണ്ട സ്ഥിതിക്ക് പറയാം. ബ്രഹ്മാവിനെ കാണില്ലൊരു കുഴപ്പമില്ലായിരുന്നു. ബ്രഹ്മാവിനെ കണ്ട സ്ഥിതിക്ക് പറയാം. ഭഗവാന് തോന്നി എന്ത്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു ബോറടി, ഒരു സത്സംഗമായാൽ എന്താ, ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കണം, ഒരാളും കൂടി വേണ്ടേ എന്ന് തോന്നി അദ്ദേഹം തൻ്റെ നാഭിയിലേക്ക് നോക്കിയപ്പം അവിടെ നിന്നൊരു കമലം ഉണ്ടായി, താമര വിടർന്നു. ആ താമര ആരാ ഉണ്ടാക്കിയത്? ഭഗവാനുണ്ടാക്കിയത്. പക്ഷെ നമ്മൾ പറയാം പ്രപഞ്ചം ഉണ്ടാക്കിയത് ബ്രഹ്മാവാന്നാ പറയുക. അല്ല, ഭഗവാന്റെ നാഭി കമലം, ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായി കമലം. അത് വിടർന്നപ്പോൾ അതിൽ നിന്നാരുണ്ടായി? ബ്രഹ്മാവുണ്ടായി. ബ്രഹ്മാവ് ചുറ്റും നോക്കി, ഒന്നും കാണുന്നില്ല. താൻ ആരെന്നുള്ളത് ബ്രഹ്മാവിന് അറിയില്ല. താനിപ്പോൾ എന്തേ ഉണ്ടായി? നമുക്ക് ഉറക്കം ഉണർന്നാൽ ഉണ്ടാവില്ലേ? എന്താ പോലെ അത് ഗുരുവായൂരാ, സത്സംഗം, ശരിയാ, പിന്നെ റെഡി. ആദ്യത്തെ ഒരു 3-4 സെക്കൻഡ് എന്താണെന്നൊരു പിടികിട്ടായുണ്ടാവും. ഇതാണ് ബ്രഹ്മാവിനെ പെട്ടെന്ന് അങ്ങോട്ടാണ്. ഇത് എന്താ ഞാനാരാ, എവിടെയാണ് നിൽക്കുന്നത്, എന്താ എൻ്റെ അടിസ്ഥാനം? കുറേ താമര തണ്ടിലൂടെ അകത്താഴത്തേക്ക് പോയി നോക്കി, ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്നത് പോലെ കീറി മുറിക്കുക. എവിടെ ഈശ്വരൻ? ഹൃദയത്തിലുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കാണണ്ടേ? ഡോക്ടറോട് ചോദിച്ചു കണ്ടുവന്ന് ഇല്ല. ചിലർ പറയും ഹൃദയം മാറ്റി വയ്ക്കണില്ലേ ഇപ്പം. അപ്പോൾ എവിടെ ഈ ജീവൻ ഇരിക്കുന്നത്? ഹൃദയത്തിലാണ് ആണോ? അതെല്ലാം കൂടിയായിട്ട് അങ്ങനെ ഇരിക്കണമെന്നേ പറയാൻ പറ്റുള്ളൂ. അതാണ്, അതൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ലല്ലോ. ഏതായാലും ഇവിടെ അങ്ങനെ ആ ഭഗവാൻ ഒന്ന് ധ്യാനിച്ചു, സങ്കല്പിച്ചു. ഉടനെ തന്നെ നാഭിയിൽ നിന്ന് കമലമുണ്ടായി, അത് വിടർന്നു. അതിൽ ബ്രഹ്മാവുണ്ടായി. ബ്രഹ്മാവ് മനസ്സ്, അത് കുറേ താഴത്തേക്ക് പോയി, കുറേ മുകളിലേക്ക് പോയി എന്ന് പറഞ്ഞ അർത്ഥം പുറമേക്ക് അന്വേഷിക്കുക. സമാധാനമായിട്ടിരിക്കാനേ ചായ കുടിച്ചു നോക്കുക, കാപ്പി കുടിച്ചു നോക്കി, പിന്നെ ചുക്ക് കാപ്പി ആക്കി നോക്കി, പിന്നെ ഗ്രീൻ ടീ ആക്കി നോക്കി, പിന്നെ ചുക്ക് വെള്ളമാക്കി കുറച്ച് കാലം, പിന്നെ അങ്ങനെ നോക്കുക. ഓരോന്ന് കഴിച്ചു നോക്കുക, തൊട്ട് നോക്കുക, കണ്ടു നോക്കുക. അതാണ് പുറമേക്ക് അന്വേഷിച്ചു പറഞ്ഞത്. കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി കിട്ടും തോന്നണില്ല. അവസാനം തൻ്റെ എവിടെയാണോ വന്നത് അവിടെ തന്നെ പോയിരുന്നു. അതേ ചെയ്യാനുള്ളൂ. ഏതുപോലെ ചോദിച്ചാൽ, കപ്പൽ എടുക്കുന്നതിൻ്റെ മുമ്പ് ഒരു പക്ഷി വന്ന് ആ കപ്പലിൻ്റെ ആ കൊടിയുടെ മുകളിലിരുന്നു. അത് ഉറങ്ങിപ്പോയി. നമ്മളെപ്പോലെ ഉറങ്ങിപ്പോയി. നിർത്തുമ്പോഴവൻ ഞെട്ടി ഉണരും. അതെന്താ ഈശ്വരൻ, എല്ലാവരും നീറ്റു, എന്താ? അതേപോലെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഈ പക്ഷി ഉറങ്ങി. അവിടെയും കപ്പൽ സഞ്ചരിച്ചു, നടുക്കടലിലെത്തി. ആരെണീറ്റു? പക്ഷി എണീറ്റു. സ്ഥലമൊക്കെ മാറിയിട്ടുണ്ട്. തൻ്റെ കൂടുംമാരൊന്നും കാണുന്നില്ല. എന്ത് ചെയ്യും? എങ്ങോട്ടാണ് പോകേണ്ടത്? ഏത് ഭാഗത്തേക്കാണ് പോകണ്ടു? കുറേ തെക്കോട്ട് പോയി, കുറേ പോയി, ചിറക് അടിച്ച് കുഴയാൻ വയ്യാണ്ടി എന്ന് തോന്നിയപ്പോൾ തിരിച്ച് വന്ന് അവിടെ ഇരുന്നു. ആ കുറ്റിയുടെ മുകളിലിരുന്നു. പിന്നെ വടക്കോട്ട്, തെക്കോട്ട്, പടിഞ്ഞാട്ടൊക്കെ പോയി തിരിച്ചവിടെ തന്നെ വന്നിരുന്നു. ഉപനിഷത്തിലെ മന്ത്ര. ഇതുപോലെ നമ്മളും എന്നും ഉറങ്ങണത് എന്താ? രാവിലെ ആയിക്കഴിഞ്ഞാൽ വിഷയസുഖത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. വിഷയങ്ങളുടെ പിന്നാലെ സുഖാവും എന്ന് കരുതിയിട്ട്. രാത്രി ഇപ്പം മനസ്സിലായി ആത്മാവിലാണ് സുഖം. ചുരുണ്ട് കൂടി എവിടെ കിടന്നു? ഭഗവാന്റെ അടുത്ത് പോയിട്ട് കിടന്നതാണ്. ബ്രഹ്മാവ് ആരടുത്ത് പോയി കിടന്നു? ഭഗവാന്റെ അടുത്ത്. മനസ്സ് പോയി ആ ബോധത്തിൽ ലയിച്ചു. അതാണ് സുഖം. രാവിലെ ആകുമ്പോൾ വീണ്ടും മറന്നു. അല്ല, പുറമുണ്ടാവും. പിന്നെയും കുറേ ക്ലേശം അനുഭവം, തല്ല് കിട്ടിയ അവസാനം അല്ല ഇവിടെ തന്നെയാണ് എന്നും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്ര സുഖം ഭഗവാന്റെ ഒപ്പം കിടക്കുന്നത് കൊണ്ടാണ് ഇത്ര ദുഃഖമായിട്ടല്ലല്ലോ ഉറങ്ങണത്. എത്ര ക്ലേശം, എത്ര ദുഃഖം ഉണ്ടെങ്കിലും കരഞ്ഞാണെങ്കിലും ഉറങ്ങിയ എന്തായി? സുഖമായി. വേദന പോലും മറക്കണില്ലേ? ഉറങ്ങിയ വേദന പോയി. പിന്നെ മനസ്സ് പൊന്തുമ്പോഴാണ് ഇടയ്ക്ക് വേദനിച്ച് ഉണരുന്നത്.
എന്ന് പറഞ്ഞ അർത്ഥം ഏറ്റവും സുഖം അത് ഭഗവാന്റെ സ്വരൂപം, അതാണ് സുഖസ്വരൂപം. അങ്ങനെ ബ്രഹ്മാവ് ചുറ്റും ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പ്രപഞ്ചം തന്നെ പഠിപ്പിക്കണത് എന്താ വെച്ചാൽ ഉള്ളിലേക്ക് തിരിയുമെന്നാണ്. എന്താണ്? തപ തപ തപ. താല്പര്യം എന്താ? ഉള്ളിലേക്ക് തിരിയൂ, പുറമെ നോക്കിയിട്ടൊരു കാര്യമില്ല. വസ്തുവകകൾ കുറേ കണ്ടുപിടിച്ചത് കൊണ്ടും ഫാന് വെച്ചു, AC വെച്ചു, കാര്യമുണ്ടോ? സുഖാവും തോന്നുന്നുണ്ടോ? ഒക്കെ ഉണ്ടായിട്ട് സുഖമില്ലല്ലോ. AC-യുടെ നടുക്ക് അസ്വസ്ഥമായിട്ട് കഴിയല്ലേ, വേർത്ത് കുളിച്ചിരിക്കുക AC-യുടെ നടുക്ക്. വസ്തുവകകൾ സമ്പാദിക്കും തോറും സുഖം കൂടുന്നൊരു തെറ്റിദ്ധാരണ മാത്രമാണല്ല. ഇത്ര സൗകര്യമൊന്നും ഇല്ലാത്ത കാലത്ത് സമാധാനമായിട്ടിരുന്നുവല്ലോ. വസ്തു ഉണ്ടെന്ന് കരുതി സുഖം ഉണ്ടാവില്ല എന്നല്ല കേട്ടോ, അങ്ങനെയല്ല പറഞ്ഞത്. അതൊക്കെ ഉണ്ടാവാണ്ടിരിക്കുക, അതല്ല വിഷയം. അതൊന്നല്ല, സമാധാനമായിട്ടിരിക്കാൻ അത് വേണമെന്നൊന്നുമില്ല. ഉള്ളിലേക്ക് തിരിയൂ, ഇതാണ് തപഹ. തപഹ തപഹ എന്ന് പറഞ്ഞാൽ, തപഹ എന്ന് പറഞ്ഞ അർത്ഥം മനസ്സശ്ച ഇന്ദ്രിയാണാം ഐകാഗ്ര്യം പരമം തപ. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രമാക്കുന്നതിൻ്റെ പേരാണെന്ത്? തപസ്. അത്രയേ ഉള്ളൂ. അദ്ദേഹം കണ്ണടച്ചു, ഉള്ളിലേക്ക് തിരിഞ്ഞു, താൻ എവിടുന്ന് വന്നു അന്വേഷിച്ചു. ഞാൻ ആര്? അഹം കഹ. അങ്ങനെയാണ് ബ്രഹ്മാവിന് പേര് കിട്ടി, കഹ. കഹ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആരെന്നർത്ഥം. പിന്നെ മറ്റൊരർത്ഥം ബ്രഹ്മാവിൻ്റെ പേരാണ്. എന്താ അർത്ഥം? രണ്ടർത്ഥം. ബ്രഹ്മാവിൻ്റെ പേരാണെന്ത്? കഹ. ആ പേര് വരാൻ കാരണം എന്താ? അദ്ദേഹം ചിന്തിച്ചു, ഞാൻ ആര്? അഹം കഹ. ഞാൻ ആരാ? ഞാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ? ഞാനാവണമായിരുന്നു അവിടെ. തിരുമേനി ആയതുകൊണ്ട് തിരക്കാം. ഞാനാവണമായിരുന്നു. ഞാനാണെങ്കിലുണ്ടല്ലോ, ആരായിപ്പോയി ഞാൻ? ഞാൻ ആരാ? മനസ്സിനെയാണ് പറയണത് ആണോ? ശരീരത്തിനെയാണ് പറഞ്ഞത്? ആരെയാണ് പറഞ്ഞത്? ഇടയ്ക്ക് നമ്മൾ മനസ്സിനെ ആക്കും, അപ്പോൾ ക്ലേശം ഉണ്ടാവും. ശരീരത്തെ ആക്കുമ്പോഴേക്കും ക്ലേശം ഉണ്ടാവും. അത് രണ്ടും മാറി നിന്ന് ഞാൻ എന്നുള്ളത് ഇത് രണ്ടും അല്ലാത്ത ഒന്നെന്ന് അറിയുമ്പോഴോ സമാധാനമുണ്ട്. വേറെ വഴിയില്ല. അത് തിരിച്ചറിയണം. അത് അദ്ദേഹം അന്വേഷിച്ചു. ഞാനാര്? ഈ പൊന്തി വരുന്ന അഹന്തയാണോ? ഞാനാരാ എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ഞാനല്ല, ഞാൻ ഭഗവാനാ. ഞാൻ എവിടുന്നാണ് വന്നത്? ഞാൻ ഭഗവാനിൽ നിന്ന് വന്നു എന്ന് മനസ്സിലാക്കുകയാണ്. അതാണ് വൈകുണ്ഠം കണ്ടു പറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കുണ്ഠതകൾ പോയി, പരിഭ്രമമൊക്കെ നീങ്ങി. അവിടെ ആരെ കണ്ടു? വിഷ്ണു ഭഗവാനെ ശ്രദ്ധിച്ചു. എവിടെയാണ് കണ്ടത്? പുറമെയാണ്. അയാൾ കണ്ണടച്ചിരിക്കുക, ഉള്ളിൽ കാണുകയാണ്. തൻ്റെ ഉള്ളിലാണോ ഒക്കെ ഉള്ളത്. അവിടെ വെച്ച് ഭഗവാൻ ബ്രഹ്മാവിൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ആരെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങ് ബ്രഹ്മാവാണ്. അങ്ങയുടെ പണി സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സഹായിക്കുകയാണ് സൃഷ്ടിക്കാൻ. ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പ്രയാസമല്ലേ? സൃഷ്ടിച്ച വസ്തുക്കളോടൊക്കെ മമത ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നും എത്ര പേര് മരിക്കുന്നുണ്ട്? ദുഃഖിക്കാനല്ലേ നേരം ഉണ്ടാവുള്ളൂ. അച്ഛനമ്മമാർക്ക് മക്കൾക്ക് ആപത്ത് വരുമ്പോൾ പ്രയാസമല്ലേ? അങ്ങനെ ആകുമ്പോൾ ബ്രഹ്മാവിൻ്റെ മക്കളാണ് ഈ ലോകത്തുള്ളെല്ലാം. ദിവസം എത്ര പേര് മരിക്കുന്നുണ്ട്? ബ്രഹ്മാവിന് പിന്നെ ബുദ്ധിമുട്ടല്ലേ? വിഷമം ഒഴിഞ്ഞ സമയം ഉണ്ടാവുമോ? ഭഗവാൻ പറഞ്ഞു, അങ്ങനെയല്ല. അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം, ഞാനാണ് എല്ലാം ചെയ്യണത്. എന്താണ്? ഞാനാണ് ചെയ്യണത്. അങ്ങ് എൻ്റെ കയ്യിലെ ഉപകരണം മാത്രമാണ്. അങ്ങയെക്കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നു. അതാണ് സത്യം. അത് തിരിച്ചറിഞ്ഞാൽ മതി. നമുക്കുള്ള ഉപദേശമാണ്, പരീക്ഷണത്തിനുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഉപദേശമാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യണം? ഇങ്ങനെ നമ്മളൊരു ഉപകരണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല? അഹന്ത ഉണ്ടാവില്ല. ഞാൻ എന്ത് നടത്തുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് എന്തുണ്ടായി? ഞാനൊരു ഉപകരണം. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് നടക്കുന്നു. നടക്കണം എന്നാണ് ഭഗവാൻ ഇച്ഛയ്ക്ക് വെച്ച് നടക്കും. നടക്കണ്ട എന്നാണെങ്കിൽ നടക്കില്ല. ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കും, നടക്കില്ല. 27 പരിപാടിയില്ല. അല്ലാതെ അത്രയേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ഉണ്ട്, അതല്ലാതെ എന്ത് ചെയ്യണ്ട? വല്ലാതെ അതാണ് ബുദ്ധിമുട്ടേ. അതാണ് താല്പര്യം. നമ്മളൊരു ഉപകരണമാണ്. അവിടെ നടക്കേണ്ടത് നടക്കും ഭഗവാന്റെ സങ്കല്പത്തിനനുസരിച്ച്, ആ ബോധത്തിൻ്റെ സങ്കല്പത്തിനനുസരിച്ച്. അത്രയേ ഉള്ളൂ. അതാണ് താല്പര്യം. പക്ഷേ നമുക്കെന്ത് പറ്റും ചോദിച്ചാൽ, ഞാൻ എന്നുള്ള ചിന്ത അങ്ങോട്ട് പൊന്തി വന്ന് ഞാനാണെന്ന് വിചാരിക്കും തോറും ക്ലേശം കൂടുകയാണ്. ദേഹണ്ണക്കാരനാണ് പായസം ഉണ്ടാക്കുന്നത്, പക്ഷെ ചട്ടുകത്തിനിടയ്ക്ക് തോന്നുകയാണെന്ത് ഞാനാ? വല്ല അർത്ഥമുണ്ടോ? ചട്ടുകത്തിൽ തോന്നുക അത് മനസ്സിൻ്റെ പ്രശ്നമാണതേ. മനസ്സൊന്നുമല്ല. മനസ്സില്ലാത്ത സമയമുണ്ടല്ലോ, പക്ഷെ ബോധമില്ലാത്ത സമയമുണ്ടോ? മനസ്സില്ലാത്ത സമയം എപ്പോഴാ? ഉറക്കം ആണ്. ബോധമില്ലാത്ത സമയം. ഉറക്കത്തിലും ബോധമില്ലേ? ഞാനില്ലേ? ബോധം എന്ന് പറയുമ്പോൾ ചിലപ്പം ബോധം കടലുണ്ടെന്നൊക്കെ പറയും ചിലർ. ഞാനില്ലേ? അതാ ചോദ്യം. ഞാൻ ഇല്ലേ? ഉറങ്ങുമ്പോൾ ഞാനില്ല. അപ്പോഴും ഞാൻ ഇല്ല. പിറ്റേ ദിവസം ചോദിച്ചു നോക്കൂ, ഇന്നലെ ഉറങ്ങിയതാരാ? ഞാൻ. എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? സുഖമായിരുന്നു. സുഖം അറിഞ്ഞതാരാ? അവിടെ ഞാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ദുഃഖമായിട്ട് ഉറങ്ങിയെന്ന് പറയണ്ടേ? ദുഃഖമല്ലായിരുന്നു എങ്ങനെ മനസ്സിലാക്കി? ഞാനുണ്ടായിരുന്നു. പക്ഷെ
പക്ഷെ അനുഭവം ഒന്നും വിസ്തരിക്കാൻ എനിക്ക് സാധിക്കില്ല. പക്ഷെ ഒന്ന് പറയാം, ദുഃഖമൊന്നുമില്ല ആണ്. അത്രയേ ഉള്ളൂ. അവിടെ ഞാനുണ്ട്. ഞാൻ അങ്ങനെ ഇരിക്കാനാണ് പറയുന്നത്. നമുക്ക് ഉറക്കത്തിൽ പറ്റുന്നുണ്ട്, പക്ഷെ ഉണർന്നിരുന്നാൽ പറ്റണില്ല. ഉണർന്നിരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കണം. ഇതാണ് നമ്മളും ജ്ഞാനികളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഉറക്കത്തിൽ മാത്രമേ അങ്ങനെ ഇരിക്കണുള്ളൂ. ഉണർന്നാലും സ്വപ്നം കാണുമ്പോഴും പറ്റണില്ല. അവരെപ്പോൾ ഇരിക്കുമ്പോഴും ബോധത്തിലിരിക്കുകയാണ്. അവരുടെ മറുപടിയൊക്കെ അങ്ങനെ ഇരിക്കും. അവർക്ക് നമ്മളീ കാണുന്ന ലോകമില്ല. കാരണം അവരുടെ ശ്രദ്ധ മുഴുവൻ എവിടെയാണ്? അത് നമ്മളിപ്പം ഭാഗവതം തന്നെ ശ്രദ്ധിക്കണോണ്ട് ആ മട്ടിൽ നിൽക്കല്ലേ. നമുക്ക് മറ്റുള്ള വിഷയങ്ങളിൽ ശ്രദ്ധയില്ലല്ലോ, മറ്റുള്ളവരെ പോലെ അത്ര ശ്രദ്ധയില്ലല്ലോ. എന്താ കാരണം? ഇതെന്നെ ശ്രദ്ധിക്കണോണ്ടാണ്. ഇതുപോലെ ബോധത്തെ മാത്രം ശ്രദ്ധിക്കുന്നവർക്ക് ആ രീതിയിൽ അവർ ഉത്തരം പറയുള്ളൂ, ആ രീതിയിൽ അവർ ലോകത്തെ കാണുള്ളൂ. അതുകൊണ്ട് അവർക്ക് എന്തുണ്ട്? നല്ല സമാധാനമുണ്ട്. അതാണ് ഉത്തരം. ഏതായാലും അവിടെ വെച്ച് ഉപദേശം അതാണ്. ചതുശ്ലോകി ഭാഗവതം 4 ശ്ലോകങ്ങളാണ് നാരദർക്ക് ഈ ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അഹമേവാസമേവാഗ്രേ, ബ്രഹ്മാവേ അഹം ഏവ ആസം അഗ്രേ. എന്താണ്? അഹം ഏവ ആസം ഏവ അഗ്രേ. പിന്നെ തെറ്റില്ല. ആ പദം മനസ്സിലാക്കി എളുപ്പത്തിൽ വായിക്കാനും പറ്റും. പണ്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രഹ്മാവേ. ഞാൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാൻ എന്നുള്ള അർത്ഥം എടുക്കണമെന്നില്ല. ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ആണ്. ബോധം നമുക്കൊക്കെ ഉള്ളത് തന്നെ. ഉണരുന്നതിൻ്റെ മുമ്പ് ആരേ ഉണ്ടായിരുന്നുള്ളൂ? ഉണരാനുള്ളതാണ് സൃഷ്ടി. നമുക്ക് മനസ്സിലാവണ പോലെ പറയുകയാണ്, ഉണരാനുള്ളതാണ് സൃഷ്ടി. ഉണരുന്നതിൻ്റെ മുമ്പ് ആരാ ഉണ്ടായിരുന്നത്? ഞാൻ. ഉണർന്നപ്പോഴോ നിങ്ങളൊക്കെ ഉണ്ടായി ഇല്ലേ? ഞാൻ ഉറങ്ങുമ്പോൾ നിങ്ങളുണ്ടോ? എന്നെ സംബന്ധിച്ച് അത് എപ്പോഴും കൂടെ വെക്കണം. അങ്ങനെ എപ്പോഴും വെക്കണം കേട്ടോ. ഇത് വെച്ചില്ലെങ്കിൽ നമ്മൾ പറയാം തിരുമേനി ഉറങ്ങുമ്പോൾ ഞങ്ങളില്ലേ. അതല്ല, എന്നെ സംബന്ധിച്ച് നിങ്ങളുണ്ടോ എന്നാ ചോദ്യം. അങ്ങനെ ചിന്തിക്കാവൂ. എപ്പോഴും ഞാൻ എന്നെ വെക്കണം. അതാ മുഖ്യം. പ്രത്യേകിച്ച് ആധ്യാത്മിക വിദ്യയിൽ എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് വെച്ചിട്ടേ പഠിക്കാവൂ. ഇതില്ലെങ്കിൽ ഒക്കെ തെറ്റും. എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കും, മനസ്സിലാക്കണമൊക്കെ തെറ്റും. ഞാൻ ഉണർന്നപ്പോൾ നിങ്ങളുണ്ട്, നിങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. എനിക്ക് 3 അവസ്ഥ ഉണ്ട്: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഉണർന്നിരിക്കുക, ഉറക്കം, സ്വപ്നം. ഇതിൽ ആകെ നിങ്ങളുള്ളത് എപ്പോൾ മാത്രമാണ്? ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. സ്വപ്നത്തിലും സുഷുപ്തിയിലും നിങ്ങളില്ല. അതാണ് താല്പര്യം. അതാണ് സ്വപ്നം, സുഷുപ്തി. അതാണ് സൃഷ്ടി, സ്ഥിതി, ലയം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അപ്പം ഇവിടെ ഈ പ്രപഞ്ചം കാണുന്നതിന് മുമ്പ് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഉണർന്നിരിക്കുമ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോഴും ആരുണ്ട്? ഞാനുണ്ട്. പക്ഷെ നമ്മൾ ഈ മനസ്സിൽ വല്ലാതെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഈ മനസ്സിനെ നിരീക്ഷിച്ചിരിക്കുന്ന ബോധത്തെ നമ്മളിപ്പം ജാഗ്രത അവസ്ഥയിൽ അറിയുന്നില്ല. ഇപ്പം ആരുണ്ട്? ഈ പറയുമ്പോഴും എന്തുണ്ട്? ആ ഉറക്കത്തിലുള്ള ആ ബോധം ഉണ്ടല്ലോ, പിന്നിലിരിക്കുകയാണ്. നീ പറയടാ, പിന്നെ ഞാനുള്ളതുകൊണ്ട് നീ പറയുന്നു എന്നാരിയ്ക്കുന്നുണ്ട്? ബ്രഹ്മാവ് സൃഷ്ടിക്കണതൊക്കെ ഉണ്ട്, വിഷ്ണു ഭഗവാൻ ഇരിക്കുന്നത് പോലെ ഞാനുള്ളത് കൊണ്ട്. ഫാൻ തിരിയുമ്പോൾ വൈദ്യുതി പറയാണ്. നിൻ്റെ ആട്ടൊക്കെ കാണുമ്പോഴേ ആൾക്കാരൊക്കെ പ്രശംസിക്കുന്നുണ്ട്, ഫാൻ ഉള്ളതുകൊണ്ട് നന്നായി. ഫാൻ വൈദ്യുതി പറയാണ്, ക്രെഡിറ്റൊക്കെ നിനക്കാ കിട്ടുന്നത്. ഞാനുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയാലോ? അത്രയേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ ഈ പറയുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ഒക്കെ ആരുണ്ട്? ആ ബോധം അവിടെ ഇരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. അഹം ഏവ ആസം ഏവ അഗ്രേ. സൃഷ്ടിക്ക് മുമ്പ് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. സൃഷ്ടി നടക്കുമ്പോഴും, ഇവിടെ ഈ പ്രപഞ്ചം കാണുമ്പോഴും ഞാൻ തന്നെയുള്ളൂ. നാളെ ഈ പ്രപഞ്ചമൊക്കെ ഇല്ലാണ്ടാവും. അപ്പോഴും ആരുണ്ടാവും? എനിക്കൊരു മാറ്റവും ഒരു കാലവും ഉണ്ടാവില്ല. നല്ലൊരു ഉദാഹരണം ഓട്, വിളക്ക്. ഓടന്നെയാണ് വിളക്കായിട്ട് മാറുന്നത്. ആ വിളക്കായിട്ട് മാറിയത് സൃഷ്ടിന്ന് കൂട്ടിക്കോളൂ. അത് എന്തായി? വീണ്ടും അത് ഓടായിട്ട്, അല്ലെങ്കിൽ ഓടായി മാറി പറയാൻ പറ്റില്ല, കാരണം ഓടാണല്ലോ. അതുകൊണ്ടത് വീണ്ടും എന്താവുന്നു? അതിൻ്റെ രൂപം മാറിയാലും ഓടല്ലാണ്ടി ആവണുണ്ടോ? ഇതുപോലെ നമ്മുടെ രൂപം മാറണമെന്നേ ഉള്ളൂ. ഒരിക്കലും എന്താവണില്ല, വസ്തുവിൻ്റെ ഒരു മാറ്റം ഒരു കാലത്തും സംഭവിക്കുന്നില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതാണ് താല്പര്യം. അതാണ് ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം. എന്താണ് ആത്മാവ്, എന്താണ് ബോധം എന്നാണ് ഇപ്പം ആദ്യത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ചത്. ആത്മസ്വരൂപം വർണ്ണിച്ചതാണ് 1-ാമത്തെ ശ്ലോകം. 2-ാമത്തെ ശ്ലോകം എന്താണ്? മായ എന്തെന്ന് വർണ്ണിച്ചതാണ്. ഈ ആത്മാവിനെ വേണ്ടതുപോലെ അറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ദുഃഖം. അതെന്തുകൊണ്ടുണ്ടാകുന്നു? അതിന് കാരണം ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ച ആത്മനി തദ്വിദ്യാതാത്മനോ മായാം. അതിന് കാരണം എന്താ വെച്ചാൽ മായയാണ്. മായ എന്ന് പറഞ്ഞാൽ അതെൻ്റെ ശക്തി തന്നെയാണ്. എന്താണ്? ഭഗവാന്റെ ശക്തിയാണ് മായ. മായയ്ക്ക് 2 സ്വഭാവം: ഒന്ന് ആവരണം, 2 വിക്ഷേപം. 2 ശക്തികളാണ്. മറച്ചു വയ്ക്കുക, വേറൊന്നായി കാണിക്കുക. മറച്ചു വെച്ചാലും സാരമില്ല. നടന്നു പോകുന്ന സമയത്ത് ഒരു കയറുണ്ട്, അതിനെ മറച്ചു വെച്ചാൽ കുഴപ്പമില്ല. ഉണ്ടോ? കയറവിടെ കണ്ടില്ല, ഒരു കുഴപ്പമില്ല. കണ്ടില്ല എന്ന് മാത്രമല്ല, അതിനെ പാമ്പായി കാണിച്ചു. അയ്യോ! കാരണം ആവരണം മറച്ചു വയ്ക്കുക, വിക്ഷേപം വേറൊന്നായിട്ട് കാണിക്കുക. ഇവിടെ ഈശ്വരനെ കാണുന്നില്ല, അതെന്തായിട്ട് കാണുന്നു? പ്രപഞ്ചമായിട്ട് കാണും ചെയ്യുന്നു. ഭഗവാനെ കാണുന്നില്ല, ഭാര്യയായിട്ട് കാണുന്നു.
ഈശ്വരനെ കാണുന്നില്ല, കുട്ടിയായിട്ട് കാണുന്നു. ഈശ്വരനെ കാണുന്നില്ല, അച്ഛനായിട്ട് തോന്നുന്നു, എന്നാണ്, അമ്മയായിട്ട് തോന്നുന്നു. അത് ഈശ്വരനാണ്. വിളക്ക് തോന്നുന്നു, ഓടിനെ കാണുന്നുമില്ല. എങ്ങനെ ഉണ്ടാവും? വിളക്കാണ് സത്യം എന്ന് പറഞ്ഞാൽ അതിൽ ഓടങ്ങോട്ട് മാറ്റിയ വിളക്കുണ്ടോ? പിന്നെ ഇല്ലേ? ആലോചിച്ച് നോക്കൂ. ചിലർക്ക് ഈ ചിന്ത ഇതൊക്കെ ഒരു വരട്ട് വേദാന്തം. പക്ഷെ ഒന്ന് പറയട്ടെ, ഇതല്ലാണ്ട് വേറെ വഴിയില്ല. വരട്ട് വേദാന്തമൊക്കെ ആയിരിക്കും, പക്ഷെ ഇതല്ലാണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇത് ചിന്തിച്ചേ ഒക്കൂ. വേറൊരു വഴിയൊന്നുമില്ല. എല്ലാ സാധനയും എന്തിനാണ്? ഇത് ചിന്തിക്കാനുള്ള കരുത്തുണ്ടാക്കാനാണ്, ഉണർന്നിരുന്നത് ചിന്തിക്കാനുള്ള കഴിവുണ്ടാക്കാനാണ്. എന്ത് പറയണത്? ബാക്കി എന്ത് പറയുകയാണെങ്കിൽ അതൊക്കെ പറയണത് ഇതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടല്ലേ ഒരു പുരാണത്തിൽ പോലും ഇത് ഒഴിവാക്കിയിട്ടില്ലല്ലോ. മറ്റ് പലതും നമുക്ക് ഇഷ്ടപ്പെടുന്ന പലതും പറയണത് എന്തിനാ വെച്ചാൽ തൽക്കാലം അവിടെ ഇരിക്കട്ടെ, ഇത് കേൾക്കാൻ ഇരിക്കട്ടെ കരുതിയിട്ടാണ്. ഇതന്നെയാണ് മുഖ്യം, വേറെ വഴിയില്ല. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഓടിൽ ഉള്ള ശ്രദ്ധ പോയി. ഓടിനെ ശ്രദ്ധിച്ച പിന്നെ നമ്മൾ വിളക്ക് കാണുമോ? ഇല്ല. ഓടിനെ ശ്രദ്ധിക്കുന്ന ആൾക്ക് വിഷമം ഉണ്ടാവില്ല. ഇതിപ്പോൾ പൊട്ടി വിചാരിക്കുക, മൂശാരിക്ക് വിഷമമില്ല. കാരണം അയാൾക്ക് എന്താ പറയാം, ഓട് പോയിട്ടില്ല എന്ന്. എന്നാൽ വിളക്കിൽ ശ്രദ്ധിക്കുന്നവർക്കോ ജോത്സ്യനെ പോയി കാണും, ഓടൊന്നും കൂടും. മറ്റാൾക്കൊന്നുമില്ല, അയാളത് കൊണ്ടുപോയി വിളക്കി നേരെയാക്കി, അത്രയേ ഉള്ളൂ. വ്യത്യാസം മനസ്സിലാവണില്ലേ? അത്രയേ ഉള്ളൂ. അയാൾക്കറിയാം എന്ത് നശിക്കുക. ഓടിനൊരു മാറ്റം ഒരിക്കലും ഉണ്ടാവണില്ല, അതിന് മാറ്റം ഉണ്ടാവണില്ല. മാറ്റം ഉണ്ടാവുന്നത് നാമത്തിനും രൂപത്തിനാണ്. സൃഷ്ടിയുടെ വ്യാഖ്യാനം എന്താണെന്നറിയൂ? സൃഷ്ടിയുടെ ഡെഫിനേഷൻ തന്നെ നാമരൂപ അഭിവ്യക്തി സൃഷ്ടി. സൃഷ്ടി പറഞ്ഞ അർത്ഥം പുതുതായിട്ടൊന്നും ഉണ്ടാവില്ല, ഉള്ളതിന് നമുക്ക് നാമവും രൂപവും നമ്മൾ കൊടുക്കുകയാണ്, ആരോപിക്കുക. എന്താണ്? നാമവും രൂപവും ആരോപിച്ചു. ഓടിന് നമ്മൾ വിളക്ക് അങ്ങോട്ട് ആരോപിച്ചു. ഇതാണ് സൃഷ്ടി. ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഓട് വിളക്ക് എന്നെങ്കിലും പറയണമായിരുന്നു. കുറച്ചൊരു നന്ദി ഉണ്ടെങ്കിലേ എന്ത് പറയണം? കാരണം നമ്മളെ സ്വഭാവം കാണിക്കുകയാണ്. നമ്മൾ അതിനെ വിളക്ക്, ഭാര്യ, കുട്ടി അങ്ങോട്ട് കാണുന്നത്. ഈശ്വരൻ എന്ന് പറയണില്ല. ഓടല്ലേ വസ്തു. ഇതിൽ ഓടയുള്ളൂ. എത്ര കിലോ ഓടാണ്? ഓട് വിളക്കാണെങ്കിലും ഓട് വിളക്ക് വേറെ വേറെ ഉണ്ടോ? ഇല്ല, വിളക്ക് ഇല്ല വാസ്തവത്തിൽ. പക്ഷേ നമ്മൾ ആരോപിച്ച്, ശരിയാണ്, വ്യവഹാരത്തിന് വിളക്ക് വേണം കേട്ടോ. ഇങ്ങനെ ഒരു ആകൃതി ഇല്ലെങ്കിൽ നമുക്ക് തിരി ഒഴിച്ച് അല്ലെ തിരിയിട്ടിട്ട് എണ്ണ ഒഴിച്ച് കത്തിക്കാൻ പറ്റില്ല. ഓടിൻ്റെ ഒരു ഉണ്ട കിട്ടിയാൽ നമുക്ക് അത് സാധിക്കില്ല. വ്യവഹാരത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ വസ്തു മറക്കരുത് എന്നാണ്. വ്യവഹരിക്കുമ്പോഴും വസ്തുവിനെ മറന്നു പോകരുത്, അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാവും. അതാണ് അങ്ങനെ തോന്നാൻ കാരണം. വസ്തുവിനെ മറന്നു പോകാൻ കാരണം എന്താണ്? മായ ആണ്. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ എന്ത് പറഞ്ഞു? അപ്പം എന്താ പറഞ്ഞത്? ഒന്നാമത്തെ ശ്ലോകത്തിൽ ആത്മസ്വരൂപം, രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്തുകൊണ്ടാണ് ആത്മസ്വരൂപത്തെ നമുക്ക് അറിയാൻ സാധിക്കാത്തത്? മായ കൊണ്ടാണ്, അജ്ഞാനം. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവചേഷ്വനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു നതേഷ്വഹം. എല്ലാ വസ്തുക്കളിലും ഭഗവാനുണ്ട്. അതെങ്ങനെയുണ്ട് എന്നുള്ളത് പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ചെറിയ വസ്തുക്കളിലും വലിയ വസ്തുക്കളിലും നമ്മൾ ഉച്ചമെന്നും നീചമെന്നും പറയുന്ന എല്ലാത്തിലും ആരുണ്ട്? ഭഗവാനുണ്ട്. സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ സൂര്യൻ ഗംഗയിലും പ്രകാശിക്കും, ഓടയിലും പ്രകാശിക്കും. കിം ഗംഗാംബുനി ബിംബിതേ അംബരമണവു ചണ്ടാളവാടി പയപ്പൂരേച്ച. അത് ഗംഗയിലും പ്രകാശിക്കും, ചണ്ടാളൻ്റെ മുറ്റത്തുള്ള തോട്ടിലും. ഓടയിൽ ആര്? സൂര്യൻ പറയും ഓടയിൽ ഞാൻ പ്രകാശിക്കില്ല. ഒന്നുമില്ല, അവിടെയും പ്രകാശിക്കും. വെള്ളം ഇളകുന്ന സമയത്ത് സൂര്യൻ ഇളകും നമുക്ക് തോന്നും. വാസ്തവത്തിൽ സൂര്യൻ ഇളകണുണ്ടോ? ഉണ്ടോ? ഇല്ല, വാസ്തവത്തിൽ സൂര്യൻ ഇളകണില്ല. വെള്ളം പറ്റിയാലോ ആ സൂര്യൻ പോയി. ഇതാണ് ജീവൻ. എന്താണ്? പ്രതിബിംബത്തെയാണ് ജീവൻ എന്ന് പറയുന്നത്. ആ വെള്ളത്തെ നമുക്ക് വാസന എന്നോ അല്ലെങ്കിൽ ഉപാധിയായിട്ട് കാണും. ശരീരം എന്ന് കണ്ടോളൂ, വാസന എന്ന് പറയാം. അപ്പോഴാണ് ഒന്നുകൂടി ശരിയാവുക. അതിൽ പ്രതിബിംബിച്ച ഈശ്വരനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ ആണെന്ത് പറയുക? ജീവൻ എന്ന് പറഞ്ഞു. വെള്ളം പറ്റിയാൽ ആരും പോവും? ജീവൻ പോവും. എങ്ങോട്ട് പോയി? ആ സൂര്യൻ എങ്ങോട്ട് പോയി ചോദിച്ചാൽ നമ്മൾ ഭാഷയിൽ പറയും ആ സൂര്യനെ ശരിക്കുള്ള സൂര്യനോട് അങ്ങോട്ട് ലയിച്ചു. അതാണെന്ത്? ഭഗവാൻ ഗുരുവായൂരപ്പനിലേക്ക് അങ്ങോട്ട് പൂന്താനൊക്കെ ലയിച്ചു. അത്രയേ ഉള്ളൂ. വാസന തീർന്നാൽ ലയിച്ചു. അത് എത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന്, അത്രയേ ഉള്ളൂ. പിന്നെയും ചിലപ്പം ദേഹം അവിടെ നിന്നോന്ന് വരും. അത് ഏതുപോലെ ചോദിച്ചാൽ കത്തിക്കഴിഞ്ഞാലും കടലാസ് അങ്ങനെ ആകൃതിയിൽ നിൽക്കില്ലേ? ഒന്നും ഊതിയാൽ അത്രയേ ഉള്ളൂ. അതേപോലെ ചിലപ്പോൾ അവിടെ അങ്ങനെ നിൽക്കും ചിലർ. ശങ്കരാചാര്യരെ പോലെ അവരൊക്കെ കഴിഞ്ഞിട്ടും കുറച്ച് കാര്യം ഇവിടെ നിന്നിട്ടുണ്ട്, ഗുരുദേവനെ പോലെ. അവർക്ക് ഇന്നും ചെയ്യാനില്ല. അവർ നമുക്ക് വേണ്ടി നിന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് പേരിൽ എത്തിക്കാൻ പറ്റിയത് നന്നായല്ലോ എന്നുള്ള മട്ടിൽ നമുക്ക് വേണ്ടി നിന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ
വലിയ വസ്തുക്കളിലും ചെറിയ വസ്തുക്കളിലും ഒക്കെ ആരായിരിക്കണത്? ഭഗവാൻ തന്നെ ഇരിക്കണു. പ്രവിഷ്ടാനി, ഋഷിക്ക് തന്നെ പ്രയാസം അനുഭവപ്പെടുന്നത് പറയുമ്പോൾ അതാണ് ഉടനെ തന്നെ മറച്ചു പറഞ്ഞു. അപ്രവിഷ്ടാനി, പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി എന്ന് പറഞ്ഞാൽ പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി, ഇരിക്കുന്നു എന്നും ഇരിക്കുന്നില്ല എന്നും പറയാം. ഇരിക്കുന്നു പറഞ്ഞ ഉടനെ തന്നെ തോന്നുകയാണെന്ത്? ഇത് കേൾക്കുന്നവർ ചോദിക്കില്ല, ആ ഭഗവാൻ അതിൽ കയറി ഇരിക്കുകയാണെങ്കിൽ ഇരിക്കണതിൻ്റെ മുന്നെയോ ഭഗവാൻ ഇല്ല വരില്ലേ? എന്താണ് അങ്ങനെ വിഷയമുണ്ട്. ഇതാണ് തർക്കം. അപ്പം ഭഗവാൻ ഇരിക്കുന്നു, ഓടിൽ അല്ലെ വിളക്കിൽ ഓടിരിക്കണു പറഞ്ഞാൽ അതിൻ്റെ ഓടിരിക്കണതിൻ്റെ മുന്നെയോ ചോദിക്കും ചിലപ്പം. ഭഗവാനാണ്, ഭാര്യയിൽ ഭഗവാൻ ഇരിക്കണു. അപ്പോൾ ഭഗവാൻ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പോ ഇരിക്കണമല്ല, പ്രവേശിക്കുന്നതിന് മുമ്പോ ഇല്ലാത്തൊരവസ്ഥ അല്ലേ? അപ്പോൾ ഉടനെ പറയാണ് അപ്രവിഷ്ടാനി, ഇല്ല എപ്പോഴും. ഏതുപോലെ ചോദിച്ചാൽ ഇരിക്കുന്നു എന്നൊക്കെ പറയണത് ഭാഷയുടെ പരിമിതിയാണ്. നമ്മൾ കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെയല്ല വിളക്കിൽ ഓടിരിക്കുന്നു എന്ന് പറയുന്നത്. രണ്ട് വ്യത്യാസമല്ലേ? കസേര വേറെ, വിളക്ക് നമ്മൾ വേറെ. ഇവിടെയോ വേറെയല്ല, ഓടേയുള്ളൂ. രണ്ട് വ്യത്യാസമുണ്ട്. ഭാഷ കൊണ്ടാണ് നമ്മളിത് പ്രയാസമാവുന്നത്, മനസ്സിലാവാണ്ട പോവുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ പറയണത് മഹാന്തി ഭൂതാനി ഭൂതേഷു ഉച്ചാവചേഷ്വനു പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷ്വഹം. ഒക്കെയുടെ അടിസ്ഥാനം ആ ബ്രഹ്മം തന്നെയാണ്. ഞാൻ ആണ് എല്ലാത്തിനും അടിസ്ഥാനം. ആ അഹത്തെ ശ്രദ്ധിച്ചാൽ എല്ലാമായി. അഹം എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ടു. എപ്പോഴും നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? എന്താ ജപിക്കണത്? അഹം അഹം അഹം, ഞാൻ ഞാൻ ഞാൻ. ഉള്ളിലാരുണ്ട്? ഉള്ളിൽ അതാണ് ലപ്പ് ഡപ്പ് ലപ്പ് ഡപ്പ്. എന്താണ്? അഹത്തിലെല്ലാം വിട്ടു. ആ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്വരാക്ഷര ആ. ഹ എന്ന് പറഞ്ഞാൽ അക്ഷരം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഹ ആണ്. ഇനി നിർത്തി നാക്കി എന്തായി? അഹം. കഴിഞ്ഞു. അവിടെ ഇവിടെ എല്ലാം തീർന്നു. പ്രണവം പോലെ എവിടെ ഉണ്ട്? ആ അഹത്തിലുണ്ട്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അഹം വലിയൊരു മനോഹരമായിട്ടുള്ള പദമാണത്. വിചാരം ചെയ്യേണ്ട വിഷയമാണ് അഹം എന്നുള്ളത്. അതാണ് ഇവിടെ വർണ്ണിച്ചത്. അതാണ് ബ്രഹ്മം. അതാണ് ഉപനിഷത്ത് പറയും അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മം, ഹരിഗോവിന്ദൻ ബ്രഹ്മം. നിങ്ങളൊക്കെ അങ്ങനെയല്ല, നമ്മളതിലെടുക്കും ഞാൻ ബ്രഹ്മ. അതല്ല, എല്ലാവരിലും അഹം ഉണ്ടല്ലോ. നിങ്ങളെന്താ പറയുക? ആരാ ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം? ഞാൻ എന്നാ പറയാം. ആരും അങ്ങനെയാണ് പറയാം. മൃഗവും പറയണത് അത് തന്നെയാണ് അല്ലേ? ജന്തുക്കളുടെ അടുത്തേക്കൊക്കെ പോയ ശബ്ദം ഉണ്ടാക്കും. എന്താ അർത്ഥം? ഞാൻ ആണ്. സസ്യം അത് വളരാൻ കാരണം എന്താ? ഞാൻ. അതിലുണ്ട്. അതൊക്കെ എന്താണ്? അതാണ് ഭഗവാൻ. അഹം അതാണ് ബ്രഹ്മം. അത് തിരിച്ചറിയൂ. ഏതാവതേവ ജിജ്ഞാസ്യം. അടുത്ത ശ്ലോകം ഉപാസനയാണ്. എങ്ങനെയാണ് ഇത് ഉപാസിച്ചറിയേണ്ടത്? വിചാരം ചെയ്യാനുള്ള വഴി പറഞ്ഞിട്ട് അഭ്യസിക്കാനുള്ള വഴി പറഞ്ഞുതരാം. ഏതാവതേവ ജിജ്ഞാസ്യം. ഇത്ര ഇവിടെ അറിയാനുള്ളൂ, അധികം ഒന്നും അറിയാനില്ല. നമ്മൾ പക്ഷേ ഇത്രയൊക്കെ പഠിക്കണം എന്തിനാന്ന് ചോദിച്ചാൽ കുറേ അറിഞ്ഞു വെച്ച ദോഷം തീർക്കാനാണ്. എന്താണ്? ആവശ്യമില്ലാണ്ട് കുറേ അങ്ങനെ അതൊക്കെ എടുത്ത് പുറത്തേക്ക് എടുക്കുകയാണ്. അതിനു വേണ്ടി പറയുക. ചെറിയ മക്കളാണെന്ന് വെച്ചാൽ പെട്ടെന്ന് എന്ത് ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ കഴിഞ്ഞു. ഏതാവതേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുന ആത്മനാന്വയ വ്യതിരേകാഭ്യാം. ഇനി സംശയം തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അന്വയം വ്യതിരേകം, ഈ രണ്ട് കാര്യങ്ങൾ. എന്തുണ്ടെങ്കിൽ ഈ പ്രപഞ്ചമുണ്ട്, എന്തില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എന്നാൽ ദുഃഖം തീരും. അതാണ് അന്വയം എന്ന് പറഞ്ഞാൽ ചേർച്ച, വ്യതിരേകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീതം. ഞാൻ ഉണ്ട്, അതുകൊണ്ടെല്ലാം ഉണ്ട്. ബോധമുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്, ബോധമില്ലെങ്കിൽ പ്രപഞ്ചമില്ല. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. പ്രപഞ്ചം ഇല്ലാണ്ടിരിക്കും, പക്ഷേ ബോധം ഒരിക്കലും ഇല്ലാണ്ടിരിക്കില്ല. ഓടുണ്ടെങ്കിലേ വളക്കുള്ളൂ. ആണോ അല്ലേ? പറഞ്ഞ് കേട്ടാണ്ട് പോയാൽ പോരട്ടോ. സമ്മതിച്ചു തിരുമേനി. ഇതാണ് 12 ഓട വളക്കുന്ന. അതല്ല, ഓടുണ്ടെങ്കിലേ എന്തുള്ളൂ? വളക്കുള്ളൂ. അതാണ് അന്വയം. അന്വയം എന്ന് പറഞ്ഞാൽ ഓടുണ്ടെങ്കിലേ, ഓടിൻ്റെ ചേർച്ച കൊണ്ടാണ് വിളക്ക്. ഓടില്ലെങ്കിൽ വിളക്കുണ്ടോ? വിളക്കില്ല. വിളക്കില്ലെങ്കിലും ഇതിപ്പോൾ നാളെ ഉരുളിയാക്കിച്ചാൽ വിളക്ക് പോയി. വിളക്ക് പറഞ്ഞ നാമം രൂപം. വിളക്ക് എന്നുള്ള പേരും ഈ ഒരു ആകൃതിക്കും നമ്മൾ പറഞ്ഞതാണ് വിളക്കെന്ന്. നാളെ അത് ഉരുളിയാവുമ്പം ആര് മരിച്ചു? വിളക്ക് ഇന്നലെ വൈകുന്നേരം മരിച്ചു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ മരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ജീവൻ മുക്തന്മാരെ ഒന്നും നമ്മൾ മരിച്ചു പറയുമ്പോൾ അവരെന്താ പറയുക? പ്രണാമം, ആദരാഞ്ജലികൾ കഴിഞ്ഞ. നമുക്കത്രയും വേണ്ട. നമ്മുടേതാകുമ്പോൾ നമുക്ക് വേറെ ആലോചിക്കേണ്ട. എന്തുമ്പോൾ മറ്റേതാ മതി. ഒരു കൂപ്പ് കൈ അത്ര തന്നെയുള്ളൂ. അതാ രൂപം മാറി. അതിലിപ്പോൾ എന്ത് ചെയ്യാൻ? നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കതങ്ങോട്ട് കാണാതെയാകുമ്പോഴൊരു വിഷമം. അതിലപ്പുറം ഒന്നും ഇല്ല. വസ്തുവിനെ ശ്രദ്ധിക്കൂ, അതൊരിക്കലും മാറണില്ല. ഓടനെ ശ്രദ്ധിച്ചാൽ അതിന് മാറണില്ല. ഇതിങ്ങനെ വിചാരം ചെയ്യുക. എന്ത് കാണുമ്പോഴും എനിക്കതിനോട് താല്പര്യം ഉണ്ടാവുന്നത് ബോധമുള്ളത് കൊണ്ടാണ്. ഞാൻ ഫാനിൻ്റെ ചുവട്ട് പോയിരിക്കുന്നത് ഫാനിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, വൈദ്യുതിയോടുള്ള അതല്ലേ നോക്കി. അതുപോലെ
ഞാൻ ആശ്രയിക്കുന്നത് ആരെയാണ്? ഈ നാമത്തെയും രൂപത്തെ അല്ല, വസ്തുവിനെയാണ്. ഇത് വിചാരം ചെയ്താൽ ഒന്നിനോടും ഒട്ടില്ല ബ്രഹ്മാവെ, അങ്ങക്ക് എന്ത് എടാകൂടം വേണമെങ്കിൽ ചെയ്യാം, ഒന്നും അങ്ങയെ ബാധിക്കില്ല. ഇതങ്ങോട്ട് കേട്ടതും ബ്രഹ്മാവിന് സമാധാനമായി. അദ്ദേഹം അങ്ങനെ സൃഷ്ടിച്ചു എന്നാണ്. പിന്നെ ഭാഗവതം ആരംഭിക്കുകയാണ്. ഇനിയും ഈ സൃഷ്ടിയെ പറ്റി വിസ്തരിക്കും. അപ്പോൾ ഞാൻ വിസ്തരിക്കില്ല, ഇനിയിപ്പോൾ ഞങ്ങളുടെ വിസ്തരിക്കുകയാണ്. പക്ഷേ തൃതീയ സ്കന്ധത്തിൽ ഇനി വിസ്തരിക്കും, ആവർത്തിച്ച് പറയും. കാരണം ആവർത്തനം എന്തിനാ വെച്ചാൽ നമുക്ക് മനസ്സിലാവാത്ത കാര്യം ആവർത്തിക്കും. ഇത് മനസ്സിലാവാത്ത കാര്യം എന്നാണ് അർത്ഥം. ആവർത്തിച്ചാൽ മനസ്സിലാവുമോ? അപ്പോൾ എന്നാലും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും കുട്ടികളോട് നമ്മളിങ്ങനെ പറയില്ല, ശ്രദ്ധിക്കണേ, നമുക്കറിയാം കേൾക്കും, ശ്രദ്ധിക്കില്ല, മുഖത്തി, എന്നാലും പറയില്ല, ശ്രദ്ധിക്കണം. അതാ അതേപോലെ ശ്രദ്ധിക്കേണ്ട വിഷയം ആവർത്തിക്കും, പ്രാധാന്യമുള്ള വിഷയം ആവർത്തിക്കും. ആവർത്തിഹി അസകൃത് ഉപദേശ എന്ന് പറയും. ഉപദേശങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. റെയിൽവേ സ്റ്റേഷനിലൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ, പ്ലാറ്റ്ഫോം 1 എത്തിച്ചേരുന്നതാണ്. ഇംഗ്ലീഷ് പറയും, പിന്നെ ഹിന്ദി പറയും, പിന്നെ തമിഴ് പറയും, പിന്നെ പല ഭാഷയിലും പറയും. നമ്മൾ ഇത് എത്ര പ്രാവശ്യം ഈശ്വര ഇങ്ങനെ ഉറക്കെ ചെവി പോവുകയാണ്. അതൊക്കെ കേട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് ചോദിക്കുക, അല്ല മറ്റേ വണ്ടി ഏത് പ്ലാറ്റ്ഫോമിലെത്താം? അപ്പോൾ നമുക്ക് തോന്നുന്നൊരു 12 പ്രാവശ്യം കൂടി ഇത്. അതാണ് ഉപദേശം ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഒരേ സംഗതിയാണെങ്കിലും ആര് മാറുന്നുണ്ട്? നമ്മുടെ ശ്രദ്ധ മാറുന്നുണ്ട്. കഴിഞ്ഞ സത്സംഗത്തിലിരുന്നവരല്ല ഈ സത്സംഗത്തിലിരിക്കുന്നത്. അവരുടെ എന്ത് മാറിയിട്ടുണ്ട്? അവരുടെ ശ്രദ്ധ മാറുന്നുണ്ട്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഉറങ്ങിയവരൊക്കെ ഇപ്രാവശ്യം ലേശം അത്ര ഉറങ്ങിയിട്ടുണ്ടാവില്ല, അത്രയും പറയാൻ. അപ്പോൾ ഉറക്കമൊക്കെ ഇങ്ങനെ അവസാനമാകുമ്പോൾ പിന്നെ ഉറക്കം തന്നെ ഇല്ലാത്ത ജാഗ്രത, ശ്രദ്ധ വർദ്ധിക്കും. ശ്രദ്ധ കൊണ്ട് മാത്രമേ ആരെ കിട്ടുള്ളൂ? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ശ്രദ്ധിക്കുക. ആരെ ശ്രദ്ധിക്കുക? ആത്മാവിനെ ശ്രദ്ധിക്കുക, ബോധത്തെ ശ്രദ്ധിക്കുക, വേറെ ഒന്നും ശ്രദ്ധിക്കാണ്ടിരിക്കുക. എവിടെയൊക്കെ ശ്രദ്ധ പോകുന്നുണ്ടോ ഉടനെ തന്നെ അത് ബ്രഹ്മമാണ്. വിളക്ക് കണ്ടു, ഓടാണ്. ഉരുളി കണ്ടു, ഭ്രമിക്കേണ്ട, ഓടാണ്. ക്ലാവ് പിടിച്ച ഉരുളിയാണെങ്കിലും അതും ഓട് തന്നെയാണ്. അത്രയേ ഉള്ളൂ. എന്ത് കാണുമ്പോഴും നമുക്കതിനോട് എന്തില്ല? ഒട്ടലില്ല. അത് ഓടാണ്. അത് വസ്തു മനസ്സിലാക്കിയാൽ പിന്നെ എന്തില്ല? ഭ്രമം കുറയ്ക്കാം. അവസാനം പൂർണ്ണമായിട്ട് ഇല്ലാണ്ടിയാവും. അതുകൊണ്ടത് അഭ്യസിക്കണം അർത്ഥം. പിന്നീട് 10ാമത്തെ അധ്യായത്തിൽ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം. ഓരോ സ്കന്ധത്തിന് ലക്ഷണം പറഞ്ഞു. ആശ്രയം എന്ന് പറഞ്ഞാൽ ലക്ഷണം മാത്രമല്ല, നമ്മുടെ ലക്ഷ്യം അതാണ്. ബോധത്തെ ആശ്രയിക്കുക. അത് ഭക്തിയിൽ പറയുമ്പം ഗുരുവായൂരപ്പനെ വിളിച്ചോളൂ. ഒന്നെ സംഗതി ഒന്നാണ്. നാമം ജപിക്കുന്നത് എന്താ? ആശ്രയിക്കുകയാണ്. ആരെ? ബോധത്തെ, ഭഗവാൻ. ബോധം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്തിയാദിഹേതവേ താവത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. ആ ബോധം തന്നെയാണെന്ത്? ശ്രീകൃഷ്ണൻ. ബോധത്തിൻ്റെ സ്വരൂപമാണ് വർണ്ണിച്ചത്. എന്താ? സത്ത്, ചിത്ത്, ആനന്ദം. മേൽപ്പത്തൂർ തന്നെയല്ലേ പറഞ്ഞത്. ആദ്യം ആരംഭിച്ചത് എന്താ? ആദ്യത്തെ വരി എന്താ? ആദ്യത്തെ പദം എന്താ? കൃഷ്ണൻ എന്നല്ല ആദ്യം പറഞ്ഞത്. ആദ്യം പറഞ്ഞത് സാന്ദ്രാനന്ദാവബോധാത്മകം. എന്താ പറഞ്ഞത്? പിന്നെ എന്നോട് എന്തിനാ ദേഷ്യം? മേൽപ്പത്തൂർ തന്നെ പറഞ്ഞത് ബോധം എന്നല്ലേ പറഞ്ഞത്. വേറൊന്നും പറയാനില്ല. അതാണ് സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. നിഗമം എന്ന് പറഞ്ഞ വേദം. അനവധി വേദങ്ങളെ കൊണ്ടും ഉപനിഷത്തുകളെ കൊണ്ടും പറയുന്നത് എന്താണ്? ഈ ഒരു ബ്രഹ്മത്തെയാണ്. ആ ബ്രഹ്മം തന്നെ നമുക്ക് മനസ്സിലാവാൻ പാകത്തിന് ഗുരുപവനപുരേ ഹന്ത. ഈ ഗുരുവായൂരപ്പനായിട്ട് അങ്ങനെ ഇരിക്കുകയല്ലേ. ഹന്ത ഭാഗ്യം ജനാനാം. ആ ഗുരുവായൂരപ്പനിലൂടെ ആ സാന്ദ്രാനന്ദം അനുഭവിക്കണം. അതിനാണ് ഭഗവാൻ ഇങ്ങനെ ഗുരുവായൂർ നിൽക്കുന്നത് തന്നെ. എന്നല്ലെങ്കിൽ നാളെ എല്ലാവരും എന്ത് ചെയ്യട്ടെ? ഈ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള ആ ഒരു ഭാവത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കും കിട്ടിയൊരു ഭാഗ്യം ഇങ്ങനെ ഇരുന്ന് ഈ വിചാരം ചെയ്യാൻ